സ്നേഹത്താലടുക്കാം ഞാൻ, മോഹത്താലെ പാടാം ഞാൻ, കനവിൽ ഒന്ന് വന്ന് പുണരൂ, കാത്തിരിക്കാം ഞാനും ഹബീബി, കാത്തിരിക്കാം എൻ്റെ ഹബീബി, കാത്തിരിക്കാം എൻ്റെ ഹബീബി, കണ്ണിൽ കൽബിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖാതിമുൽ അംബിയ അന്തിമയങ്ങുമലർവാടി, ഖാലിഖാമുംബാവൻ കണ്ണു കുളിർഞ്ഞൊരു പൂവാടി, ആശിക്കിൻ കൽഭാഗം എന്തു നിറഞ്ഞൊരു തിരുഭൂമി, ആലമീനാകെയും പുനിർ തകർന്ന മലർഭൂമി, സവിധ വിനയം കൈകൾ പുണരാൻ ഒന്നു വിളിച്ചിടണേ, സകലവും അങ്ങയിലർപ്പണമേകിയ കൽഭകമാക്കിടണേ, സവിധ വിനയം കൈകൾ പുണരാൻ ഒന്നു വിളിച്ചിടണേ, സകലവും അങ്ങയിലർപ്പണമേകിയ കൽഭകമാക്കിടണേ, തിരുസ്നേഹം പുനരാനീ മധുഹുദ് സബബാക്കിടണേ. അൽ അമീൻ അൽ അമീൻ അൽ അമീനുന്നാട് വിളിപ്പേര്, ത്വാഹ നബിയുള്ളാഹ് അഹദിനന്ത്യ പ്രവാചകരാം പൂവ്, അതിനന്തൊരു തീർത്തൊരു നേതാവ്, ഖാതിം സല്ലല്ലാഹ് അഹദിനന്ത്യ പ്രവാചകരാം പൂവ്, മണിമക്കത്തുദയം ചെയ്ത് മഹബൂബർ തിരുസല്ലല്ലാഹ്, മണിമക്കടലാനവരല്ലാഹ് മനസ്സിൻ മധുരിക്കുമല്ല, മഹിൽ പ്രഭവിതിരിയമുത്ത് മനസ്സിൻ മഹബത്തിൻ സത്ത്, മധുകളിൽ നേടാവലരെ യാ ഹബീബോരേ, ഇഷ്കിം മഹാരാജാക്കൾ ഇഷ്കിം മഹാരാജാക്കൾ കണ്ണു കുളിർഞ്ഞെ പോലെ നിരിഞ്ഞ ഇശാലിൻ്റെ വാദിയാലെ പ്രേമിക്കുന്നു ഞാൻ, ഇടാലുണ്ട് മനസ്സിലെ ഏകാലക നടത്തുന്ന മധുഹുർ സ്വരങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ. അസ്സലാമു അലൈക്കും. റസൂലൻ്റെ കൽബിൽ നിറഞ്ഞു, എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല, ത്വയ്ബ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാനവിടെ പോയിട്ടില്ല, ത്വാഹ റസൂലൻ്റെ കൽബിൽ നിറഞ്ഞു, എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല, ത്വയ്ബ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാനവിടെ പോയിട്ടില്ല. എല്ലാരും പറയുന്നു പൊന്നാര നബിയൊന്ന് കനിയുകില്ലിരുലോകം നിജജീവിതം, ഇല്ലാതെ തെറ്റില്ല എല്ലാം നുണഞ്ഞിന്ന് ദുനിയാവിലലയുന്ന ദുരജീവിതം, എന്നാലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യം നേടുന്നു എൻ്റെ മണം, എല്ലാത്തിനേക്കാളും പൊന്നാര നബിയുള്ള വലുതാണെന്നലരുന്ന സ്നേഹമണം, അല്ലാഹുവിൻ്റെ റസൂലേ അഖിലാണ്ട ലോക നേതാവേ, അല്ലാമുൽ ഗൈബായ നൂരേ, എല്ലാത്തിനേക്കാളും ഖൈരേ, എല്ലാത്തിനേക്കാളും ഖൈരേ, റസൂലൻ്റെ കൽബിൽ നിറഞ്ഞു, എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല, ത്വയ്ബ
മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. ഇതിഹാസനൂരെ അറിഞ്ഞെന്ന് മുതലേ ഞാൻ പാടിയും പറഞ്ഞും സബിലിൽ നടന്നു. ഇഹ്സാനിലേറിയുള്ള ശുഭജീവ സഫറിന് തിരുമൊഴിയല്ലാതെ ഇല്ല സത്യമറിഞ്ഞു. ഇടരാതെ ഇന്നും ഞാൻ രാപ്പകലിൽ ത്വയ്ബാവിൽ ഹൃദയം ചേർത്താളാദമിൽ പാടിയലഞ്ഞു. ഇവനെ കിടുന്ന മൗത്ത് തിരുനൂറിനായി കാത്ത് ഇനിയും ഞാൻ തിരുമദീനയോർ നടന്നു. ഇനിയും ഞാൻ തിരുമദീനയോർ നടന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, അഖിലാണ്ട ലോക നേതാവേ, അല്ലാമുൽ ഗൈബായ നൂറേ, എല്ലാത്തിനേക്കാളും ഖൈറേ, എല്ലാത്തിനേക്കാളും ഖൈറേ. അസ്സലാമു അലൈക്കും. ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ, ಕಣ್ಮನವ ಸೆಳೆಯುವ ಇಂಪಾದ ಗಾನ, ಬದುಕನ್ನ ಬದಲಿಸುವ ಸುಖಸಾದ ಗಾನ, ಬಲದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ. ತ್ವಯ್ಬಾದ ದಾರಿಯಲ್ಲಿ ಅಲದಾಡುತ್ತಿರುವಾಗ ಬರಿಗಾಲದ ರವೆ ಶಿನಗುನಗುತ್ತ ಬರುವಾಗ ಉಸಿರುಸಿರಿನಲ್ಲಿ ಬರುವ ಸವಿಯಾದ ಗಾನ, ಬಿಸಿಲಲ್ಲಿ ಬಂದ ಮನೆಗೆ ತಂಪಿರುವ ಗಾನ. ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ, ಕಣ್ಮನವ ಸೆಳೆಯುವ ಇಂಪಾದ ಗಾನ, ಬದುಕನ್ನ ಬದಲಿಸುವ ಸುಖಸಾದ ಗಾನ, ಬಲದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ. ಎದೆಯೋರ ಸುಲ್ತಾನ ಕನಸಲ್ಲಿ ಬಂದಾಗ ಅದನ್ನ ನೋಡಿ ಬೆರಗಿಂದ ನಾನಲ್ಲಿ ನಿಂತಾಗ ಎಡವಡಿತವಲ್ಲಿ ನನಗೆ ಜೋರಾಗಿ ಕೇಳಿದೆ, ಅದು ನಿಲ್ಲುವ ಮುನ್ನೆ ಒಮ್ಮಲ್ಲಿ ಹೋಗಬೇಕಿದೆ. ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ, ಕಣ್ಮನವ ಸೆಳೆಯುವ ಇಂಪಾದ ಗಾನ, ಭಜಿಸ್ಕೊಂಡ ಬದಲಿಸುವ ಸುಖಸಾದ ಗಾನ, ಬಲದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ. ಕವಿ ಮನಸ್ಸು ನನಗಿಲ್ಲ, ಪದ ಬರೆದು ಗೊತ್ತಿಲ್ಲ, ಅಭಿನಯತು ತೋರಿಲ್ಲ, ಎದ ಬಿರುವ ಗೊತ್ತಿಲ್ಲ, ಸವಿ ಮಾತಿನಲ್ಲಿ ಏಳು ಗುಣಗಾಣುವ ಮಾಡುವೆ, ಶವ ಮನಸ್ಸಿನಲ್ಲಿ ಒಮ್ಮೆ ಬರುವಿರಂದಾಸಿಸುವೆ. ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ, ಕಣ್ಮನವ ಸೆಳೆಯುವ ಇಂಪಾದ ಗಾನ, ಬದುಕಂಡ ಬದಲಿಸುವ ಸುಖಸಾದ ಗಾನ, ಬಲದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ. ಅಸ್ಸಲಾಂ. अजब रंग पर है बारे मदीना, मदीना मदीना मदीना, सरकार का 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 मदीना. अजब रंग पर बारे मदीना, ये सब जन्नत ये सारा मदीना. अजब रंग पर बारे मदीना, ये सब जन्नत ये सारे मदीना. सुहाना सुहाना दिनारा मदीना, सुहाना सुहाना दिनारा मदीना. अर्राशी आका गो ये सारा मदीना.
मदीना सरकार का 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 मदीना बुला लो बुला लो बुला लो बुला लो ना बुला लो ना बुला लो बुला लो बुला लो बुला लो ना बोना बुला लो ना सरकार का मदीना 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 बुलाए सभी के लिया बाबे रहमत बना वो इरुत में अद बनाई बुरा दो सिदामल नहीं तो इकाली बुरा दो सिरत में अद बनाई बुरा दो सिदामल नहीं तो इकाली बुरा दो सिदामल नहीं तो इकाली प्रेम भूमि मदीना प्रशोभ भवन मदीना प्रेम भूमि मदीना प्रशोभ भवन मदीना तैबद सुबगिन ತೀರಾ ಮಲಗಿದ ಆನೆ ತಾರ ತೈಬದ ಸುಬಗಿನ ತೀರ ಮಲಗಿದ ಆನೆ ತಾರ ಅಡಗಿದ ಪ್ರೇಮದ ವ್ಯಾಮೋಹ ಕಾಣದೆಯಾಗಿದ ಮನದಾಹ ಬೆಳೆಯುವ ಮನಸ್ಸಿನ ಚಿಲ್ಲಾಟ ನೋಡಲು ತೈಬದ ಹೂತೋಟ ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ಅಭಯವು ಯಾರು ಎಂದು ತಮ್ಮನು ಹೊರತು ಪಾಪಗಳು ತುಂಬಿದ ಈ ನನ್ನ ಬನವು ಅಭಯವು ಯಾರು ಎಂದು ತಮ್ಮನು ಹೊರತು ಪಾಪಗಳು ತುಂಬಿದ ಈ ನನ್ನ ಬನವು ಹೃದಯವು ಅಲೆಯುವ ಮದೀನದ ಸೊಬಗು ಆಸೆನು ಮನದಲ್ಲಿ ಆ ಮಣ್ಣು ಸೇರಲು ತ್ವಹ ನನ್ನ ತ್ವಹ ಲೋಕ ಸ್ಫೂರ್ತಿ ತ್ವಹ ಮನಸಾರೆ ಕರೆಯುವೆ ನಾನು ತಮ್ಮನು ಮನ್ನಿಸುವಿರ ಪಾಪಗಳು ಅಲಮಾರಿ ಆಗಿಹೆ ನಾನು ಕಾಣದೆ ಭವ್ಯ ಮಣ್ಣಿಗೆ ಲೀಲೆಯಲು ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ಮಹಶರ ಸಮಯಲ್ಲಿ ಕೂಡುವ ಸಮಯ ನಡುಗಿಸುವ ಲೋಕ ವಿಚರಣೆ ಸಮಯ ಮಹಶರ ಸಮಯಲ್ಲಿ ಕೂಡುವ ಸಮಯ ನಡುಗಿಸುವ ಲೋಕ ವಿಚರಣೆ ಸಮಯ ತೋರ್ವರು ಯಾರು ಅಂದು ಕರುಣೆಯ ಕಡಲ ಯಾರಲ್ಲಿ ಅರ್ಹರು ಕೇಳಲು ಸಹಾಯ ತ್ವಹ ನನ್ನ ತ್ವಹ ಲೋಕ ಸ್ಫೂರ್ತಿ ತ್ವಹ ಕೈ ಹಿಡಿಯುವಿರ ಮಹಶರ ಲೋಕದಿ ದೋಷ ತುಂಬಿದ ಪಾಪಿಯರು ಯಾರಿಲ್ಲ ಆದಂಬೀರ ಸಮಯದಿ ಕೇಳಲು ಸಹಾಯವನು ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ಪ್ರೇಮ ಭೂಮಿ ಮದೀನಾ ಪ್ರಶೋಭ ಭವನ ಮದೀನಾ ತೊಯ್ಬದ ಸುಬಗಿನ ತೀರ
उसका करम के सब है भिखारी, क्या राजा महाराजा है, क्या राजा महाराजा है। उसका करम के सब भिखारी, क्या राजा महाराजा है। നേതാവേ എന്തില്ലെന്ന പേരിന്നില ഉറുവാജായേ, പേരിന്നില ഉറുവാജായേ. നിന്നും നാലികോലിലും തെളിഞ്ഞ ഖജാമഹാരാജ, നിന്നും നാലികോലിലും തെളിഞ്ഞ ഖജാമഹാരാജ. അജ്മീരിൽ പൂത്തു സുഗന്ധമേ, അജ്മീരിൽ പൂത്തു സുഗന്ധമേ, അഭിവന്യ ഖജ പ്രകാശമേ, അഭിവന്യ ഖജ പ്രകാശമേ. ഖജ 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 പിയാ, ഖജ 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 പിയാ, ഖജ 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 പിയാ, ഖജ ഖജ ഖജ. कुर्सी पर कोई भी बैठे, राजा तो मेरा हो जाए, राजा तो मेरा हो जाए. सरे इंद कहे राजा मेरा ख्वाजा महाराजा, सरे इंद कहे राजा मेरा ख्वाजा महारा. अजमेरिल पूत सुगंधमे, अजमेरिल पूत सुगंधमे, अभिवन्य ഖജ പ്രകാശമേ. ഈ ഹിന്ദു മണ്ണിലേക്ക് തോഹ തങ്ങളയച്ച്, ഈ മാരതെങ്ക് ദീന് 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 തെളിച്ച്, ആത്മാർത്ഥമായി സ്നേഹത്തിന് ദീന് തെളിച്ച്. കുർസി पर कोई भी बैठे, राजा तो मेरा हो जाए. अस्सलाम वालेकुम. मदीना 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 मदीना. हरा गुंबद जो देखो ये ज़माना भूल जाओगे, अगर तैबा तो जाओगे, दुआ ना भूल जाओगे. हरा गुंबद जो देखोगे, ज़माना भूल जाओगे, अगर तैबा तो जाओगे, दुआ ना भूल जाओगे. ना इतना वो ज़्यादा चांद तारो अपने रंगत पर, ना इतना वो ज़्यादा चांद तारो अपने रंगत पर. मेरे आका को देखोगे, चमकना भूल जाओगे. मेरे आका को देखोगे, चमकना भूल जाओगे. हरा गुंबद जो देखोगे, ज़माना भूल जाओगे, अगर तैबा तो जाओगे, दुआना भूल जाओगे. हदीस मुस्तफ़ा पर तुम जो जाओ अमल पेरा, हदीस मुस्तफ़ा पर तुम जो जाओ अमल पेरा. कसम रब की कभी माँ को सताना भूल जाओगे, कसम रब की कभी माँ को सताना भूल जाओगे. हरा गुंबद जो देखोगे, ज़माना भूल जाओगे, अगर तैबा तो जाओगे, दुआ ना भूल जाओगे. हरा गुंबद जो देखोगे, ज़माना भूल जाओगे, अगर तैबा तो जाओगे, दुआ ना भूल
തിങ്കൾ റസൂലുള്ളാഹി തീരമണലായിരന്നക വീട്ടിൽ പാൽവലിയായി പൂർണ്ണനിയായി വദന തെളിയുകയാ മർഹബാ നബി താഅ മൗലിദുൻ നബി ജാഅ യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ ത്വയ്ബ ത്വയ്ബ യാ ത്വയ്ബ തിങ്കൾ റസൂലുള്ളാഹി തീരമണലായിരന്നക വീട്ടിൽ പാൽവലിയായി പൂർണ്ണനിയായി വദനായി തെളിയുകയാ മർഹബാ നബി താഅ മൗലിദുൻ നബി ജാഅ യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ ഖൈറിൻ വജരമന്ത്രമേറെ അഖിലം പാടിയാ റസൂലേ പുണ്യ നബി മുജ്തബാ നബി മുഖ്തലാ നബിയോ ഖൈറിൻ വജരമന്ത്രമേറെ അഖിലം പാടിയാ റസൂലേ പുണ്യ മുസ്തഫ നബി മുജ്തബാ നബി മുഖ്തലാ നബിയോ ആശിമംശക ഖുറൈശ് മലരെ ആലമുത്തം പുതുലത്ത് നൂറ് കാത്യമുൻ നബി ആമിലുൻ നബി अस्सलाम वालेकुम। हो मेरा नबी मेरा नबी है। हो मेरा नबी मेरा नबी है। हाँ हाँ मेरा नबी है। हो मेरा नबी है। हो जिसके लिए महफिल कौनैन सजे है फिरदौस बड़े जिसके वसीले से बनी है। हो जिसके लिए है महफिल कौनैन सजे है फिरदौस बड़े जिसके वसीले से बनी है। ओ हासिम मक्के मदन उल अरबी है। ओ मेरा नबी मेरा नबी है। ओ मेरा नबी मेरा नबी है। अल्लाह का फरमा अलम नसरा लक सदरक जिस सुबह है जिससे वरफाना लक सदरक। अल्लाह का फरमा अलम नसरा लक सदरक जिस सुबह है जिससे वरफाना लक जिक्रक। जिस ज़ात का कुरान में बेजिक्र चले। ओ मेरा नबी मेरा नबी है। ओ मेरा नबी मेरा नबी है। हाँ हाँ मेरा नबी है। हो मेरा नबी है। हो मेरा नबी मेरा नबी है। हो मेरा नबी मेरा नबी है। अस्सलाम वालेकुम। അക്കോടെ ബാല്യം കസിഞ്ഞൊരു നബിയോരെ മുഞ്ചേറും പുഞ്ചിരി തൂകും മൂതരെ ഓർത്തോർത്തോ ഏറുന്നങ്ങൾ കൽബ് പിടഞ്ഞല്ലോ മതുകൾ പാടാൻ എണ്ണിൽ ചുണ്ടു കൊതിച്ചല്ലോ ആദരാ മുത്തു നബി പിറന്നുവല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ നബി പലതരം അത്ഭുതത്തെ ഉദയം പിന്നെ വർണ്ണത്താൽ മക്കയായി മിന്നൽ ആകാശത്തിൽ തിളങ്ങിട്ടുണ്ട് സന്തോഷത്തിൻ നാളുകൾ ഒന്നാങ്ങിട്ടുണ്ട് റസൂലിന്റെ ജന്മദിനത്തിൽ ആനന്ദം പകരാം യൗമിന്റെ ഇരവും കാത്ത് ഇരിപ്പാണല്ലോ ആദരാ മുത്തു നബി പിറന്നുവല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ നബി പലതരം അത്ഭുതത്തെ ഉദയമിനെ വർണ്ണത്താൽ മക്കയായി മിന്നൽ തിളങ്ങി ആയിരക്കാലം പര്യം നബിയുടെ അത്ഭുതകാതിരുനാടത്തോടെ ജന്മദിനത്തിൻ ഘോഷമതേറെ ആഹ്ലാദത്തിൽ അണ്ണയോ ചൊല്ല മനസ്സോടെ പരലോക സൗഖ്യം നേടാൻ മാറു കൂട്ടരെ ആദരാ മുത്തു നബി പിറന്നുവല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹം
സൽഗണം മതീശുകൾ പാടി മാശറ ചൂടിലാണ് തണലെ കിട്ടുണ്ട് ആവിരുകൾ കണ്ണം കൊട്ടി സ്വർഗം കൂടുന്നു ആധാര മുത്തനബി പിറന്നുവല്ലോ അള്ളാന്റെ അനുഗ്രഹം നിറഞ്ഞടി പലതരം പിന്നെ ഒരെണ്ണത്താൽ മക്കായാകി മിന്നൽ തിളങ്ങി. അസ്സലാമു അലൈക്കും. ഞാൻ കൊതിക്കുന്നേ എന്നും എന്നും ഞാൻ ഒരേക്കുന്നേ പാനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണാനെന്നാണ് അനി തന്ന ചിറകും കനകിലെ നബിയെ ഒരു വട്ടം കനവിലെ ആനയും നബിയെ ഒരു പട കുതിക്കുന്ന അറൈമുള്ള മണിയെ അനി തന്ന ചിറകും കനകിലെ നബിയെ ഒരു വട്ടം പറഞ്ഞു നാം വരുമല്ല നബിയെ കാനവേലും വേനവേലും ആമുഖമാണ് കാതയറിഞ്ഞ കാണിയെന്നും എന്ന് മുരതാണ് സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നും എന്നും ഞാൻ ഒരേക്കുന്നേ പാലിലാവേ പൂനിലാവേ എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ് മദീനത്തെ മനവടി ഒരു കൊല്ലം നനയും മറുബൂബു സലം ചൊല്ലിയതബിലനിക്കും മദീനത്തെ മനവടി ഒരു കൊല്ലം നനയും മറുബൂബു സലം ചൊല്ലിയതബിലനിക്കും മദീനത്തെ മണൽ തറിയെടുത്തും ഞാൻ പുണരും മടിയലും മടിമുട്ടും അവിടെൽ ചേർത്തും ചേർത്തു ഞാനും എന്റെ ആശ തീർക്കുമ്പോൾ ആശിക്കിന്റെ ആശ വീട്ടിൽ നീ വിജയിക്കുക സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നും എന്നും ഞാൻ ഒരേക്കുന്നേ പാലിലാവേ പൂനിലാവ് എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ് സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നും എന്നും ഞാൻ ഒരേക്കുന്നേ പാലാവേ പൂനിലാവേ എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ്. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇടുനെഞ്ചിൽ ചേർത്ത് പാടാൻ ഇടിയാസക്കേറി ചേരാൻ നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ തിരുഗുരു താരകമറിഞ്ഞറിഞ്ഞോര് തികമുള്ളൊരാദരം ഞറിഞ്ഞോട് ആമൽ തൊട്ടിൽ തണലേ തണലേ ആമലർ തൊപ്പിൽ അജികേ അജികേ ആമല തൊട്ടിൽ തണലേ തണലേ ആമലർ തൊപ്പിൽ അജികേ അജികേ മദേന മുത്തലിമാല മധുരക്കും പൂഞ്ചോല മദേന മുത്തലിമാല മധുരക്കും പൂഞ്ചോല പാടാം പാടാൻ അപദാനങ്ങൾ പാടാം പാടാം പാടാൻ അപദാനങ്ങൾ പാടാൻ നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ
മദീന. അസ്സലാമു അലൈക്കും. അല്ലാഹു അല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലായില്ല സകലമറിയുന്നു സകലമറിയുന്നു. അല്ലാഹു അല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലായില്ല സകലമറിയുന്നു സകലമറിയുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലായില്ല സകലമറിയുന്നു സകലമറിയുന്നു. സത്യം നീഴും ന്യായം ധർമ്മം നിന്നിലിന്നല്ലേ, സകല സഹായം സൗഭാഗ്യങ്ങൾ നീ വരുവാനിലല്ലേ. സത്യം നീഴും ന്യായം ധർമ്മം നിന്നിലിന്നല്ലേ, സകല സഹായം സൗഭാഗ്യങ്ങൾ നീ വരുവാനിലല്ലേ. അല്ലാഹു അല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലായില്ല സകലമറിയുന്നു സകലമറിയുന്നു. ओ मेरा नबी मेरा नबी मेरा नबी है, ओ मेरा नबी मेरा नबी मेरा नबी है, हाँ हाँ मेरा नबी है, हो मेरा नबी है, हो जिसके लिए महफिल कौनैन सजी है, फिरदौस बरी जिसके वसीले से बनी है, हो जिसके लिए महफिल कौनैन सजी है, फिरदौस बरी जिसके वसीले से बनी है. ओ हासिमी मक्के मदनी उल रबी है, ओ मेरा नबी मेरा नबी मेरा नबी है, ओ मेरा नबी मेरा नबी मेरा नबी है, हाँ हाँ मेरा नबी है. अल्लाह का फरमा अलम नसरा लक सदराक, जिस सुबह से वरफाना लक सगराक, जिस जात का कुरान में बेजिक्र चले, ओ मेरा नबी मेरा नबी मेरा नबी है, ओ मेरा नबी मेरा नबी मेरा नबी है, ओ मेरा नबी मेरा नबी मेरा नबी है. जिस जात कुरान में बेजिक्र चले, ओ मेरा नबी मेरा नबी मेरा नबी है, ओ मेरा नबी मेरा नबी मेरा नबी है, हाँ हाँ मेरा नबी है, हो मेरा नबी है. अस्सलामु अलैकुम. ರವಿಯಾಗಿ ಪ್ರಭೆಯಾದ ಪ್ರಭುವೇ, ಪೈಗಂಬರ ತ್ವಾಹ ನಬಿಯೇ, ಪರಿಪೂರ್ಣರೇ ಪ್ರಿಯ ನಿಧಿಯೇ, ಪೈಗಂಬರ ತ್ವಾಹ ನಬಿಯೇ, ಜಗಜೀವ ಉಸಿರಿಂದ ಮೇಲೆ ನನಗೆಂದು ಪ್ರಿಯರಾದ ನಬಿಯೇ, ರವಿಯಾಗಿ ಪ್ರಭೆಯಾದ ಪ್ರಭುವೇ, ಪೈಗಂಬರ ತ್ವಾಹ ನಬಿಯೇ, ಪರಿಪೂರ್ಣರೇ ಪ್ರಿಯ ನಿಧಿಯೇ, ಪೈಗಂಬರ ತ್ವಾಹ ನಬಿಯೇ, ಜಗಜೀವ ಉಸಿರಿಂದ ಮೇಲೆ ನನಗೆಂದು ಪ್ರಿಯರಾದ ನಬಿಯೇ, ತಾಯಿ ತಂದೆಗೂ ಮೇಲು ನನಗವರಲ್ಲಿ ಒಲವು, ಇಡೀ ಭೂಲೋಕದ ಗುರು ಖಾತಿನ್ ನಬಿ ತ್ವಾಹ ಕರುಣೆಯ ದೀಪ್ತಿ,
ഉന്നത പുണ്യ വ്യക്തി അവരെ നന്ന ശക്തി ഓ മുഹമ്മദ് നബി മുഹമ്മദ് നബി റബിയാകി പ്രഭയാത പ്രഭുവേ പരിപൂർണരെ പ്രിയ നിധിയേ പൈഗംബരാത്വാഹ നബിയേ ജഗജീവ ഉಸಿರಿಂದ ಮೇಲೆ ನನಗೆಂದು ಪ್ರಿಯರಾದ ನಬಿಯೇ ರವಿಯಾಗಿ ಪ್ರಭೆಯಾದ ಪ್ರಭುವೇ ಆದರ್ಶ ಪುರುಷ ದಾರೆ ಪವಿತ್ರ ಸಂದೇಶ ಸತ್ಯ ಪ್ರವಾಚಕರೇ ಹಾಶಿಂ ವಂಶ ಕುಡಿಯಾದೂತ ಭೂಮಿ ಆಕಾಶಕ್ಕೆ ನಾಯಕರೇ ನಾನವರ ಅನುಯಾಯಿ ಪ್ರೇಮಿ ಆದೂತನ ಅಭಿಮಾನಿ ನಾನವರ ಪ್ರೇಮಿ ಆದೂತನ ಅಭಿಮಾನಿ ರವಿಯಾಗಿ ಪ್ರಭೆಯಾದ ಪ್ರಭುವೇ ಪೈಗಂಬರಾತ್ವಾಹ ನಬಿಯೇ ಪರಿಪೂರ್ಣರೆ ಪ್ರಿಯ ನಿಧಿಯೇ ಪೈಗಂಬರಾತ್ವಾಹ ನಬಿಯೇ ಜಗಜೀವ ಉಸಿರಿಂದ ಮೇಲೆ ನನಗೆಂದು ಪ್ರಿಯರಾದ ನಬಿಯೇ ರವಿಯಾಗಿ ಪ್ರಭೆಯಾದ ಪ್ರಭುವೇ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಂ ಕುಲ್ ಇನ್ನಲ್ ಮೌತಲ್ಲದೀ ತಫಿರೂನ ಮಿನ್ಹು ಫಇನ್ನಹು ಮುಲಾಕೀಕುಂ ಸುಮ್ಮ ತುರದ್ದೂನ ಇಲಾ ಆಲಿಮಿಲ್ ಗೈಬ್ ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لم انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى العالم الغيب والشهادة فينبئكم بما كنتم تعملون يا أيها الذين آمنوا إذا نودي للصلاة من اليوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند
വറഹ്മത്തുള്ളാഹി. കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും, കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും. കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും, കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും. ആ സ്നേഹത്താലടുക്കാം ഞാൻ, മോഹത്താൽ പാടാം ഞാൻ. ആ സ്നേഹത്താലടുക്കാം ഞാൻ, മോഹത്താൽ പാടാം ഞാൻ. കനവിൽ ഒന്ന് വന്ന് പുണരൂ, കാത്തിരിക്കാം ഞാനും ഹബീബി, കാത്തിരിക്കാം എന്റെ ഹബീബി, കാത്തിരിക്കാം എന്റെ ഹബീബി. കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും, കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും. കരയിലും മഹബ്, കടലിലും മഹബ്, പ്രാണനും മഹബ്, പറവകൾക്ക് മഹബ്, പാലിനും മഹബ്, മഴയിലും മഹബ്, മണ്ണിനും മഹബ്. ഈ ഹുബുകൾക്കെല്ലാം ഒരു കൊട്ടാരമുണ്ട്, അത് മദീന മുനവ്വറയാണ്. അവിടെ ഒരു രാജകുമാരനുണ്ട്, അത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പൊന്നാര ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഗാനവുമായി ടെസ്റ്റ് നമ്പർ 901 കരസ്ഥമാക്കിയപ്പോൾ ടെസ്റ്റ് നമ്പർ 707 റാഫി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ. മദീന 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 ഹറാ गुंबद जो देखोगे ज़माना भूल जाओगे अगर तैबा को जाओगे तो आना भूल जाओगे ना इतना ज़्यादा चांद तारो अपने रंगत पर ना इतना वो ज़्यादा चांद तारो अपने रंगत पर मेरे आका को देखोगे चमकना भूल जाओगे हरा गुंबद जो देखोगे ज़माना भूल जाओगे अगर तैबा को जाओगे तो आना भूल जाओगे आदि से सब पर तुम तो जा जो अमल पेरा आदि से मुस्तफा पर तुम तो जा जो अमल पेरा कसम रब की कभी माँ को सताना भूल जाओगे हरा गुंबद जो देखोगे ज़माना भूल जाओगे अगर तैबा को जाओगे तो आना भूल जाओगे अस्सलाम वालेकुम മണ്ണിൽ ഏട്ടം കണമുള്ള കരുങ്ങൾ തിരുനെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈമാന് വീണ്ടും ഓർമ്മിച്ച് കഴിഞ്ഞല്ല അതെന്ന് പാടുബിലാൽ എന്ന പൂങ്കൊയിലെ അന്ന് താവന ജീനിൻ തീനിശലെ പാടിടുകും കൊഫർ കോട്ടത്തില് ഇന്ന് കലിമ തെറിപ്പിച്ച പൂങ്കരലെ പാടുബിലാൽ എന്ന പൂങ്കയിലെ അന്ന് പാവന ദീനിൻ തേനിശലെ പാടിടുകും കൊഫർ
ഏറ്റം കലിമ തെറിപ്പിച്ച കൂങ്കരലെ അബൂബക്കർ സിദ്ദീഖ് അവ ചൊല്ലുന്നു ഉടനടിമത്തിൽ മോചിപ്പിച്ചിട്ടെടുക്കുന്നു തേടിടുകും കുഫർ കൂട്ടത്തിൽ ഏറ്റം തെളിമ തെറിപ്പിച്ച പൂങ്കരലെ പാടി ബിലാൽ എന്ന പൂങ്കൊയിലെ അന്ന് താവണദീനിൻ തേനിശലെ പാടിടുകും കുഫർ കൂട്ടത്തിലെ ഏറ്റം തെളിമ തെറിപ്പിച്ച പൂങ്കരലെ മധുവാണ് മദീന, മദതാണ് മദീന, മനമാണ് മദീന, മധുരമാണ് മദീന, മന്ത്രമാണ് മദീന, മാരുതനാണ് മദീന, മലർവാടിയാണ് മദീന, മസ്കാണ് മദീന. മനിതർ മയങ്ങാൻ കൊതിക്കുന്ന മണ്ണ് അത് മദീനയല്ലാതെ മറ്റേത്. സൈൻ ഓഫ് മദീന, ഷൈൻ ഓഫ് മദീന, ബ്രീസ് ഓഫ് മദീന, ഗ്ലോബ് ഓഫ് മദീന, പ്രൈം ഓഫ് മദീന, ചോയ്സ് ഓഫ് മദീന, ലൈറ്റ് ഓഫ് മദീന, സ്വീറ്റ് ഓഫ് മദീന, ബ്രൈറ്റ് ഓഫ് മദീന. മദീന ഈസ് ദ പാലസ് ഓഫ് ലവ്. മദീനയുടെ രാജകുമാർ അങ്ങേക്ക് സലാം, ഒരായിരം സലാം. ആ പൊന്നാര ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹര മധുഗാനവുമായി ടെസ്റ്റ് നമ്പർ 901902903906. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേരെ മൗലാ മേരെ മൗലാ മേരെ മൗലാ मेरे मौला 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 मेरे मौला तेरी रहमत से
ಬದುಕನ್ನು ಬದಲಿಸುವ ಸೊಗಸಾದ ಗಾನ ಬಲು ದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ ಎದೆಯೋರ ಸುಲ್ತಾನ ಕನಸಲ್ಲಿ ಬಂದಾಗ ಅದ ನೋಡಿ ಬೆರಗಿಂದ ನಾಡಲ್ಲಿ ನಿಂತಾಗ ಎದೆಯೋರ ಸುಲ್ತಾನ ಕನಸಲ್ಲಿ ಬಂದಾಗ ಅದ ನೋಡಿ ಬೆರಗಿಂದ ನಾಡಲ್ಲಿ ನಿಂತಾಗ ಎದೆ ಬಡಿತ ಅಲ್ಲಿ ನನಗೆ ಜೋರಾಗಿ ಕೇಳಿದೆ ಅದು ನಿಲ್ಲುವ ಮೊನ್ನೆ ಒಮ್ಮೆ ಅಲ್ಲಿ ಹೋಗಬೇಕಿದೆ ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ ಕಣ್ಮನವ ಸೆಳೆಯುವ ಇಂಪಾದ ಗಾನ ಬದುಕನ್ನೇ ಬದಲಿಸುವ ಸೊಗಸಾದ ಗಾನ ಬಲು ದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ. അസ്സലാമു അലൈക്കും. ബദറിങ്കലത്തിൽ നബി തമ്പിറകിൽ അണിചേർന്നവരാൻ ബദരീങ്ങൾ കരുതായി മാവിന്റെ തിലകം വീരം കൊണ്ട് കവചം കനിഞ്ഞൊരു ശുഹദാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ ആശ്രയം അഹദോന കോടിന തിരുമൂര ഊർജലം ബഹജോന അക്കുംബാതിൽ മുഖമുഖമായി ബദറിൻ രണകലം മുറിയുന്നേ നബിയും സഹബത്തും മറയുന്നേ മുന്നോട്ടി 13 തിമക്കുന്നേ ഉദം തടങ്ങി പൊളിപ്പാരി നീളം ചേരി ബദരീങ്ങൾ മുന്നേറി. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരികളെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വളരെ ഗംഭീരമായി കൊണ്ടാടുന്ന ഈ വേദിയിൽ ഞങ്ങൾ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോവുകയാണ്. നാഥൻ തുണക്കട്ടെ. അതിനാൽ ഞങ്ങൾ നിങ്ങളുടെ കർണപുടങ്ങളെ ക്ഷണിക്കുന്നു യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്വലിതമായ ജീവിത ചരിത്രത്തിലേക്ക്. നമ്മുടെ കഥ മത്സ്യവയറ്റിലെ പ്രവാദി. അതേ, മത്സ്യവയറ്റിലെ പ്രവാദി. മാന്യരെ ഞങ്ങൾ തുടങ്ങിയിടുന്നു, മാനമ്പ നബിയോരെ കഥ പറയുന്നു. മാനവരാശിയെ മാന്യരാക്കാൻ മാലികുൽ മുൽക്കിനെ ഓർത്തിടുവാൻ. ബനു ഇസ്രായേൽ കുടുംബത്തിൽ 70 വയസ്സുള്ള ഒരു വൃദ്ധയും 80 വയസ്സുള്ള ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവിൽ എന്നും തേടുമായിരുന്നു, ഞങ്ങൾക്കൊരു സന്താനത്തെ തരണമേ. അവരുടെ പ്രാർത്ഥന ഫലമായി ആ 70 വയസ്സുള്ള ഉമ്മയാകാൻ പോവുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ അവർ കെട്ടിപ്പിടിച്ചു, പൊട്ടിച്ചിരിച്ചു. അല്ലാഹു തന്ന് പോയേ, കൊട്ടേ കെട്ടേ പോയേ, 2-3 മാസം കൂടി കഴിഞ്ഞു പോയല്ല. അല്ലാ നീ തന്നെ സുബ്ഹാനല്ലാഹ്. അഹദവൻ തന്നതാണ്, പോമോൻ യൂനുസാണ്. ആ മോൻ പിറക്കുന്ന തന്നെ മോൻ പിതാവ് പോയല്ലോ, മൺമറഞ്ഞു പോയല്ലോ. എന്നാൽ കുട്ടി ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിതാവിന്റെ മരണം ആ പെൺമനസ്സിനെ വല്ലാതെ തകർത്തി. കുട്ടിയുടെ ജനനത്തിന് ശേഷം അവർ ഇതെല്ലാം മറന്നു. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യൂനുസ് യുവാവായി കല്യാണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് താൻ നീനാവ് എന്ന നാട്ടിലേക്ക് പ്രവാചകനെ നിയോഗിച്ച വിവരം അറിയുന്നത്. പ്രവാചകനായത് സന്തോഷമാണെങ്കിലും നീനാവ് നാട്ടിലെ ജനങ്ങളും അവിടുത്തെ രാജാവും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ധിക്കാരികളും അല്പമനസ്വത്വം പോലും ഇല്ലാത്ത നാണം കെട്ടവർ അറിഞ്ഞപ്പോൾ അല്പമൊന്ന് ഞെട്ടിപ്പോയി. എന്നാൽ പതുക്കെ കുടുംബസമേതം നീനാവിലേക്ക് നീങ്ങുകയായിരുന്നു. നാട്ടുകാരെ, നിനവ നാട്ടുകാരെ, നദാനായുള്ള റബ്ബവൻ ഏകാനാണ്. ചേലുള്ള വാളുള്ള വിഗ്രഹങ്ങൾ അത് നമ്മുടെ കയ്യിലെ നിർമ്മാണമായി. ഒരു ചുക്കും ചെയ്യാൻ കഴിയ
സുരക്ഷിതമാക്കി അവർ യൂനുസ് നബി ആക്രമിച്ചു. മർദ്ദനങ്ങളുടെയും യാതനകളുടെയും കൂരമ്പുകൾ അയച്ചു വിടുകയും യൂനുസ് നബിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജയിൽ മോചിതന് ശേഷം യൂനുസ് നബി പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനെന്ന് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിൽ പിടികൂടാൻ സാധ്യത ഉണ്ട്. അവർ യൂനുസ് നബിയെ പരിഹാസപ്പെടുത്തുക എന്നോളം പൊട്ടിച്ചിരിച്ചു, കെട്ടിപ്പിടിച്ചു. എന്ത് ജനങ്ങളെ കള്ളച്ചിരി, എന്തിന് വേണം പൊട്ടിച്ചിരി, ഏകയിലായി മറന്നോ ചിരി, നശ്വരമാണ് പൈസച്ചിരി, നശ്വരമാണ് പൈസച്ചിരി, കല്ലിന് കരുതി മുള്ളിനെ വീങ്ങി ആദ്യം നാമം പൂത്താട്, കൽബിനകത്തി മാനിന്റെ മുതരൽ വിതറാൻ മടികൂടി മടികൂടി. യൂനുസേ, നീ പറയുന്നത് അപ്പടിപ്രകാരം വിശ്വസിക്കാൻ അത്രമാത്രം വലിയ വിഡ്ഢികളൊന്നുമല്ല ഈ നീനാവ് നാട്ടിലെ ജനങ്ങൾ. നിന്റെ റബ്ബിന്റെ ശിക്ഷ അതൊന്നും നമുക്ക് കാണണം. ശിക്ഷ പോലും ശിക്ഷ അവർ ആക്രോശിച്ചു. എന്നാൽ യൂനുസ് നബി അതെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നീനാവ് നാട്ടിന്റെ പുറത്തേക്ക് മെല്ലെ മെല്ലെ നടക്കുകയെ അങ്ങകലെ കാണുന്ന കടലിനെ ലക്ഷ്യം വെച്ചു. കടലിന്റെ തിരമാലയുടെ ശബ്ദവും അതിന്റെ ഭംഗിയും കണ്ടപ്പോൾ അല്പം ഒന്ന് ആശ്വാസം തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലിൽ കയറുകയും യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇറങ്ങേണം യൂനുസേ നീ കപ്പലിൽ നിന്ന്, കപ്പൽ ചേലിക്കുന്നില്ല, അല്ലാഹ് കപ്പൽ ചേലിക്കുന്നില്ല, ആരാണ് സംഭവങ്ങൾ ചെയ്തതറിയില്ല, പിഴവൊന്നും പറ്റിയിട്ടില്ല, അല്ലാഹ് പിഴവൊന്നും പറ്റിയിട്ടില്ല, തെറ്റുകൾ ചെയ്തവരാരോ അവർ കപ്പലിൽ നിന്ന് ഖുറൂജ, കെട്ടുകാരാരെന്ന് കപ്പിത്താനോതുന്നു. അത് യൂനുസ് യൂനുസ് നബിയുല്ലാഹ്. പെട്ടെന്ന് കപ്പൽ നിശ്ചലമായപ്പോൾ അധികൃതർ എത്ര ശ്രമിച്ചിട്ടും കപ്പൽ നീങ്ങാതായപ്പോൾ അത് കപ്പലിലെ കുറ്റവാളിയെ കാരണത്താൽ മനസ്സിലാക്കുകയും അത് യൂനുസ് ആണെന്ന് തീർമാനിക്കുകയും യൂനുസിനെ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. നാദാ ഞാനിന്നിപ്പോൾ കടലിലായി, നാളുകളേറെയും കഴിഞ്ഞു പോയി, മത്സ്യവൈദ്യൻ നബി അസ്കറുമായി മന്നനേകിയ മഹാപരീക്ഷയുമായി. എന്നാൽ അള്ളാഹു നബിയെ ഒരു മത്സ്യത്തിൽ സുരക്ഷിതമാക്കി. നാളുകൾ പലതും കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പുറം ലോകത്തേക്ക് വന്നു. യൂനുസ് നബി നീനാവ് നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. അള്ളാഹുവിന്റെ ഭയങ്കരമായ ശിക്ഷ നീനാവിലേക്ക് പിടികൂടുകയും അതിൽ സത്യമതം രാജവടക്കം സത്യമതം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് യൂനുസ് അലൈഹിസ്സലാം നീനാവിലേക്ക് പോകാൻ അതിയായി ആഗ്രഹിക്കുന്നത്. നീനുവ നാട്ടാറൊന്നിച്ചോ, യൂനുസ് നബിയെ പ്രതീക്ഷിച്ചോ, നീനുവ നാട്ടാറൊന്നിച്ചോ, യൂനുസ് നബിയെ പ്രതീക്ഷിച്ചോ, ശിക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ശിക്ഷ നബിയെ ഓർക്കുമ്പോൾ ഉകമൽ ജനങ്ങൾ ഏകയിലായി മനസ്സിന് വെല്ലാടായിടുമോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് യാ റസൂലല്ലാഹ്. നബി നീനാവിലേക്ക് എത്തിയപ്പോൾ സത്യമതം സ്വീകരിക്കാൻ കാരണക്കാരനായ സത്യപ്രവാചകന്റെ കാൽ കീഴിൽ മഫ് അപേക്ഷിച്ചു. എന്നാൽ യൂനുസ് നബി പറഞ്ഞു, യൂനുസ് നബി അള്ളാഹുവിന്റെ സ്തുതി വാണോളം ഉയർത്തി. सारे जहान से अच्छा यानी हमारा हमारा यूनुस नबी वन्नो, ജനങ്ങൾ സുറൂറിൽ കുളിർന്നു, ഖൗഫെല്ലാം ഇല്ലാതായോ, യൂനുസ് ഹമാരാ ഹമാരാ സാരേ ജഹാൻ സെ അച്ഛാ, യാനി ഹമാരാ ഹമാരാ യൂനുസ് നബി വന്നു, ജനങ്ങൾ സുറൂറിൽ കുളിർന്നു, ഖൗഫെല്ലാം ഇല്ലാതായോ, യൂനുസ് ഹമാരാ ഹമാരാ സാരേ ജഹാൻ സെ അച്ഛാ. വന്യരായ സദസ്സരെ, നമ്മുടെ കഥാപുരുഷൻ യൂനുസ് അലൈഹിസ്സലാമിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കൊച്ചു കുട്ടികൾ ഒരു കൊച്ചു കഥാപ്രസംഗത്തിൽ
ശേഷവകത തിരുദൂതരെ വേണം 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 കൂട്ടരെ ചൊല്ലിടും ശേഷവകത തിരുദൂതരെ മല കൊടുത്തത് ആരടാ മൂന്ന് ഉമ്മമാരടാ മുഹബദാല ചെയ്തതാ മുത്തുനമി വളർന്നതാ ചലോ 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 സോദരാ ഇഷ്ക് പോത്ത ജീവിത പരമ്പര ചലോ 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 സോദരാ ഇഷ്ക് പോത്ത ജീവിത പരമ്പര പ്രവാചകർ തിരുമേനിക്ക് ആമിന ബീവി സ്വൈബത്തുൽ അസ്ലമിയ മനുസാദ് ഗോത്രകാരിയായ അലിമ ബീവി റളിയല്ലാഹു അൻഹു എന്ന മൂന്ന് ഉമ്മമാരെ മുല കൊടുത്തിരുന്നു. പ്രസവിച്ച ഉടനെ 7 ദിവസം മാതാവ്, പിന്നെ ഏതാനും ദിവസം സ്വൈബത്തുൽ അസ്ലമിയ മനുസാദ് ഗോത്രകാരിയായ അലിമ ബീവി റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളെ പോലെ വാത്സല്യത്തോടെ തിരുമേനിയെ വളർത്തി. മാന്യരെ, നബി തങ്ങൾക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അതെ, അത് ആരാണടാ? അവർ ആരാണടാ? ആരംഭദൂതരുടെ കൂട്ടിനാണടാ. ബനു സഅദ് ഗോത്രകാരി അലീമ സുതൻ ലംറദ് എന്ന നാമമുള്ള കൊച്ചു പയ്യൻ. ആരാണടാ? അവർ ആരാണടാ? ആരംഭദൂതരുടെ കൂട്ടിനാണടാ. ബനു സഅദ് ഗോത്രകാരി അലീമ സുതൻ ലംറദ് എന്ന നാമമുള്ള കൊച്ചു പയ്യൻ. അത് ഹലീമ ബിയുടെ പ്രിയപ്പെട്ട മകൻ ലംറത്തായിരുന്നു. നബി തങ്ങൾക്ക് മുല കൊടുക്കുന്ന സമയം കുട്ടി ലംറത്തും മുല കൊടുക്കുന്ന കാലമായിരുന്നു. അതിനാൽ വലതുമല മാത്രമേ നബി തങ്ങൾ കുടിച്ചിട്ടുള്ളത്. കുട്ടിയായിരുന്നപ്പോൾ അവിടെ നിന്ന് നീതി പാലിച്ചിരുന്നു. മാന്യരെ, നബി തങ്ങൾക്കൊരു നെട്ടിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതെ, അത് എന്താണ്? കളിക്കാനും ചേരി കാണും ആട് മേച്ച് നടക്കാനും ലംറത്തോടൊപ്പം പോയ നേരം കാട്ടിൽ മണ്ണാന്റെ വീതിയാലെ മനുഷ്യന്റെ രൂപത്തിലായി മാലാഖമാരായി മൂന്നാൾ വന്നവർ റസൂലിന്റെ കയ്യിലൊന്നു എടുത്ത് ധരിച്ചുള്ള കുപ്പായത്തിൽ കെട്ടുകളും അയച്ച് നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് രക്തപിണ്ഡം എടുത്ത് കഴുകുകയാണ് സുജലത്താല്. ഉടൻ തന്നെ ചെറുകുയാനെ അതിവിലെത്താല്. സുബ്ഹാനല്ലാഹ്, കൂട്ടുകാരും ഞെട്ടിപ്പോയി. കാര്യം കണ്ട് കരഞ്ഞുപോയി. കളിക്കാനും ചിരിക്കാനും ആട് മേച്ച് നടക്കാനും ലംറത്തോടൊപ്പം പോയ നേരം കാട്ടിൽ മണ്ണാനെ വീതിയാലെ മനുഷ്യന്റെ രൂപത്തിലായി മാലാഖമാരായി മൂന്നാൾ വന്നേ. നബി തങ്ങളും ലംറത്തും ആടും വെച്ചിരിക്കുമ്പോൾ മനുഷ്യന്റെ രൂപത്തിൽ 3 മലക്കുകൾ വന്നു. നബി തങ്ങൾ എടുത്ത് നെഞ്ഞി കീറി ഹൃദയം പുറത്തെടുത്തു. അതിൽ നിന്നൊരു രക്തകിണ്ണം എടുത്ത് കഴുകി ശുദ്ധിയാക്കി മുൻസ്ഥലത്തൊന്ന് വെച്ച് ഉരിവ് കൂട്ടി അവർ മടങ്ങിപ്പോയി. മാന്യരെ, ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ്
വെച്ച് കവാലിയും അതുപോലെ തന്നെ അഷ്റഖ ബൈത്തും അതുപോലെ തന്നെ ബുർദ മജ്ലിസും ഇതൊക്കെ ഈ വേദിയിൽ നടക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അസർ നിസ്കാരത്തിന്റെ ശേഷമാണ്. മാത്രമല്ല മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ട മുദർരിബ് സിറാജ് ഹുദവി ഉസ്താദ് അവരുടെ വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണവും അതുപോലെ തന്നെ തബറുക്ക് വിതരണവും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കുള്ള ബഹുമാന വിതരണമൊക്കെ ഈ വേദിയിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് അസർ നിസ്കാരത്തിന് വേണ്ടി പോകണമെന്ന് അറിയിക്കുന്നു. മത്സരത്തിൽ ചെസ് നമ്പർ 804, 805, 806 നവാഫ് ഷയാൻ സവാദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ് നമ്പർ 801, 807 നിഷാദ് അനാസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ കിറാത്ത് ഫസ്റ്റ് ചെസ് നമ്പർ 917 സിനാൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ് നമ്പർ 921 അഫാഫ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സ്പീച്ചിൽ അൻസിൽ ചെസ് നമ്പർ 920 അൻസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സിംഗിൾ സോങ് ചെസ് നമ്പർ 917 സിനാൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ് നമ്പർ 901 ഫാരിഷ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഗ്രൂപ്പ് സോങ്ങിൽ 917 918 സിനാൻ മുനീബ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ് നമ്പർ 920 922 923 അൻസിൽ സംറാസ് ഫാസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ജനറൽ വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ചെസ് നമ്പർ 802 803 മുഈസ് റാഫി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ചെസ് നമ്പർ 602 606 ഫറാസ് ഷഅൽ രണ്ടാം. तेरे दरबार में आते न बिछड़े दर से तेरे न जाए सवाली बरजोली मेरी या मोहम्मद करने न जाऊंगा खाली बरजोली मेरी ताजदारे मदीना लौट कर मैं न जाऊंगा खाली बरजोली बरदजोली आकाश बरदजोली हम सब की बरदजोली नबी जी बरदजोली मेरी सरकार मदीना लौट कर मैं न जाऊंगा खाली बरदजोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली जिंदगी एक किराए का घर है जिंदगी एक किराए का घर है ना एक दिन बदलना पड़ेगा जिंदगी एक किराए का घर है एक ना एक दिन बदलना पड़ेगा जिंदगी एक किराए का घर है एक ना एक दिन बदलना पड़ेगा मौत जब तुझको आवाज देगी मौत जब तुझको आवाज देगी घर से बाहर निकलना पड़ेगा जिंदगी एक किराए का घर है एक ना एक दिन बदलना पड़ेगा रूठ जाएंगे जब तुझसे खुशियाँ गम के ढांचे में डलना पड़ेगा वक्त ऐसा भी आएगा नादा वक्त ऐसा भी आएगा नादा तुझको कांटों पे चलना पड़ेगा जिंदगी एक किराए का घर है एक ना एक दिन बदलना पड़ेगा इतना माजूर हो जाएगा तू इतना मजबूर हो जाएगा तू ये जो मखमल का झोला है तेरा ये जो मखमल का झोला है तेरा ये कफन में बदलना पड़ेगा जिंदगी एक किराए का घर है एक दिन बदल
सफाई, छोड़ दे तू बुराई, वक्त बाकी है आप ही संभल जा, वक्त बाकी है आप ही संभल जा, वरना दोज़ख में जलना पड़ेगा। जिंदगी के आएगा बदलना पड़ेगा। ऐसी हो जाएगी तेरी हालत, काम आएगी दौलत न ताकत, छोड़ कर अपनी ऊंची हवेली, छोड़ कर अपनी ऊंची हवेली, तुझको बाहर निकलना पड़ेगा। जिंदगी तेरी राह का घर है, एक न एक दिन बदलना पड़ेगा। प्यार से सबको अपना बना ले, जिस कदर हो सके तू दुआ ले, मत लगा आग नफरत की नादान, मत लगा आग नफरत की नादान, वरना तुझको भी जलना पड़ेगा। जिंदगी के किराए का घर है, एक ना एक दिन बदलना पड़ेगा। जिंदगी किराए का घर है, एक ना एक दिन बदलना पड़ेगा। वो मेरा नबी मेरा नबी मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है, हाँ मेरा नबी है, वो मेरा नबी है, वो जिसके लिए महफिलों को नैन सजी है, फिर दोस्त बरी जिसके वसीले से बनी है, वो जिसके लिए महफिलों को नैन सजी है, फिर दोस्त बरी जिसके वसीले से बनी है, वो हाशमी मक्की मदनी उल अरबी है, वो मेरा नबी मेरा नबी मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है, हाँ मेरा नबी है, वो मेरा नबी है। अल्लाह का फरमान नशरलक सदरक, मासूम है जिससे वरफानलक ज़िक्रक, अल्लाह का फरमान नशरलक सदरक, मासूम है जिससे वरफानलक ज़िक्रक, जिस ज़ात का कुरान में भी ज़िक्र चली है, वो मेरा नबी मेरा नबी मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है, हाँ मेरा नबी है, वो मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है। उसके करम के सब है भिखारी, उसके करम के सब है भिखारी, क्या राजा महाराजा है, क्या राजा महाराजा है, उसके करम के सब भिखारी, क्या राजा महाराजा है, कुर्सी पर भला कोई भी बैठे, राजा तो मेरा ख्वाजा है, कुर्सी पर
बेशक मेरा मोइन मोहम्मद की आल है, बेशक मेरा मोइन मोहम्मद की आल है। दीवानों को किस बात का आखिर मलाल है, दीवानों को किस बात का आखिर मलाल है। राजा को अपनी बरज का बुरा ख्याल है। मोइनुद्दीन कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। हर आंख चाहता है ज़ियारत मोइन की, हर दिल में बस गई है मोहब्बत मोइन की, हर दिल में बस गई है मोहब्बत मोइन की। इस सरज़मीन हिंद के शाहों ने कह दिया, इस सरज़मीन हिंद के शाहों ने कह दिया, बेशक तलक रहे हुकूमत मोइन की। मोइनुद्दीन कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। सारे हिंद का है राजा मेरा ख्वाजा महाराज, सारे हिंद का है राजा मेरा ख्वाजा महाराज। कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है। അനുരാഗിയുടെ പറുദീസയാണ്, മധു തേടുന്ന ശലഭങ്ങളെ പോലെ ആശിക്യങ്ങൾ വന്നനയുന്ന പ്രണയനഗരി. ഇമാം ഷറഫുദ്ദീൻ ബൂസൂരി ബുർദയുടെ വരികൾ ചേർത്ത് വെച്ച, അബൂബക്കറിൽ ബഗ്ദാദി വിത്രയിൽ ഒളിപ്പിച്ച, ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫിൽ രചിച്ച, സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കാവ്യ കവനം തീർത്ത ഇഷ്ക് പൂത്ത നഗരമേ മദീന. കേരമരങ്ങൾ കഥ പറയുന്ന നാട്ടിൽ നിന്ന് ഈ ദമ്പനയോലകൾ തണൽ വിരിക്കുന്ന ആ മരുഭൂമിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഹുബിന്റെ ചിറകി വീശി ഒരു സംഗീത യാത്ര. ആശിക്യങ്ങളെ, ഇതാ നിങ്ങളുടെ മുമ്പിൽ മനോഹരമായ അശ്റഖ ബൈത്തുമായി ഇതാ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കും മദീനയുടെ മണ്ണിൽ ഒന്ന് അലിഞ്ഞു ചേരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا
سلام عليكم صلوات الله عليكم محمد أشرق البدر علينا وجبت منه البدور الله الله مثله حسنك ما رأينا قط يا وجه السرور محمد أنت شمس أنت بدر أنت نور فوق نور الله الله أنت تسكين وحنين أنت مصباح الصدور محمد يا نبي سلام عليكم يا رسول سلام عليكم الله الله يا حبيب سلام عليكم صلوات الله عليكم محمد يا حبيبي يا محمد يا عروس الغافقين يا مؤيد يا ممجد يا إمام القبلتين من رأى وجهك يسعد يا كريم الوالدين حوضك الصافي المبرد وردنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى عنك في السراء إلا إليك والأمام قد أضلت والملك صلوا عليك وأتاك العود يبكي وتذلل بين يديك واستدارت يا حبيبي عندك الغوي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم إنما شد المعامل وقتنا ضم الرحيل جئتكم ودم وسائل يا رسول الله الله قلت كفلي يا دليل يا حبيب الله وتحمل لي رسائل أيها شوقا جديد وتحمل لي رسائل أيها شوقا جزيل نحو هاتيك المنازل يا رسول الله في العشايا والبكور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله كل من في كونها فيك يا باقي الجبين ولهم فيك غرام يا رسول الله واشتياق وانين يا حبيب الله في مهانيك الأنام قد بدت
عبدك المسكين يرجو فضلك الغفير فيك قد أحسنت ظني يا رسول الله يا بشير يا نذير فأعيذني وأجرني يا مجير من السعير يا إياسي يا ملاذي يا رسول الله في مهمة الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم أزابك أملا وانجلى عنه الهموم فيك يا بدر تجلى يا رسول الله فلك الوجه الحسين ليس أزكى منك سلام قد يا جد الحسين فعليك الله صلى رسول الله دائما كل الدهور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفر عني ذنوبي واغفر عني سيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيم الحسرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع
تسليما. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. يا إمام الرسل يا سندي الله الله أنت باب الله تمدي فبدنيا آخرتي يا رسول الله سمدي فبدنيا يا سيدي يا رسول الله يا سيدي يا حبيب الله. إن المحسنين إن قد جاءوا لذنبي أنا سأغفرون الله يا سيدي يا رسول الله يا سيدي يا حبيب الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما حبيبك خير الخلق كلهم. من تذكر ذكران بذي السلام ما زجت دم أنجرا من مقلد النظام أم هبت الريح بالقاع كلماتي وألمع البرق في والماء النظام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فما لعينيك إن قلت تكفو فخامتا وما لقلبك إن قلت استغفر يا ريمي. أيحسب الصبوء الحب منكتم ما بين إنسان من هو ملتزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لولا الهوى لم ترك أم أن على ضلالي
علي عليها سري بمستتري عن الأشاق ولا داري بمنحسمي أخبرت المصلحة لست أسمعه إن المحب عليه يزال في سممي إني طعمت نسي الشيب في عدلي الشيب أبعد في نسل عن التهم مولاي صل وسلم دائما أبدا على حبيبك محمد الخلق كلهم يا أكرم الخلق ما لي أن ألوذ به سواك عند قلوب الحديث الأميم
المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم والحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه أدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة نبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنهم
عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين بسم الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ باسم الواحد حمدا له للعابد صلى على محمد والآل والسلام الله أدعوك يا مولاي لنا بأهل بدر بدرنا محمد نبينا صل عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نصر لعوف عامر وطلحة بن عبيد الله ألفا زبيرا يضيع سعد سعيد هادئ أسعد عمران وأبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أوس أبو المخشي ونيس نياس يسمع أوس أبو شيخ ومسيد وسعد عبد الله بشر خبيب صاحب عمرو وعيد عاقب مجير ورد صائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله باراء خباب أبو حبا وسعد مصعب بحث وعبد أبو لبابة عبد الله تميم ومراد أبو قتادة عتبة تميمنا وعماد وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميم وعبادة ومعتب وكاشد تاج قتادة عقبة أبو يرمة عبد الله ثعلبة والحارث وثابت سقف عمير حارث أبو لهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
صلى وسلم ربنا على رسول نبينا محمد حبيبنا فقل لنا يا ربنا ثعلبة والحارث حارثة والحارث ثابتهم والحارث أبو المرثد عبد الله جبر ومدلاج وجبير أمير يفرج جبارهم أمر نجو سعد ربنا على رسولنا محمد جابرهم سعد رجع أرجعنا ترتج جودا فرج شريعة ابن عبد الله حمزة حارث وهو باب حبيب مصطع حطيبنا ثابته حسين سهيل عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا همزة حارث وحريث وحارث سندح حارثهم عمرو عن كلهم رضوان الله خلاد خالد وخريب صبيحهم أخو خلادنا عمرو وخريم سليمان عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خوات خارجة وخو ليد خليفة سخو خباب خارجة رخو عن كلهم رضوان الله دري عبيد معبد زيد مرثد وغير سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا داء العصاة محمد سعد يزيد المعبد دري خنيس راشد عن كلهم رضوان الله ركواننا ومعوذنا ومجذر ومعوذ ذهبي معاذ عائذ أبو خليفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكره قولوا يا يهودنا نخري ومسعود وروح يزيد اللائل ذنبا عبيد ينقذ عن كلهم رضوان الله ربيعنا والعامر عامر خير معمر رفيعهم والمنذر أبو المنذر عبد الله
هودا زياد يبرز زيد يزيد المحرز عن كلهم رضوان الله سهل بشير ثم سبيع سليم آنس سعد أبو اليسر وسهيل سليم عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم لنا يا هودنا سعد إياس أخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله شريكنا الخراش وذو الشمالين الخشا شماس خراش يشا خشاع عبد الله عنكم يا أهل بدر منكم نرجو نجاة نكرم لنا يا هودنا شمسي أبوك بشافشا يزيد خلاد النشا شاهي أبو صبر مشا عن كلهم رضوان الله صفوان عباد وصهيب أبو حسن خصوصا صائب يزيد صبيح سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلا آفة غير المصيبة بدري عليك يومك كرم يا ربنا عاف أبو الأوارس يودا عدي يخلص صيفيهم المخلص عن كلهم رضوان الله ضحكهم عمرو رضا نظر عياض عارضا ضحك عامر رضا وجابر بن عبد الله بلال آفة يدكيرك المصيبة بدري بركتنا الحكاكنم يا ربنا ضمرة ربعي وابن قضى ضربا أبو حنام الله كلهم رضوان الله طفيل رافع وطفيل لنا وسويبط طليبهم سهل وطفيل سليط عبد الله إلا بلاء آفة يدعير المصيبة بدري بركتنا المكاكرم يا ربنا طرا وحارفة بطهور عطيات خطو طعنا عمير يسخس عن كلهم رضوان الله لهير حارثة تظاهر عامر منذر لظى ظهرا معاذ حافظا أبو سليط عبد الله إلا بلال آفة يدميرك المصيبة بدرين لبركتنا الميكاكنم يا ربنا للي أبو أيوب ظهر عامر عاصم لظى وأن عمير واعظا هم كلهم رضوان الله
عقبات عمرو رافع عبدات سعد مهجع عبادة ورافع أبو لمسعود عبد الله إلا بلال آفة ഇടങ്ങേറുകൾ മുസീബത്തും ബദരികളെ ബറകാത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന ഉഖബാതു അബ്ബാദു വഉസൈമതു അമ്മാറു ഉത്ബാതു ആമിറു അംലിഹിം റിളവാനുല്ലാഹ് غنى مخلد نعمان سعد مصبغا أضوا مغيثا سابغا أبو لسلمة عبد الله إلا بلال آفة ഇടങ്ങേറുകൾ മുസീബത്തും ബദരികളെ ബറകാത്തിനാൽ കാരണം യാ റബ്ബന ഇലാഹി അൻത മഖ്സൂദി ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദണ്ണം വബാവസൂരിയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകാത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഗസൻ വസബ്റാത്തും വഗലീന വവദകാതു ബതഗ ഗൈളൻ വസാബിതു വഗഅൻ കുല്ലിഹിം رضوان الله فروات رافع رفعتنا أبو سنان فاكهنا عوف صفا سعد وهارث عبد الله دنا وبابا സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകാത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫയസീദു അനസ തുഹ്രിഫ അത്ഹം ഉബാദത്തു വഫ വൽഹാരിസത്തുൽ മുസ്തഫ അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ഖുത്ബാതു മിഖ്ദാദു وقدامات خوليون قيس ومسعود رق قيس سراقة عبد الله دنا സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ശിഫയാക്കണം യാ റബ്ബന قيس سراقة سق عقبات عصمة بق قيس معتب عن كلهم رضوان الله قاب سماك مالك مسعود أمر مالك كعب معاذ مالك هاب لخالد عبد الله دنا وباوى സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബുന റിഫഅത്തു മാലികുൻ അംറു വസലമത്തു മാലികുൻ കാദാ ഉമറത്തു മാലികുൻ അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ലിബ്ദാതു സലും മഖലുൻ സഹലുൻ ബിലാലുൻ ആഖിലുൻ ലീനൻ ഉവൈമുൻ നൗഫലുൻ ഹാദാ നസീലു അബ്ദില്ലാദന്നു വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകാത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന لمعا ومالك أبو عقيل يعمل ليلا
ليلا يعدل عن كلهم رضوان الله معنا سليمان سالم عمر عمير أرقم مبشر والعاصم أبو مليل عبد الله دنا وباوى സൂര്യം മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകാത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി مقصودي ورضاك مطلوبي ദാഹം നോക്കാതെ കൂടിടും ഇബ്ലീസ് കൂടിന കാടിടും നേരം ലൈനവനാട്ടുവാൻ مسعودهم والعاصم أبو لحمزة سالم مالكنا والعاصم عن كلهم رضوان الله نعمان سفيان لنا نعمان وجلان سنا نعيمان سنا نعمان معنا عبد الله കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും അവൻ ആട്ടുവാൻ ബദരീകള തുടറബ്ബന نعمان ثعلبة سنان الحمر آثرة لنا نعمان عتبان لنا عن كلهم رضوان الله وهب وعباد سوى ذو عبد الرحمن دوا والعاصم العامر وقدنا وزيد عبد الله دام കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന وأبو الخارجة سواد ثابت النعمان ووديعة المسعود وعن كلهم رضوان الله قبيل عثمان وهلال وعبد ربه هودا عبيد ثم هلال معاذ عبد الله കൂട്ടിടും ഇബ്ലീസ് കൂടിന കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന هادٍ أبو طلحة حبة وثابت به هذا تمام منتهي عن كلهم رضوان الله لا رب سواك على من كل آفات بلا لكن مصيبات غلا أن تحمينا يا الله ദാഹം കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന يسر سكرات تومت دين المنجية يا من بقي الهاوية قينا دواما يا الله يسر سكرات تومت دين المنجية يا من بقي الهاوية قينا دواما يا الله يسر سكرات تومت دين المنجية يا من بقي عن هاوية قينا دواما يا الله يا ما دعي لي ظهمية 60 تمت سلية
يوما تجلي المنجية آمين سلم يا الله داهم موتدكم إبليس كوزل كاتلهم നേരം ലൈലവനാട്ടുവാൻ ബദരീങ്ങളാലുണറബന ഇലാഹി അൻത مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين آيات المستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في عناقهم ضلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم ما أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع ذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آية يرسل الرحمن بالضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم واسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون ألم يراكم ما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كلا لما جميع الذين محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعنب وفجرنا فيها من العيون ليأكلوا من ثمر وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد قدره القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاع إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون
وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أن نطعم من لم يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وزوج في ظلال الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشرع ما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا نعاما فهم لا مالكون وذللناها لهم فمنها ركوبهم منها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقفون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد ولم يكن له كفوا أحد بسم الله الرحمن الرحيم أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم إنا الناس من شر ما خلق ومن شر غاسق إذا ومن شر النفاثات ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എല്ലാവരും നമസ്കാരമായി ആമീൻ പറയുക ദ്വാരക്കുകയാണ്
المقصود يا الله حمدا طيبا مباركا فيه على كل حال ونعوذ بالله من حال أهل النار. اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية محمودة طيبة منا إلى حضرة روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم وإلى حضرة بلي بن ملكان أبي العباس الخضر عليه السلام وإلى حضرة نبي الله إلياس عليه السلام وإلى حضرات سائر الأنبياء والمرسلين وإلى حضرات أصحاب البدريين والهديين والهدينين والخندقين والتبوكين والهديبين وسائر الصحابة والقرابة كلهم أجمعين. اللهم إنا نسألك من الخير كله آجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله آجله وآجله ما علمنا منه وما لم نعلم. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. اللهم حبب بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن. اللهم لنا في
അർഹമുർറാഹിമീനായ റബ്ബേ, ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ അല്ലാഹുവേ എല്ലാവരും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസിന് ഒരുപാട് ആൾക്കാർ ഒരുപാട് നിലക്ക് സഹകരിച്ചവരുണ്ട്. അല്ലാഹുവേ നീ മനസ്സന്തരാളങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ವೇದಿಕೆಯಲ್ಲಿ ಕುಳಿತ ನನ್ನ ಹಿರಿಯರೇ ಹಾಗೂ ಗಣ್ಯರೇ, ಎದುರು ಭಾಗದಲ್ಲಿ ಕುಳಿತಿಲ್ಲ ನನ್ನ ಸಹೋದರ ಸಹೋದರಿಯರೇ, ನಿಮಗೆಲ್ಲರಿಗೂ ಅಲ್ಲಾಹ್ವಿನ ಅನುಗ್ರಹವು ಇರಲಿ ಎಂದು ದುವಾ ಮಾಡುತ್ತಾ, ಅಲ್ಲಾಹ್ವಿನ ಅನುಗ್ರಹದಿಂದ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಚಂದವಾಗಿ ಪೂರ್ಣಗೊಳಿಸಲು ಅನುಗ್ರಹಿಸಿದ ಅಲ್ಲಾಹ್ವಿನಿಗೆ ಸರ್ವಸ್ತುತಿ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿಶಾಲ ಹೃದಯದಿಂದ ಸಹಕರಿಸಿದ ಕಿಯಾನ್ದ ಆಡಳಿತ ಮಂಡಳಿ, ಉಚ್ಚಿಲ ಫಂಡ್ಸ್ ಗುಡ್ ಡೇ, ಮುಬಾರಕ್ ವೆಲ್ಫೇರ್ ಅಸೋಸಿಯೇಷನ್, ಅಫೀಫಾ ಫ್ರೆಂಡ್ಸ್ ಕ್ಲಬ್, ಮರ್ಕಜ್ ಅಲ್ ಮದೀನಾ, GI ಸೆಲೆಬ್ರೇಷನ್, AS ಎಲೆಕ್ಟ್ರಿಕಲ್ ಆ್ಯಂಡ್ ಪಂಪ್, ರಹಮಾನಿಯಾ PTA ಮೀಟಿಂಗ್, SK SSF, SSF ಆ್ಯಂಡ್ SOES, ಹಳೆ ವಿದ್ಯಾರ್ಥಿ ರಹಮಾನಿಯಾ ಶಾಲೆ, ರಹಮಾನಿಯಾ ಎಲ್ಲ ಕಮಿಟಿ ಸದಸ್ಯರಿಗೂ, ಸದರ್ ಮುಅಲ್ಲಿಮ್ ಮತ್ತು ಮುಅಲ್ಲಿಮ್ಗಳಿಗೂ, ಟೀಚರ್ ಮತ್ತು ನಾನ್ ಟೀಚಿಂಗ್ ಸ್ಟಾಫ್, ಸಭೆಯನ್ನು ಚಂದ ಕಾಣಿಸಿಕೊಟ್ಟ ಮುದರಿಸ್ರವರಿಗೂ, ಈ ದಿನದ ಪ್ರಮುಖ ಭಾಷಣಕಾರರಾದ ಸಿರಾಜುದ್ದೀನ್ ಹವಾಯಿ ಮುದರಿಸ್, ಈ ಸಂಸ್ಥೆಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿಯೂ ಪರೋಕ್ಷವಾಗಿಯೂ ಸಹಕರಿಸಿದ ಸರ್ವರಿಗೂ ಅಲ್ಲಾಹ್ವಿನ ಅನುಗ್ರಹ ಇರಲಿ ಎಂದು ದುವಾ ಮಾಡುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ ಬಯಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർറാഹിമീനായ സമദായ തമ്പുരാനെ, ഇതുവരെ നമ്മുടെ നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇതുവരെ ഇവിടെ ഇരുന്ന എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നടത്തിയ എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ.
അർഹമർറാഹിമിനായ സമദായ തമ്പുരാൻ ഈ പരിപാടിയോട് സഹകരിച്ച, സാമ്പത്തികമായി സഹകരിച്ച, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ദുആ കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. അർഹമർറാഹിമീനായ സമുദായ തമ്പുരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അർഹമർറാഹിമീനായ സമുദായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹസ്ലാക്കി തരണം റഹ്മാനെ. അർഹമർറാഹിമീനായ സമുദായ തമ്പുരാൻ ഞങ്ങൾ ഓരോരുത്തരിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കുടുംബാദികളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹു ഈ മജ്ലിസിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, ഭാര്യ, സന്തതികൾ, ഞങ്ങളെ സഹോദരി സഹോദരന്മാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ ബന്ധുമിത്രാദികൾ, അള്ളാഹു എല്ലാവരിലും ബറക്കത്തും ഖൈറും നിഅമത്തും സലാമത്തും സന്തോഷവും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാദികളുടെ ഖബറിടങ്ങളിൽ നീ സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമർറാഹിമീനായ സമുദായ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಹೊಸ ರಹಮಾನಿಯ ಮಸ್ಜಿದ್, ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಹಾಗೂ ರಹಮಾನಿಯ ಎಜುಕೇಷನ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಇದರ ಪ್ರಯುಕ್ತ ಧಾರ್ಮಿಕ ಕಲಾ ಪ್ರತಿಭೋತ್ಸವ ಮಿಲಾದ್ ಫೀಸ್ಟ್ ಕಾರ್ಯಕ್ರಮದ ಅಂಗವಾಗಿ ಪುಣ್ಯ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜನ್ಮದಿನಾಚರಣೆಯ ಪ್ರಯುಕ್ತ ನಡೆಯುವ ಧಾರ್ಮಿಕ ಕಲಾ ಪ್ರತಿಭೋತ್ಸವ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಪುಣ್ಯ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜನ್ಮದಿನಾಚರಣೆಯ ಪ್ರಯುಕ್ತ ನಡೆಯುವ ಧಾರ್ಮಿಕ ಕಲಾ ಪ್ರತಿಭೋತ್ಸವ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ನಿನ್ನೆ ಮತ್ತು ಇವತ್ತು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮದ ಸಮಾರೋಪ ಸಮಾರಂಭದ ಭಾಗವಾಗಿ ನಮ್ಮ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿಕೊಂಡಂತಹ ಜನಾಬ್ ಅಬ್ದುಲ್ ಸಲಾಂ ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಇದರ ಅಧ್ಯಕ್ಷರು ಮತ್ತು ರಹಮಾನಿಯಾ ಎಜುಕೇಷನ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಅಬ್ದುಲ್ ಸಲಾಂ ಇವರನ್ನು ನಾನಿಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮೆಲ್ಲರ ಬಹುಮಾನ್ಯರಾದ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆಗಾಗಿ ಬಹುಮಾನ್ಯರಾದ ಇಬ್ರಾಹಿಂ ಫೈಜಿ ಮುದ್ದರಿಸ್ರವರ 407 ಜುಮಾ ಮಸೀದಿ ಉಸ್ತಾದ್ರವರನ್ನು ಕೂಡ ನಾನು ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡಂತಹ ಬಹುಮಾನ್ಯರಾದ ಅಬ್ದುಲ್ ರಹಮಾನ್ ಫೈಜಿ ಸದರ್ ಮುವಲ್ಲಿ ಮುಸ್ತಾದ್ರವರು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ರಹಮಾನಿಯಾ ಸ್ಕೂಲ್ ಇದರ ಸದರ್ ಮುವಲ್ಲಿನವರನ್ನು ಕೂಡ ನಾನು ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಬಹುಮಾನ್ಯರಾದ ಅಕ್ಬರ್ ಸಹದಿ ಇಮಾಮರು ಆದಂತಹ ಅಕ್ಬರ್ ಸಹದಿ ಉಸ್ತಾದರವರು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ರಹಮಾನಿಯಾ ಮಸೀದಿ ಇದರ ಇಮಾಮರಾದ ಅಕ್ಬರ್ ಸಹದಿ ಉಸ್ತಾದರನ್ನು ಕೂಡ ನಾನು ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರಾದಂತಹ ಇಸ್ಮಾಯಿಲ್ ಹಾಜಿ ಕೊಪ್ಪಳ ಅವರನ್ನು ಕೂಡ ನಾನು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾದ ಪರವಾಗಿ ನಾನು ಅವರನ್ನು ಕೂಡ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ ಅತಿಥಿಯಾದಂತಹ ಜನಾಬ್ ಯುಟಿ ಖಾದರ್ ಫರೀದ್ ರವರು ಕಾರಣಾಂತರದಿಂದ ವಿದೇಶಕ್ಕೆ ತೆರಳಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ನಾನು ಅವರ ಅನುಪಸ್ಥಿತಿಯಲ್ಲಿ ನಾನು ಅವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಜನಾಬ್ ಸುಲೈಮಾನ್ ಹಾಜಿ ಅವರು ಕೂಡ ಅಧ್ಯಕ್ಷರು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಪಾರ್ಕ್ ವೆಲ್ಫೇರ್ ಜುಮಾ ಮಸ್ಜಿದ್ ಕೆಸಿ ರೋಡ್. ಜನಾಬ್ ಅಬ್ಬಾಸ್ ಕೆಎಂ ಅವರನ್ನು ಕೂಡ ನಾನು ಇಲ್ಲಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ.
ಜನಾಬ್ ಅಬ್ಬಾಸ್ ಹಾಜಿ ಪೆರಿಬೇಲ್ ಅಧ್ಯಕ್ಷರು ಹಯಾತ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಪೆರಿಬೇಲ್ ಅವರನ್ನು ಕೂಡ ನಾನು ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಜನಾಬ್ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಅಧ್ಯಕ್ಷರು ಅಫೀಫಾ ಫ್ರೆಂಡ್ಸ್ ಕ್ಲಬ್ ಅವರನ್ನು ಕೂಡ ನಾನು ಇಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಊರಿನ ನೆಚ್ಚಿನ ಸಂಸ್ಥೆಯಾದ ಮುಬಾರಕ್ ವೆಲ್ಫೇರ್ ಅಸೋಸಿಯೇಷನ್ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಮೊಹಮ್ಮದ್ ಅಲಿ ಉಚ್ಚಿಲ್ ಅವರ ಜಿಯರವರನ್ನು ಕೂಡ ನಾನು ಇಲ್ಲಿ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಜನಾಬ್ ಇಬ್ರಾಹಿಂ ಕೊನಾಜಿ ಅಧ್ಯಕ್ಷರು ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಕಿನ್ಯಾ ರೇಂಜ್ ಇವರನ್ನು ಕೂಡ ನಾನಿಲ್ಲಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಜನಾಬ್ ಇಸ್ವಾಕ್ ಕೊಪ್ಪಳ ಉಪಾಧ್ಯಕ್ಷರು ಕೊಪ್ಪಳ ಜುಮಾ ಮಸೀದಿ. ಜನಾಬ್ ಹಿದಾಯತುಲ್ಲಾ ಅಧ್ಯಕ್ಷರು SKSSF ಉಚ್ಚಿಲ ಜಿನಡ್ಕ ಬ್ರಾಂಚ್. ಬಹುಮಾನ್ಯರಾದ ಇಬ್ರಾಹಿಂ ಹಿಮಮಿ ಸಕಾಫಿ ಅಧ್ಯಕ್ಷರು SSF SOS ಮುಸ್ಲಿಂ ಜಮಾತ್ ಇವರನ್ನು ಕೂಡ ನಾನು ಹಯಾತ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ರಹಮಾನಿ ಎಜುಕೇಷನ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಇದರ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಮತ್ತು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸದ ಎಲ್ಲ ಉಸ್ತಾದ್ ವೃಂದದವರಿಗೂ ಅಧ್ಯಾಪಕ ವೃಂದದವರಿಗೂ ರಹಮಾನಿಯ ಶಾಲೆಯ ಎಲ್ಲ ಸಿಬ್ಬಂದಿ ವರ್ಗದವರಿಗೂ ಕೂಡ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ಈ ರೀತಿ ನಮ್ಮ ಸಹೋದರರಾದ ಉಚ್ಚಿಲ ಫ್ರೆಂಡ್ಸ್ ಇದರ ಸದಸ್ಯರಾದಂಥ ನಾಸಿರ್ ಖಾನ್ ರವರನ್ನು ಕೂಡ ನಾನು ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಾದ ನಮ್ಮ ಹಿರಿಯರು ಆದಂಥ ಪೋಖರ್ ಹಾಜಿ ಅವರನ್ನು ಕೂಡ ನಾನು ಇಲ್ಲಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಮಾಜಿ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಕಾರ್ಯದರ್ಶಿ ಆದಂತಹ SB ಹನೀಫರವರನ್ನು ಕೂಡ ನಾನಿಲ್ಲಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಸಂಸ್ಥೆಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಸಲಾಂ ಉಚ್ಚಿಲ್ರವರನ್ನು ಕೂಡ ನಾನಿಲ್ಲಿ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತಾ ಅವರನ್ನು ಕೂಡ ನಾನಿಲ್ಲಿ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಜಮಾತಿನ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅಂದ ಅಬ್ಬಾಸ್ ಉಚ್ಚಿಲ್ರವರು ಕೂಡ ಬಂದು ವೇದಿಕೆಗೆ ಬಂದು ತಮ್ಮ ಸ್ಥಾನವನ್ನು ಅವರಿಗೂ ಕೂಡ ನಾನು ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಮಕ್ಕಳ ಯಶಸ್ಸಿನ ಸಾಧನೆಗೆ ಶಿಕ್ಷಕರಷ್ಟೇ ಅಲ್ಲದೆ ಪೋಷಕರ ಪಾತ್ರವು ಬಹುಮುಖ್ಯ. ಉತ್ತಮ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ಸದಾ ಬೆಂಬಲವನ್ನು ನೀಡುತ್ತಿರುವ ಎಲ್ಲ ಪೋಷಕರಿಗೂ ನಮ್ಮ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮದ ಕೇಂದ್ರ ಬಿಂದುವಾದ ನಮ್ಮೆಲ್ಲ ಮುದ್ದು ಮಕ್ಕಳಿಗೂ ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಪ್ರೀತಿಯ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿರುವ ನಮ್ಮ ಊರಿನ ಎಲ್ಲ ಸಹೋದರ ಸಹೋದರಿಯರಿಗೂ ಊರಿನ ಎಲ್ಲ ಹಿತೈಷಿಗಳಿಗೂ ಒಂದೇ ವಾಕ್ಯದಲ್ಲಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಈ ಸ್ವಾಗತ ಭಾಷಣಕ್ಕೆ ಅವಕಾಶ ಕೊಟ್ಟಂತಹ ನಮ್ಮ ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳುತ್ತಾ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮಕ್ಕಾಗಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣಕ್ಕಾಗಿ ನಾನು ನಮ್ಮ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾದ ಸಲಾಂ ಉಚ್ಚಿಲ್ರವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಜಜಾಕಲ್ಲಾಹು ಖೈರ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ನಮ್ಮ ಪುಟಾಣಿ ಮಕ್ಕಳು ಅಲ್ಲಿ ವ್ಯಾಲೆಂಟೈನ್ನವರು ಆದಷ್ಟು ಔಜು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹಮಾನಿರ್ ರಹೀಮ್. ಸರ್ವಶಕ್ತನಾದ ಸೃಷ್ಟಿಕರ್ತನ ಹೆಸರಲ್ಲಿ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಈಗಾಗಲೇ ಆರಂಭಿಸಿದ್ದೇವೆ. ನಮಗೆ ಸವಿಸ್ತಾರವಾಗಿ ಎಲ್ಲರನ್ನು ಸ್ವಾಗತಿಸಿದಂತಹ ನಮ್ಮ ಸಂಸ್ಥೆಯ ಉಪಾಧ್ಯಕ್ಷರಂಥ ಮೊಹಸಿನ್ ರಹಮಾನರನ್ನು ನಾನು ಮೊದಲನೇದಾಗಿ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ರಹಮಾನಿಯಾ ಮಸ್ಜಿದ್, ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ರಹಮಾನಿಯಾ ಎಜುಕೇಷನಲ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಪ್ರತಿ ವರ್ಷವೂ ನಾವು ಹಮ್ಮಿಕೊಂಡಿರುವಂತಹ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜನ್ಮ ದಿನಾಚರಣೆಯ ಅಂಗವಾಗಿ ನಡೆಯುವಂಥ ಶಾಲಾ ಮತ್ತು ಮದ್ರಸಾ ಮಕ್ಕಳ ಕಲಾ ಪ್ರತಿಭೋತ್ಸವ ಕಾರ್ಯಕ್ರಮ ನಿನ್ನೆಯಿಂದ ಇವತ್ತು ಮಗ್ರಿಬ್ ನಮಾಜ್ನವರೆಗೆ ನಡೆಯಿತು. ಬಹಳ ಸುಸಜ್ಜಿತವಾಗಿ ನಡೆಯಿತು. ಈ ವೇದಿಕೆಯಲ್ಲಿ ಇರುವಂತಹ ನಮ್ಮ ಸಂಸ್ಥೆಯ ಸದಸ್ಯರು ಹಾಗೂ ನಮ್ಮ ಮಾಜಿ ಅಧ್ಯಕ್ಷರು ಫಲಾ ಸಂಸ್ಥೆಯ ಕೋಶಾಧಿಕಾರಿಯಾದಂಥ ಅಬ್ಬಾಸ್ ಹಾಜಿ ಮಜಲ್ರವರನ್ನ ನಾನು ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತೇನೆ. ಅದೇ ಪ್ರಕಾರ ನಮ್ಮ ಹಿರಿಯರು, ನಮ್ಮ ಸಂಸ್ಥೆಯ
ಸದಸ್ಯರು ಹಾಗೂ ಫಲಾ ವಿದ್ಯಾಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರು, ಉಚಿಲ ಜುಮ್ಮಾ ಮಸೀದಿಯ ಮಾಜಿ ಅಧ್ಯಕ್ಷರು ಆದಂತಹ ಹಿರಿಯರಾದಂತಹ ಜನಾಬ್ UB ಮೊಹಮ್ಮದ್ ಹಾಜಿಯವರನ್ನು ನಾನು ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೊಡ್ತೇನೆ. ಅದೇ ಪ್ರಕಾರ ಯಾರನ್ನೆಲ್ಲ ಸ್ವಾಗತ ಮಾಡಲಿಕ್ಕೆ ಬಿಟ್ಟು ಹೋಗಿದೆ ಎಲ್ಲರನ್ನು ನಾನು ಸ್ವಾಗತ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಬಗ್ಗೆ ನಾನು ಯಾಕೆ ಅರಿತುಕೊಳ್ಳಬೇಕು? ಒಬ್ಬ ಹಿಂದೂ, ಒಬ್ಬ ಕ್ರೈಸ್ತ, ಒಬ್ಬ ಪಾರ್ಸಿ, ಒಬ್ಬ ಲಿಂಗಾಯತ ಅಥವಾ ಬೇರೆ ಯಾವ ಧರ್ಮಕ್ಕೆ ಸೇರಿದವನು ಅಥವಾ ಯಾವುದೇ ಧರ್ಮಕ್ಕೆ ಸೇರಿದ ನಾಸ್ತಿಕನಾಗಲಿ, ವಿಚಾರವಾದಿಯಾಗಲಿ, ಸಮಾಜವಾದಿಯಾಗಲಿ ನಾನೇಕೆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬಗ್ಗೆ ತಿಳಿಯಬೇಕು ಅಂತ ಕೇಳ್ಬೋದು. ಖಂಡಿತವಾಗಿ ಅವರು ಕೇಳಬೇಕು. ಏಕೆಂದರೆ ಅದಕ್ಕೆ ನಾನು ಕೊಡುವ ಉತ್ತರ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಬಗ್ಗೆ ಕುರ್ಆನ್ ಹೇಳ್ತದೆ, ವಮಾ ಅರ್ಸಲ್ನಾಕ ಇಲ್ಲಾ ಕಾಫತಲ್ ಲಿನ್ನಾಸಿ ಬಶೀರಂ ವ ನಜೀರ. ಸೂರ 34 ಆಯತ್ 28ರಲ್ಲಿ ಹೇಳ್ತದೆ, ನಿಮ್ಮನ್ನು ನಾವು ಸಮಸ್ತ ವಿಶ್ವದ ಜನರಿಗೆ ಶುಭವಾರ್ತೆ ನೀಡುವವರಾಗಿಯೂ ಎಚ್ಚರಿಕೆ ನೀಡುವವರಾಗಿಯೂ ನಿಯೋಗಿಸಿದ್ದೇವೆ. ನಮಗೆ ಶುಭವಾರ್ತೆ ನೀಡಲಿಕ್ಕೆ ಬಂದವರು, ನಮಗೆ ಎಚ್ಚರಿಕೆ ನೀಡಲಿಕ್ಕೆ ಬಂದವರ ಬಗ್ಗೆ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಡವೇ? ಇದು ನಾವು ನಮ್ಮ ಪ್ರವಾದಿಯ ಬಗ್ಗೆ ಲೋಕದ ಜನರಿಗೆ ತಿಳಿಸಬೇಕಾಗಿದೆ. ಈ ಲೋಕದ ಸೃಷ್ಟಿಗೆ ಕಾರಣಭೂತರಾದ ನಮ್ಮ ಪ್ರವಾದಿಯವರು ಕೇವಲ ಒಂದು ಸಮುದಾಯಕ್ಕೆ ಮಾತ್ರ ಅವರು ಪ್ರವಾದಿಯಾಗಲಿಲ್ಲ, ಎಲ್ಲ ವರ್ಗದ ಜನರಿಗೆ, ಎಲ್ಲ ಸಮುದಾಯಕ್ಕೆ ಅವರು ಪ್ರವಾದಿಯಾಗಿ ನಿಯುಕ್ತಿ ಹೊಂದಿದವರಾಗಿದ್ದಾರೆ. ನನ್ನ ವಿಷಯ ಏನೆಂದರೆ, ಧಾರ್ಮಿಕವಾಗಿ ನಾವು ಬೆಳೆಯಬೇಕಾದರೆ ನಮಗೆ ಮದ್ರಸಾ ಬೇಕು, ನಮಗೆ ಮಸೀದಿ ಬೇಕು. ನಮ್ಮ ಮಸೀದಿ, ನಮ್ಮ ಮದ್ರಸಾ ನಡೆದು ಬಂದಂತಹ ದಾರಿಯ ಬಗ್ಗೆ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಲು ನನಗೆ ಇಲ್ಲಿ ಅವಕಾಶವನ್ನು ನೀಡಿದ್ದಾರೆ. ಅದನ್ನು ಮಾತ್ರ ನಾನು ಇಲ್ಲಿ ನಿರ್ಗಮಿಸಲು ಪ್ರಯತ್ನ ಪಡ್ತಾ ಇದ್ದೇನೆ ಇನ್ಶಾ ಅಲ್ಲಾ. ನಾವು 1935ರಲ್ಲಿ ನಮ್ಮ ಮಸೀದಿಯ ಪ್ರಾರಂಭವಾಯಿತು. ಕುಂಬಳೆ ಮೊಯ್ದೀನ್ ಕುಟ್ಟಿ ಹಾಜಿಯವರ ನೆರವಿನಿಂದ ಮಸೀದಿಯನ್ನು ವಕ್ಫನ್ನಾಗಿ ಮಾಡಿ ಇಲ್ಲಿ ಉಚ್ಚಿಲದಲ್ಲಿ ಒಂದು ಮಸೀದಿಯನ್ನು ನಿರ್ಮಾಣವಾಯಿತು. ಆಗಿನ ಕಾಲದಲ್ಲಿ ಮದ್ರಸಾ ವಿದ್ಯಾಭ್ಯಾಸ ಬಹಳ ಕಡಿಮೆಯಾಗಿತ್ತು. ಕೇವಲ ಮನೆಗಳಲ್ಲಿ ಮಾತ್ರ ಮದ್ರಸೆಗಳು, ದೀನಿ ಕಲಿಕೆಗಳು ನಡೆಯುತ್ತಾ ಇದ್ದವು. ಆ ಸಂದರ್ಭದಲ್ಲಿ 1949ರಲ್ಲಿ ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಉದಯವಾಯಿತು. ಇಸ್ಮಾಯಿಲ್ ಹಾಜಿಯವರ ಆ 5 ಸೆನ್ಸ್ ಜಾಗದಲ್ಲಿ ಆ ಮದ್ರಸವನ್ನು ಸ್ಥಾಪಿಸಿ, ತದನಂತರ ಬೇಕಾದಂಥ ನಮ್ಮ ಮೊಯ್ದೀನ್ ಕುಟ್ಟಿ ಹಾಜಿಯವರು ಕೊಟ್ಟಂತಹ ಜಮೀನಿಗೆ ವಕ್ಫನ್ನಾಗಿ ನಿರ್ವಹಿಸಿ 1951ರಲ್ಲಿ ಆ ಮದ್ರಸಾ ಮತ್ತು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ಮಸೀದಿಯನ್ನು ವಿಲೀನಗೊಳಿಸಲಾಯಿತು. ಸ್ಥಾಪಕ ಅಧ್ಯಕ್ಷರಾಗಿ ನಮ್ಮ ಮರ್ಹೂಮ್ ಇಸ್ಮಾಯಿಲ್ ಹಾಜಿಯವರು 1951ರಿಂದ 1987ರವರೆಗೆ ಸತತ 36 ವರ್ಷ ನಮ್ಮ ಸಂಸ್ಥೆಗೆ ನೇತೃತ್ವವನ್ನು ನೀಡಿ, ದೀನಿ ಕಾರ್ಯದಲ್ಲಿ ನೇತೃತ್ವವನ್ನು ನೀಡಿ ನಮಗೆಲ್ಲರಿಗೂ ಮಾದರಿಯಾದಂಥ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ನಾವು ಇಲ್ಲಿ ಪರಿಚಯಿಸ್ತಾ ಇದ್ದೇವೆ. ಅವರ ಮಗ್ಫಿರತಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಅದೇ ಪ್ರಕಾರ ಮದ್ರಸವು, ಮಸೀದಿಯು ನಡೆಯುತ್ತಾ ಬಂತು. ಹಲವಾರು ಹಿರಿಯ ವ್ಯಕ್ತಿಗಳಿಂದ, ದಾನಿಗಳಿಂದ ಈ ಮದ್ರಸಾ ಮಸೀದಿಯು ನಡೆಯಿತು. ಇಸ್ಮಾಯಿಲ್ ಹಾಜಿಯವರ ನಂತರ ಬಾಬಾ ಯಾನೆ ಶೇಖಬ್ಬರ್ ಅವರು, ಮರ್ಹೂಮ್ ಶೇಖಬ್ಬರ್ ಅವರು, ಮರ್ಹೂಮ್ ಮೊಯ್ದೀನ್ ಕುಟ್ಟಿ ಹಾಜಿಯವರು, ಅದೇ ಪ್ರಕಾರ ಮರ್ಹೂಮ್ MK ಮಹಮೂದ್ ಹಾಜಿಯವರು, ಅದೇ ಪ್ರಕಾರ ಮರ್ಹೂಮ್ UN ಮೊಯ್ದೀನ್ ಕುಂಜಿಯವರು, ಅದೇ ಪ್ರಕಾರ ಮರ್ಹೂಮ್ ಶೇಖಬ್ಬಾ ಚಕ್ವಿತ್ರರವರು, ಅದೇ ಪ್ರಕಾರ ಮಜೀದ್ ಹಾಜಿಯವರು, ಅಬ್ಬಾಸ್ ಹಾಜಿ ಪೆರಿಬೆಲ್ರವರು, ಅದೇ ಪ್ರಕಾರ ಅಬ್ಬಾಸ್ ಹಾಜಿ ಮಜಲ್ರವರು, ಮರ್ಹೂಮ್ ಹಮೀದ್ ಹಾಜಿಯವರು, SB ಹನೀಫ್ರವರು, ಅದೇ ಪ್ರಕಾರ ಈಗ ನಮ್ಮ ಜನಾಬ್ U ಅಬ್ದುಲ್ ಸಲಾಂ ರವರು ಪ್ರಸಕ್ತ ವರ್ಷದಲ್ಲಿ ಅಧ್ಯಕ್ಷರಾಗಿ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಬಹಳ ವರ್ಷದಿಂದ ನಾವು ನಮ್ಮ
ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಇದನ್ನು ನೆನಪಿಸಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಅವರನ್ನು ಸ್ಮರಿಸಬೇಕಾಗಿದೆ. ನಮ್ಮ ಮದ್ರಸಾ ಮಸೀದಿ ಆರಂಭವಾಗಿ ಬರುವ ವರ್ಷಕ್ಕೆ 75 ವರ್ಷ ಪೂರ್ಣವಾಗಲಿದೆ. ನನ್ನ ಈ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣದಲ್ಲಿ ಒಂದು ವಿಶೇಷ ಮನವಿ ಏನೆಂದರೆ, ಮುಂದಿನ ವರ್ಷ ನಾವು ಇಲ್ಲಿ ಆಡಳಿತ ನಡೆಸಿದಂತಹ ಈ ನಮ್ಮ ಮಸೀದಿ ಮದ್ರಸಾ ನಡೆದು ಬಂದಂತಹ ದಾರಿಯನ್ನು ಒಂದು ಸ್ಮರಣಿಕ ರೂಪವಾಗಿ ಇಲ್ಲಿ ಬರುವ ಮಿಲಾದ್ ನಬಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವಿಸ್ತರಿಸಿ ನಮ್ಮ ಮುಂದಿನ ಪೀಳಿಗೆಗೆ ನಮ್ಮ ಹಿರಿಯರ ಪರಿಚಯವನ್ನು ನಾವು ಮಾಡಬೇಕಾಗಿದೆ. ಇದು ನಮ್ಮಿಂದ ಆಗಬೇಕಾದಂಥ ಒಂದು ಕೆಲಸ. ನನ್ನ ಈ ವೇದಿಕೆಯ ಮುಖಾಂತರ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಈ ಮದ್ರಸದಲ್ಲಿ ಹಲವಾರು ಮಂದಿ ಹಿರಿಯರು ಈಗ ಮರಣವನ್ನು ಹೊಂದಿದ್ದಾರೆ. ಅವರನ್ನು ನಾವು ನೆನಪಿಸಬೇಕಾದ ಕರ್ತವ್ಯ ನಮಗಿದೆ. ನಮ್ಮ ಈ ಮದ್ರಸಕ್ಕಾಗಿ KP ಇಸ್ಮಾಯಿಲ್ ನಾಗತೋಟ ಹಾಗೂ ಅಬ್ಬಾಸ್ ಪೋಕರ್ ಹಾಜಿ ಹಾಗೂ ಹಲವಾರು ಊರಿನ ಮಾಲಿನ್ಯರು ಈ ಮದ್ರಸಕ್ಕೆ ಬೇಕಾಗಿ ಇಲ್ಲಿ ದುಡಿದಿದ್ದಾರೆ. ಅದೇ ಪ್ರಕಾರ ನಮ್ಮ ಪ್ರಮುಖರಾದಂಥ ಕುಂಜಿ ಅಹಮದ್ ಹಾಜಿ, ಮರ್ಕಜುಲ್ ಮದೀನಾ ಸಂಸ್ಥೆಯ ಎಲ್ಲ ಸದಸ್ಯರು ಹಾಗೂ ಮೊಹಮ್ಮದ್ ಅಲಿ GMH ರವರು ಮದ್ರಸಾ, ಅದೇ ಪ್ರಕಾರ ಇಲ್ಲಿ ಹಲವಾರು ಸಂಘ ಸಂಸ್ಥೆಗಳ ನೆರವಿನಿಂದ ಈ ಮದ್ರಸಾ ಶಾಲೆ ಇಲ್ಲಿ ನೆಲೆಗೊಂಡಿದೆ. ಇದನ್ನು ನಾವು ಇಲ್ಲಿ ನೆನಪಿಸಬೇಕಾಗಿದೆ. ಹಲವಾರು ವ್ಯಕ್ತಿಗಳು ನಮ್ಮಿಂದ ಅಗಲಿದ್ದಾರೆ. ನಮ್ಮೊಳಗೆ ಈಗ ಹಲವಾರು ವ್ಯಕ್ತಿಗಳು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ನಾವು ಹಲವಾರು ವರ್ಷ 1964ರಲ್ಲಿ ನಮಗೆ ಭೌತಿಕ ವಿದ್ಯಾಭ್ಯಾಸ ಬೇಕು ಎಂಬ ನೆನದಲ್ಲಿ 1964ರಲ್ಲಿ ನಾನು ದಕ್ಷಿಣ ಕನ್ನಡ ಹಿರಿಯ ಪ್ರಾಥಮಿಕ ಶಾಲೆಯನ್ನು ಆರಂಭಿಸಿದೆವು. ಸರಿಸುಮಾರು 60 ವರ್ಷ ಬಾಡಿಗೆ ರಹಿತವಾಗಿ ನಾವು ಶಾಲೆಯನ್ನು ನಿರ್ಮಿಸಿ ನಮ್ಮ ಊರಿನ ಜನರಿಗೆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೀಡಿ ನಮ್ಮ ಜನರನ್ನು ವಿದ್ಯಾಭ್ಯಾಸವನ್ನಾಗಿ ವಿದ್ಯೆಯನ್ನು ನೀಡಿಕೊಂಡು ಅವರಿಗೆ ಒಂದು ಸಮಾಜದಲ್ಲಿ ಉತ್ತಮ ವ್ಯಕ್ತಿಯನ್ನಾಗಿ ಮಾಡಲು ನಾವು ಶ್ರಮಿಸಿದೆವು. ಇವತ್ತು ಹಲವಾರು ವ್ಯಕ್ತಿಗಳು ನಮ್ಮ ಶಾಲೆಯಲ್ಲಿ ನಮ್ಮ ಮದ್ರಸೆಯಲ್ಲಿ ಕಲಿತಂಥ ವ್ಯಕ್ತಿಗಳು ಇವತ್ತು ಬಹುದೊಡ್ಡ ವ್ಯಕ್ತಿಗಳಾಗಿ ಸಮಾಜದಲ್ಲಿ ಈಗ ನಮ್ಮನ್ನು ಸೇವೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಅದೇ ಪ್ರಕಾರ ನಾವು ನಮ್ಮ ಪರಿಸರದಲ್ಲಿ ಆಂಗ್ಲ ಮಾಧ್ಯಮ ಶಾಲೆಗಳು ಬೇಕು ಎಂಬ ವಿಷಯ ಪ್ರಸ್ತಾಪ ಬಂದಾಗ 2007ರಲ್ಲಿ ಆಗಿನ ಅಧ್ಯಕ್ಷರಾದಂತಹ ಮರ್ಹೂಮ್ ಹಮೀದ್ ಹಾಜಿಯವರ ನೇತೃತ್ವದಲ್ಲಿ 2007ರಲ್ಲಿ 17 ವಿದ್ಯಾರ್ಥಿಗಳೊಂದಿಗೆ ನಾವು ಶಾಲೆಯನ್ನು ಆರಂಭಿಸಿದೆವು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಈಗ 2007ರಿಂದ 2024ರವರೆಗೆ ಸರಿಸುಮಾರು 390 ವಿದ್ಯಾರ್ಥಿನಿಗಳನ್ನು ಹೊಂದಿರತಕ್ಕಂಥ ಒಂದು ಸಂಸ್ಥೆ, ಒಂದು ವಿಶಾಲವಾದ ಒಂದು ವಿದ್ಯಾ ಸಂಸ್ಥೆ ನಮ್ಮ ನಡುವೆ ಇದೆ ಎಂದು ಹೇಳೋದಕ್ಕೆ ನನಗೆ ಹೆಮ್ಮೆ ಆಗ್ತಾ ಇದೆ. ನಮ್ಮ ಮಕ್ಕಳು ಇಲ್ಲಿ ಆಂಗ್ಲ ಮಾಧ್ಯಮ ಶಾಲೆಯಲ್ಲಿ ಬೆಳೆತು ಸಮಾಜದಲ್ಲಿ SLCಯಲ್ಲಿ ಉತ್ತಮ ರ್ಯಾಂಕನ್ನು ಪಡೆದು ಮುಂದಿನ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೆ ಆಗಿ ತೆರಳಿ ಒಂದು ಸಮಾಜದಲ್ಲಿ ಉತ್ತಮ ವ್ಯಕ್ತಿಗಳನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಥೆ ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿಕೊಂಡಿದೆ. ನಾನು ಈಗ ಹೆಚ್ಚಾಗಿ ಮಾತನಾಡಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ನಮ್ಮ ಬ್ರಾಂಚಿನ ಪೆರಿಬೇಲ್ ಬ್ರಾಂಚ್ ಆಗಿರಲಿ, ನಮ್ಮ ಕೊಪ್ಪಳ ಬ್ರಾಂಚ್ ಆಗಿರಲಿ, ಅಜ್ಜಿನಡ್ಕ ಬ್ರಾಂಚ್ ಆಗಿರಲಿ, ಹಲವಾರು ಬ್ರಾಂಚ್ಗಳನ್ನು ನಾವು ಹೊಂದಿದ್ದೇವೆ. ಇಲ್ಲಿ ಮದ್ರಸಾ ಶಿಕ್ಷಣವನ್ನು ಸುಸೂತ್ರವಾಗಿ ಶಾಲೆಯನ್ನು ಕನ್ನಡ ಮಾಧ್ಯಮವನ್ನು, ಅದೇ ಪ್ರಕಾರ ಇಂಗ್ಲೀಷ್ ಮಾಧ್ಯಮವನ್ನು ನಾವು ಇಲ್ಲಿ ಸುಸೂತ್ರವಾಗಿ ಕಲಿಸ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಶಾಲೆಗೆ ಹಲವಾರು ಸಂಘಟನೆಗಳು ನಮ್ಮೊಂದಿಗೆ ಕೈ ಜೋಡಿಸಿಕೊಂಡಿದೆ. ಮರ್ಕಜುಲ್ ಮದೀನಾ ಗಲ್ಫ್ ಉಚ್ಚಿಲ ಸೋಷಿಯಲ್ ಫಾರಂ ಮಾಮಾ ಎಂಬ ಸಂಘಟನೆಯು ನಮಗೆ ಹಲವಾರು ವರ್ಷಗಳಿಂದ ನಮ್ಮೊಂದಿಗೆ ಕೈ ಜೋಡಣೆ ಮಾಡ್ತಾ ಇದೆ. ಮತ್ತೊಂದು ಈ ಶಾಲೆಯೊಂದಿಗೆ ಹಸ್ತವನ್ನು ನೀಡಿಕೊಂಡು ಮುಂದುವರಿದಂಥ ಮುಬಾರಕ್ ವೆಲ್ಫೇರ್ ಅಸೋಸಿಯೇಷನ್, ನಾವು ಹೆಸರು ಹೇಳಲಿಕ್ಕೆ ಮರೆಯಲಿಕ್ಕಿಲ್ಲ. ಖಂಡಿತವಾಗಿಯೂ ಇವರ ಒಂದು ಸ್ಮರಣೆಯನ್ನು ನಾವು ಇವತ್ತು ಕಂಡುಕೊಂಡಿದ್ದೇವೆ. ಅದೇ ಪ್ರಕಾರ ಅಫೀಫಾ ಫ್ರೆಂಡ್ಸ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಇದರ ಯುವಕರು ಹಲವಾರು ಸಮಾಜ ಸೇವೆಯಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡು ನಮಗೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡುವುದರಲ್ಲಿ ಸಹಾಯವನ್ನು ನೀಡಿದ್ದಾರೆ. ಫ್ರೆಂಡ್ಸ್ ಉಚ್ಚಿಲ ಗುಡ್ಡೆ ಇದರ ನಮ್ಮ ಯುವಕರು ಇವತ್ತು ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಉಚ್ಚಿಲ ಗುಡ್ಡೆ ಅಧ್ಯಕ್ಷರಾದಂಥ ನಾಸೀರ್ ಖಾನ್ರವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ನಾನು ಅವರನ್ನು ಸ್ಮರಿಸ್ತಾ ಇದ್ದೇನೆ.
ಅದೇ ಪ್ರಕಾರ ಎಲ್ಲ ಸಂಘಟನೆಯ ಅಧ್ಯಕ್ಷರುಗಳು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ, ಅವರನ್ನು ನಾನು ಸ್ಮರಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಮುಸ್ಲಿಂ ಉಚ್ಚಿಲ ಜಮಾತಿನ ಯೂನಿಟ್ ಆದಂಥ UAE ಯೂನಿಟಿನ ಅವರನ್ನು, ಅವರ ಪದಾಧಿಕಾರಿಗಳನ್ನು, ಅವರ ಇರುವಿಕೆಯನ್ನು ನಾನು ಗಮನಿಸ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿ ನಮಗೆ ಸೇವೆಗೆ ಇದ್ದಂಥ ಯಾರನ್ನಾದರೂ ನಾನು ಬಿಟ್ಟು ಹೋಗಿದ್ದರೆ ಖಂಡಿತವಾಗಿ ಕ್ಷಮಿಸಬೇಕು. ಎಲ್ಲರೂ ನಮಗೆ ಕಾಯ ವಾಚ ಮನಸ್ಸ ತನು ಮನ ಧನಗಳಿಂದ ನಮಗೆ ಸಹಾಯವನ್ನು ನೀಡಿ ಸಂಸ್ಥೆಯನ್ನು ಬೆಳೆಸುವಲ್ಲಿ ಕಾರಣಕರ್ತರಾದ ಪ್ರತಿಯೊಬ್ಬರನ್ನು ನಾನು ಇವತ್ತು ಸ್ಮರಿಸ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಯಾರನ್ನಾದರೂ ಬಿಟ್ಟು ಹೋಗಿದ್ದಲ್ಲಿ ನನ್ನನ್ನು ಕ್ಷಮಿಸಬೇಕು. ಖಂಡಿತವಾಗಿ ನಮ್ಮ ಸಂಸ್ಥೆಯ ಮುಂದೆ ಬೆಳೆಯಲು ಹಲವಾರು ಪ್ರಯತ್ನಗಳು ನಮ್ಮಿಂದ ನಡೀಬೇಕಾಗಿದೆ. ನಮ್ಮ ಅಧ್ಯಕ್ಷರಂತ ಅಬ್ದುಲ್ ಸಲಾಂ ರವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಎಲ್ಲ ಮುಂದಿನ ಕಾರ್ಯಯೋಜನೆಗಳನ್ನು ನಾವು ಮುಂದಿರಿಸಿಕೊಂಡು ನಾವು ಇಲ್ಲಿ ಕಾರ್ಯಪ್ರವರ್ತನೆಯನ್ನು ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಹಿರಿಯರಾದಂಥ ಸೋಪಿ ಕುಂಜಿ ಹಾಜಿಯವರನ್ನು ನಾನು, ಅದೇ ಪ್ರಕಾರ GM ಹಸೈನಾರ್ ಅಬ್ಬಂಚರವರನ್ನು, ನಮ್ಮ ಮರ್ಹೂಮ್ CH ಇಸ್ಮಾಯಿಲ್ ಸರ್ ಅವರನ್ನು, ಮರ್ಹೂಮ್ ಇದ್ದಿ ಕುಂಜಿಯವರನ್ನು, ಪ್ರಮುಖರಾದಂತಹ ನಮ್ಮ ಮರ್ಹೂಮ್ ಇಬ್ರಾಹಿಂ ಹಾಜಿ GI ಅವರನ್ನು ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನೆನಪಿಸ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ನಿಮಗೆ ನಾನು ನಿವೇದನೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಅಂದರೆ, ನಮ್ಮ ಈ ಸಂಸ್ಥೆಗೆ ನೆರವಾದಂಥ ಎಲ್ಲ ನಮ್ಮ ಕಿರಿಯ ವ್ಯಕ್ತಿಗಳನ್ನು ನಾನು ಇವತ್ತು ಅವರಿಗೆ ಕೃತಜ್ಞತೆಗಳನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಸಲ್ಲಿಸಿಕೊಂಡು, ನಮ್ಮ ಈ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜನ್ಮದಿನವು ಒಂದು ಮಾದರಿಯನ್ನಾಗಿ ನಮ್ಮ ಮಕ್ಕಳನ್ನಾಗಿ ಮಾಡಬೇಕು. ಅವರ ಚರ್ಯೆಯನ್ನು ನಾವು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಸೇರಿಸಿಕೊಂಡು ನಮ್ಮ ಮಕ್ಕಳನ್ನು ಉತ್ತಮ ವ್ಯಕ್ತಿಯನ್ನಾಗಿ ಮಾಡಲು ನಮ್ಮ ಶಿಕ್ಷಕರು, ನಮ್ಮ ರಕ್ಷಕರು ಮಾಡಬೇಕು. ಅದೇ ಪ್ರಕಾರ ನಮಗೆ ನಮ್ಮ ಮದ್ರಸದ ನೇತೃತ್ವ ನಡೆಸುವಂಥ ನಮ್ಮ ಸದರುಸ್ತಾದನವರು, ಅದೇ ಪ್ರಕಾರ ನಮ್ಮ ಇಮಾಮ್ರಾದಂಥ ಅಕ್ಬರ್ ಸಾದಿಯವರು, ನಮ್ಮ ಜಮಾತಿನ ಮುದರಿಸರಂಥ ನಮ್ಮ ಉಸ್ತಾದನವರು, ಪ್ರತಿಯೊಬ್ಬರು ಇದಕ್ಕೆ ನೇತೃತ್ವವನ್ನು ನೋಡಿಕೊಂಡು ನಮ್ಮ ನಾಡಿನ ಮಕ್ಕಳನ್ನು ಉತ್ತಮ ವ್ಯಕ್ತಿಯನ್ನಾಗಿ ಮಾಡಿ ಸಮಾಜದಲ್ಲಿ ಉತ್ತಮ ವ್ಯಕ್ತಿಯನ್ನಾಗಿ ನಿರ್ಮಿಸಿ ಅವರನ್ನು ಮುಂದೆ ಕೊಂಡು ಹೋಗಲು ನಾವೆಲ್ಲ ಶ್ರಮಿಸಬೇಕು ಎಂದು ನಾನು ಹೇಳುತ್ತಾ ನನ್ನ ಈ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣವನ್ನು ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. ವಾಖಿರ್ ದವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಮುಂದೆ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆಗೊಳಿಸಬೇಕಾಗಿ ನಮ್ಮ ಬಹುಮಾನ್ಯ ಇಬ್ರಾಹಿಂ ಫೈಲಿ ಉಸ್ತಾದ್ ಮುದರಿಸ್ ನಾನೂರೇಲ್ ಜುಮಾ ಮಸೀದಿ ಅವರನ್ನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಗೌರವಪೂರ್ವಕವಾಗಿ ನಾನು ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಊಜು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സദർ ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്, ആദരണീയരായ അക്ബർ സാദി ഉസ്താദ്, ഇന്നത്തെ ഇവിടുത്തെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ്, സഭാധ്യക്ഷൻ അബ്ദുസലാം യു, ജമാഅത്ത് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി, അതുപോലെ തന്നെ പെരുവയിൽ അബ്ബാസ് ഹാജി, UBM ഹാജി തുടങ്ങി ഉലമാക്കളും ഉമറാക്കളും അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട അനുഗ്രഹീത മാസമാണ് റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട്
ഇങ്ങനെ വലിയ ഒരു പരിപാടി നമ്മുടെ റഹ്മാനി ഹയാത്തുൽ ഇസ്ലാം മദ്രസയും സ്കൂളും സംഘടിതമായുള്ള അതിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മറ്റുള്ള പരിപാടികളും ഇന്നലെയും ഇന്നുമായൊക്കെ കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എന്നതിനേക്കാൾ ഉപരി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടാണെങ്കിലും നമുക്ക് ധാർമ്മികമായി ഇസ്ലാം എന്താണ് എന്നുള്ള ഒരു ചെറിയ ഒരു പരിചയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെയൊക്കെയും സ്ത്രീകൾക്ക് ഇന്നലെയാണ് എന്നറിഞ്ഞു, പെൺകുട്ടികൾക്ക് ഇന്ന് ആൺകുട്ടികളുടേതാണ്. പക്ഷെ ആ രാവിലെ മുതൽ അവരൊക്കെയും പറഞ്ഞത്, അവരൊക്കെയും പ്രഭാഷണം നടത്തിയത്, അവരൊക്കെയും പാട്ടുപാടിയത്, മറ്റു പരിപാടികൾ അവതരിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളും ഇസ്ലാം ആചരിക്കേണ്ടയും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ധാരാളമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു സൗകര്യം നബിദിന പരിപാടി നടത്തുമ്പോൾ വലിയ അനുഗ്രഹമായി വരുന്നു എന്നുള്ളത് അത് തന്നെ വലിയ പ്രാധാന്യമാണ്. അതോടൊപ്പം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാകുമ്പോൾ അത് ഈമാനിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളത്. അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തില്ലാത്തവനക്ക് ഈമാനില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത്. നമ്മളുടെ ഈമാൻ അത് പരിപൂർണമാവണമെങ്കിൽ, ആ ഈമാൻ ഹൃദയത്തിൽ ഉറക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളലാണ്. നമ്മളത് ചിന്തിച്ചു നോക്കൂ. ആ മഹബ്ബത്ത് വെക്കാതിരിക്കുമ്പോൾ ആ ഹബീബായ റസൂലുള്ളാഹിനെ നിന്ദിക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ചെറുതായി കാണുകയോ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ പ്രത്യാഘാതം അതിഭയങ്കരമാണ് എന്ന് നമ്മൾക്കറിയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഒരാളെ പേരെടുത്തുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ ഖുർആനിലെ ലാസ്റ്റ് ഭാഗത്ത് ഈ സൂറത്ത് നമ്മൾക്ക് കാണാൻ കഴിയും. ഈ സൂറത്ത് മുഴുവനും ഉള്ളത് ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ചെയ്ത കുറ്റമെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരമായി കണ്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ നിന്ദിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വന്നു, നബിയെ തങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധനം ആരംഭിക്കണം എന്നുള്ള ആ കൽപ്പന വന്നപ്പോൾ ബന്ധുമിത്രാദികളെല്ലാം ഒരുമിച്ച് കൂട്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ഈ തൗഹീദിന്റെ ആശയങ്ങൾ ആദ്യമായി ഹബീബായ റസൂലുള്ളാഹി ഈ ബന്ധുക്കളുടെയും മിത്രാദികളുടെയും മുമ്പിൽ അവതരിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളാപ്പയായ
അബൂലഹബ് ചോദിച്ചു, തബ്ബല്ലക യാ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമഅതന, ഓ മുഹമ്മദ് നിനക്ക് നാശമാണ്, ഓ മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മുമ്പുള്ള പ്രഭാഷണത്തിൽ, ആ ദഅവത്തിന്റെ ആ പ്രബോധന പ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കണം. അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സമ്പത്തോ നമ്മളെ മക്കളോ നമ്മളെ മുതലോ ഒന്നും ഉപകാരപ്പെടുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആശയം എന്താണത്? നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുതല് കൊണ്ടോ മക്കളെ കൊണ്ടോ ഉപകാരം ചെയ്യപ്പെടാത്ത ഒരു ദിവസമുണ്ട്. അന്ന് ശുദ്ധമായ കൽബ് ഈമാനികമായ ആവേശത്തോടുകൂടെ വന്നവനിക്കല്ലാതെ രക്ഷയില്ല എന്നുള്ളത്. അപ്പൊ അതുകൂടി പറഞ്ഞപ്പോഴാണ് ഈ അബൂലഹബ് പറഞ്ഞത് തബ്ബല്ലക യാ മുഹമ്മദ് എന്നുള്ളത്. അല്ലാഹു തആല അതിനെ മറുപടിയായിക്കൊണ്ട് ഈ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കി. എന്നിട്ട് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ് നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഈ അബൂലഹബിലേക്ക് അദ്ദേഹത്തിന്റെ മുതലോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടുകയില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്കാണ് ഇനി അബൂലഹബ് കടന്നു പോകുന്നത്. അബൂലഹബ് മാത്രമല്ല, സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ പെണ്ണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യയും നരകത്തിലേക്ക് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് കടന്നു പോകാനുണ്ട്. ഇങ്ങനെ ഒരു ആക്ഷേപം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരമായി കണ്ടതിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരമായി കണ്ടതിന്റെ പേരിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കി ഒരു സൂറത്ത്. ഇത് മുഴുവനും, ഈ ആശയം മുഴുവൻ ഇത് തന്നെയാണ്. അതോടൊപ്പം ഈ അബൂലഹബ് മറ്റൊരു വശവും കൂടി ഇതിന്റെ ഭാഗത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ അബൂലഹബ് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോ ആ തന്റെ അനുജൻ അബ്ദുള്ള എന്നവരുടെ ഭാര്യ ആമിന ബിബി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത അബൂലഹബിന്റെ അടിമ സ്ത്രീ വന്നു പറഞ്ഞപ്പോ, അപ്പോ അവര് അബൂലഹബ് പറഞ്ഞു, സുവൈബ എന്ന അടിമ സ്ത്രീയാണ്, സുവൈബത്തുൽ അസ്ലമിയ, സുവൈബ് മുതൽക്ക് നീ സ്വതന്ത്രയാണ്, നീ സ്വതന്ത്രമായി കൊള്ളുക, നീ ഇന്ന് മുതൽക്ക് ഇന്ന് നീ അടിമയല്ല എന്നുള്ളത്. അപ്പൊ അത് കാരണം അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടു എന്ന രീതിയിൽ ആ സന്തോഷം കേട്ടപ്പോഴാണ് സുവൈബത്തുൽ അസ്ലമയെ മോചിപ്പിച്ചു എന്നതിന്റെ കാരണത്താൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഇത്രയും അധികം കഠിനമായി ആക്ഷേപിക്കപ്പെട്ട അബൂലഹബിന് തിങ്കളാഴ്ച ദിവസം നല്ല ഒരു ശിക്ഷയിൽ ഇളവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ രണ്ടു കാര്യം ഈ ഈ സംഭവത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, സഹോദരന്മാരോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അത് മുഖേന ഇസ്ലാമിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമികമായുള്ള
എല്ലാം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരു പരിശുദ്ധമായ രീതിയിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധ ഇസ്ലാം. എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ ദുനിയാവും ആഖിറവും മോചിപ്പിക്കാനുള്ള, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാമാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്യുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെപ്പോഴും മുൻകൈയെടുക്കണം, അത് ഉത്സാഹിക്കണം, നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് മുഖേന ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തആല നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ವಬರಕಾತು. ಅಂತ ನಮ್ಮವರೇ ಆದ ಉಸ್ತಾದ್ ಇಬ್ರಾಹಿಂ ಫೈಜಿ ಅವರಿಗೆ ಕೃತಜ್ಞತೆಗಳು. ಮುಂದೆ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ನಮ್ಮ ಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರಾದಂಥ ಜನಾಬ್ ಯು ಅಬ್ದುಲ್ ಸಲಾಂ ರವರನ್ನ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಅಲಂಕರಿಸಿಕೊಂಡಂಥ ನಮ್ಮ ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ನ ಅಧ್ಯಕ್ಷರಾದ ಜನಾಬ್ ಇಬ್ರಾಹಿಂ ಕೊನಾಜರವರನ್ನು ನಾನು ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಹಾರ್ದಿಕವಾಗಿ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ತಮಗಿದ ಸ್ವಾಗತ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ರಹಮಾನಿಯಾ ಎಜುಕೇಷನ್ ಟ್ರಸ್ಟ್ ಹಾಗೂ ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸದ ವಾರ್ಷಿಕ ಮತ್ತು ಮಕ್ಕಳ ಪ್ರತಿಭಾ ಕಲಾವನ್ನು ಇವತ್ತು ಪ್ರದರ್ಶಿಸಿ ನಿನ್ನೆ ಮತ್ತು ಇವತ್ತು ಕೊನೆಯ ಹಂತದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಹಲವಾರು ಗಣ್ಯರುಗಳು ಎಲ್ಲ ಆಗಮಿಸಿರುತ್ತಾರೆ. ಈ ಊರಿಗೆ ಇವತ್ತು ಒಂದು ಹಬ್ಬ. ಉಚ್ಚಿಲದಲ್ಲಿ ಪರಿಸರದ ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮತ್ತು ರಹಮಾನಿಯಾ ಸ್ಕೂಲ್ನ ಎಲ್ಲ ಪುಟ್ಟಾಣಿ ಮಕ್ಕಳು ತಮ್ಮ ತಮ್ಮ ಪ್ರತಿಭೆಗಳನ್ನು ಈ ವೇದಿಕೆ ಮೇಲೆ ಪ್ರದರ್ಶಿಸಿ ಈಗ ಒಂದೇ ಇರೋದವರಿಗೆ ಈಗ ನಮಗೆ ಪಾರಿತೋಷಕ ಪ್ರೈಸ್ ಯಾವಾಗ ಸಿಗ್ತದೆ ಅಂತೇಳಿ ಅವರಿಗೆ ಬೇರೆ ಯಾವುದೇ ಇಲ್ಲ, ಯಾರ ಮಾತನ್ನು ಕೇಳುವಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಇರುವುದಿಲ್ಲ ಅಂತ ಕಾಣ್ತದೆ. ಈಗ ಎಜುಕೇಷನ್ ಟ್ರಸ್ಟ್ ಮತ್ತು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಜಂಟಿ ಆಶ್ರಯದಲ್ಲಿ ನಾವು ಮಕ್ಕಳ ಪ್ರತಿಭೋತ್ಸವದ ಎಲ್ಲ ಸಡಗರಗಳನ್ನು ನಾವು ವೀಕ್ಷಿಸಿ ಈಗ ಕೊನೆಯ ಹಂತದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿದ್ದೇವೆ. ಈಗ ತಾನೇ ನಮ್ಮ ಮದರಿಸರು ಮತ್ತು ನಮ್ಮ ಉಪಾಧ್ಯಕ್ಷರು ಸ್ವಾಗತ ಭಾಷಣ ಹಾಗೂ ನಮ್ಮ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯವರು ಚುಟುಕಾಗಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣವನ್ನು ಗೈದಿದ್ದಾರೆ. ನಾವು ನಮ್ಮ ಸಂಸ್ಥೆಯನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿಕೊಟ್ಟಂತಹ ಹಿರಿಯರನ್ನು ಗೌರವಿಸುವುದು ನಮ್ಮ ಕರ್ತವ್ಯ ಆಗಿರುತ್ತದೆ. ಈ ಸಂಸ್ಥೆಗೆ ಸ್ಥಾಪನೆಯಾಗಲು ಒಂದು ದೊಡ್ಡ ಕಾರಣಗಳಿದೆ. 1935ರಲ್ಲಿ ನಮ್ಮ ಊರಿನಲ್ಲಿ ಒಂದು ವಿಭಿನ್ನ ಒಂದು ಸ್ವರೂಪ ಬಂದಾಗ 10-15 ವರ್ಷ ಒಂದು ಇಬ್ಬರು ಆ ಮುಖಗಳನ್ನು ನೋಡದಂಥ ಒಂದು ಪರಿಸ್ಥಿತಿ ಬಂದಾಗ ಈ ಊರಿನ ಅಂದಿನ ಹಿರಿಯರು ಒಟ್ಟು ಸೇರಿ ಮುಬಾರಕ್ ಆಗಿನ ನಾವು ಕೇಶಿ ರೋಡ್ ಮಸೀದಿ ಅಂತ ಹೇಳಿ ಉಚ್ಚಿಲ ಮಸೀದಿಯ 2 ಜಂಟಿ ಆಶ್ರಯದಲ್ಲಿ ಈ ಒಂದು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸೆಯನ್ನು ಸ್ಥಾಪನೆಯಾಗಲು ಕಾರಣವಾಯಿತು. ಅದರ ಇಬ್ಬರು ಕಮಿಟಿಗಳು ಸೇರಿ ಒಂದಾದಾಗ ಜುಮಾವನ್ನು ನಾವು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿ ಅದರ ಕುರುಹಾಗಿ ನಾವು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸವನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿ ಇವತ್ತಿನವರೆಗೂ ನಾವು ಆ ಒಂದು ಬಾಂಧವ್ಯವನ್ನು ಇಟ್ಟುಕೊಂಡು ನಡೆಸ್ತಾ ಬಂದಿದ್ದೇವೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ಇನ್ನು ಮುಂದೆಯೂ ಅದೇ ರೀತಿ ನಮ್ಮನ್ನು ಅನುಗ್ರಹಿಸಲಿ ಅಂತ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಮದ್ರಸಕ್ಕೆ ಒಂದು 4 ಬ್ರ್ಯಾಂಚ್ಗಳಾಗಿ ವಿಂಗಡಿಸಿ 630 ಮಕ್ಕಳು ಕಲಿತಿದ್ದಂತಹ ಒಂದು ಮದ್ರಸದಲ್ಲಿ ಈಗ 4 ಬ್ರ್ಯಾಂಚ್ಗಳಾಗಿ ಅದರ ಆಯಾಯ ಪ್ರದೇಶದಲ್ಲಿ ಅವರವರ ಮಕ್ಕಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಕೊಡುವಂಥ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿದ್ದಾರೆ. ಈಗ ಇನ್ಶಾ ಅಲ್ಲಾ ನಾವು ದೊಡ್ಡ ಒಂದು ಸಂಸ್ಥೆಯನ್ನು ಕಟ್ಟುವಂಥ ಒಂದು ಉದ್ದೇಶದಲ್ಲಿ ಈಗ ಇಂಗ್ಲಿಷ್ ಮಾಧ್ಯಮ ಶಾಲೆಯನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿ ಹೆಚ್ಚು ಕಮ್ಮಿ 396 ಮಕ್ಕಳು ಅದೇ ರೀತಿ ಇಂಗ್ಲಿಷ್ ಮಾಧ್ಯಮದಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ 18 ಟೀಚಿಂಗು
ಕ್ಲರ್ಕುಗಳಾಗಿ ಹಾಗೆ 11 ಉಸ್ತಾದನವರು ಸಹ ನಮಗೆ ವಿದ್ಯಾರ್ಜನೆಯನ್ನು ಗೈತಾ ಇದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಸರ್ವಶಕ್ತ ಅಲ್ಲಾಹನ್ನು ನಾವು ಸ್ತುತಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಈಗ ನಮ್ಮ ಶಾಲೆಗೆ ಒಂದು ವಿಶೇಷ ಒಂದು ಫುಟ್ಬಾಲ್ ಟೀಮ್ ಸಹ ಒಂದು ಒಳ್ಳೆಯ ರೀತಿಯಾಗಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ, ಇಂಟರ್ ಜಿಲ್ಲೆಯಲ್ಲಿ ಈಗ ಸ್ಟೇಟ್ ಲೆವೆಲ್ಗೆ ಸಹ ನಾವು ಸೆಕೆಂಡ್ ಆಗಿ ಉತ್ತೀರ್ಣರಾದ, ಅದು ನಮಗೆ ಒಂದು ದೊಡ್ಡ ಕೊಡುಗೆ ಆಗಿರುತ್ತದೆ. ಅದು ನಮ್ಮ ರಹಮಾನಿಯ ಶಾಲೆಯ ಮಕ್ಕಳು ಎಲ್ಲದರಲ್ಲೂ ಕಲಿಕೆಯಲ್ಲೂ ಆಟ ಮತ್ತು ಓಟದಲ್ಲೂ ಇದ್ದರಲ್ಲೂ ಇದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನನಗೆ ಭಾರಿ ಒಂದು ಆಭಾರಿ ಆಗ್ತದೆ. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕಾಗಿ 23 ಕಮಿಟಿಗಳು, ಊರಿನವರು, ಊರಿನೆಲ್ಲ ಸಂಘ ಸಂಸ್ಥೆಯವರು, ಪರ ಊರಿನವರು ಹಾಗೆ ಹಿತೈಷಿಗಳು ಈ ಸಭೆಯನ್ನು ಒಂದು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಚಂದ ಕಾಣಿಸಿಕೊಡಬೇಕಾಗಿ ಕೊಟ್ಟು ನಮಗೆಲ್ಲರೂ ಸಹಕರಿಸಿದ್ದಾರೆ. ಅದರಲ್ಲಿ ವಿಶೇಷವಾಗಿ ನಮ್ಮ ಕಮಿಟಿಯವರು ಎಲ್ಲರಿಗೂ ನಾನು ಆಭಾರಿಯಾಗಿರುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಸಂಸ್ಥೆ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಲಿಕ್ಕೆ ಒಂದು ಒಳ್ಳೆಯ ಒಂದು ಸುಸಜ್ಜಿತವಾದ ಒಂದು ವೇದಿಕೆ ಮತ್ತು ಈ ಗ್ರೌಂಡನ್ನು ನಮಗೆ ಒದಗಿಸಿಕೊಟ್ಟಂತಹ ಕೆನ್ಸಾ ಅದರ ಮಾಲಕರಿಗೂ ಅದರ ಸಹ ಮಾಲಕರಿಗೂ ನಾನು ಆಭಾರಿಯಾಗಿರ್ತೇನೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ 2 ದಿವಸದ ಪ್ರೋಗ್ರಾಮಿಗೆ ಅವರಿಗೆ ಹೆಚ್ಚು ಕಮ್ಮಿ ಒಂದು 8 ಲಕ್ಷ ರೂಪಾಯಿ ಸಿಗ್ಬೋದು. ನಮಗೆ ಒಂದು ರೂಪಾಯಿಯ ಕೇಳಿಕೆ ಇಲ್ಲದೆ ಅವರು ನಮಗೆ ಫ್ರೀಯಾಗಿ ನಮಗೆ ಈ ನಮ್ಮ ಮಕ್ಕಳ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕೊಟ್ಟಿದ್ದ ಅವರಿಗೆ ನಾನು ಆಭಾರಿಯಾಗಿರುತ್ತೇನೆ. ಅದೇ ರೀತಿ ಇನ್ನು ಮುಂದಕ್ಕೆ ನಮ್ಮ ಸುರಾಜಿದ್ದೀನ್ ಒಳ್ಳೆಯ ವಾಗ್ಮಿಯವರು ನಮಗೆ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಉಪದೇಶಗಳನ್ನು ನೀಡಲಿದ್ದಾರೆ. ಅವರಿಗೆ ಸಹ ನಾನು ಆಭಾರಿಯಾಗಿ ನನ್ನ ಈ ಮಾತಾಡಲು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಂಥ ಎಲ್ಲರಿಗೂ ವಂದಿಸ್ತಾ ನನ್ನ ಮಾತನ್ನು ನಿಲ್ಲಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ സഭാധ്യക്ഷൻ അബ്ദുസലാം ഹാജി, അതുപോലെ ജമാഅത്തിൻ്റെയും നമ്മുടെ ഈ സംസ്ഥയുടെയും പ്രഗത്ഭരായ നേതാക്കൾ, ഇന്നത്തെ ഉദ്ഘാടകൻ ബഹുമാനനായ ഇബ്രാഹിം ഫൈസി ഉസ്താദ്, ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അക്ബർ സാദി ഉസ്താദ്, അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കേന്ദ്രബിന്ദുവായ ഇവിടുത്തെ സദർ ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്, ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിനുവേണ്ടി നെട്ടോട്ടമോടുകയും അതിന് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമായും അവിടുത്തെ സദർ ഉസ്താദായിരിക്കും. അത് അദ്ദേഹം വേണ്ട പോലെ നിർവഹിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. അല്ലാഹു തആല തക്കതായ പ്രതിഫലം അതിന് ഇരുവീട്ടിലും പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി സൗകര്യമൊരുക്കുന്ന ഇവിടുത്തെ ജമാഅത്തുകാർ, ഇവിടുത്തെ സംസ്ഥയുടെ പ്രഗത്ഭരായ പ്രവർത്തകർ, ഇവരെല്ലാം ഇതിന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ഇതിന് തക്കതായ പ്രതിഫലം ഇരുലോകത്തിലും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാരണമായി നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനം നിറഞ്ഞ നേതാക്കളെ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ വിദ്യാർത്ഥികളുടെ വളരെ ആകർഷകമായ പരിപാടികൾ കേൾക്കാനും അവരുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കുട്ടികൾ തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമ്മാനം വാങ്ങുന്നതിൻ്റെ തിരക്കിനിടയിൽ ഒരല്പം കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ സദസ്സിൽ വളരെ മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുകയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഏജ് അതാണ്, അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഒരു പ്രായം അതാണ്, കളിയുടെ പ്രായമായതുകൊണ്ട് തന്നെ അവർ കളിക്കും. എന്നാലും ബാക്കിയുള്ളവർ, മുതിർന്നവർ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം സമയവും സന്ദർഭവും സാഹചര്യവും അതിന് അനുയോജ്യം അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ
നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നതും സ്കൂളിലേക്ക് അയക്കുന്നതും ദീനീ പഠനം പഠിപ്പിക്കുന്നതും നമ്മുടെ മക്കൾ നല്ലവരാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ ഒരു റബീഉൽ അവ്വൽ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് ഹുബ്ബുണ്ടാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് ഖൽബിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ മനോഹരമായി, കൊച്ചുകുട്ടികൾ 1-ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്കുള്ള കുട്ടികൾ മനോഹരമായി നബിന്റെ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അത് കണ്ട് നമ്മുടെ ഹൃദയം കുളിക്കാറുണ്ട്. നമുക്ക് സന്തോഷമാണ് കേൾക്കുമ്പോൾ. ആ ഗാനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ദിവസത്തെ ജോലി പോലും ഒഴിവാക്കിയിട്ട്, നമ്മുടെ എല്ലാ പണിയും ഒഴിവാക്കിയിട്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളുടെ പാട്ടുകൾ കേൾക്കണം എന്ന ആഗ്രഹം. അത് എന്തുകൊണ്ടാണ്? എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുമ്പോൾ അത് എനിക്കൊരു കുളിർമയാകുന്നതാണ്. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഹുബ്ബുണ്ടെങ്കിൽ ഇത്തിബാ ഉണ്ടാവും. നബി തങ്ങളെ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത്തിബാ ഉണ്ടാവും. നബി തങ്ങളെ ഫോളോ ചെയ്യും. നമ്മുടെ യുവാക്കളൊക്കെയും സ്നേഹിക്കുന്നത് ഒരു പക്ഷേ പല രീതിയിലുള്ള ഹീറോകളെ ആയിരിക്കാം. ആ സ്നേഹം കൊണ്ടാണ് അവർ അവരുടെ മോഡൽ സ്വീകരിക്കുന്നത്. ഒരു സിനിമാ നടനെ സ്നേഹിക്കുന്ന ഒരു യുവാവ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സിനിമാ നടന്റെ മോഡൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അവന്റെ ഹെയർ സ്റ്റൈലും അവന്റെ ഡ്രസ് കോഡും അവന്റെ സംഭാഷണ ശൈലിയും അവന്റെ ഡയലോഗും എല്ലാം ആ ഒരു നടന് അല്ലെങ്കിൽ ആക്ടറെ, ആ ഒരു സിനിമാ നടനെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? ആ സിനിമാ നടനോടുള്ള സ്നേഹമുള്ളത് കൊണ്ട്. അതുപോലെ തന്നെയാണ് നടികളെ സ്നേഹിക്കുന്ന ആളും. പെൺകുട്ടികൾക്ക് പല രീതിയിലുള്ള ഷോർട്സുകൾ കാണുന്നവരുണ്ടാവാം. അതിൽ കാണുന്ന അഭിനയിക്കുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതേപോലെ തന്നെ നടിക്കുന്നു, അതേപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? അവരോട് സ്നേഹം വന്നതുകൊണ്ടാണ്. ഇതിനേക്കാളും അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലോകത്ത് സ്നേഹിക്കാനുള്ളത് ഒരേ ഒരാളെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം നൽകാനുള്ളത് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്തിനു വേണ്ടി സ്നേഹിക്കണം? നബി തങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് എന്താണ് നേട്ടമുള്ളത്? ആർക്കാണ് ഗുണമുള്ളത്? നബി തങ്ങളെ ഇന്ന് ജീവിച്ചില്ലാത്ത നബി തങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിവിടെ ജീവിക്കാൻ തന്നെ കാരണം, നമ്മൾ ഇത്ര സൗഭാഗ്യത്തോടെ തന്നെ സുന്ദരമായി വസിക്കാൻ തന്നെ കാരണം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നബിത്തങ്ങളോടുള്ള ഹുബ്ബാണ് മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. ആ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് സഹിച്ച ആളാണ് നമ്മുടെ നബി. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു. കഥകൾ എല്ലാവർക്കും അറിയാം. മക്കയിൽ ഖുറൈശികൾ നബി തങ്ങളെ ആക്രോശിച്ചതിനും ആക്രമിച്ചതിനും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ പോയ നബി തങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട്, സ്വത്ത് സമ്പത്ത് എല്ലാം ഒഴിവാക്കിയിട്ട് നബിയും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും മക്കയിലേക്കുള്ള ഒരു വരവുണ്ട്. രണ്ടാമത്തൊരു വരവ്, മക്കയെ കീഴടക്കിക്കൊണ്ടുള്ള വരവ്, ഫത്ഹ് മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വരവ്, മക്ക വിജയം എന്നറിയപ്പെടുന്ന ആ ഒരു സംഭവം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ മക്കക്കാർക്കാകെ പേടിയാണ്. എന്ത് സംഭവിക്കാൻ പോകും? ഞങ്ങൾ നബി തങ്ങളെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒലിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലങ്ങൾ ഇട്ടിട്ടുണ്ട്. നിസ്കരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഒരുപാട് ആക്രമണങ്ങൾ എറിഞ്ഞ മക്കക്കാർ പേടിച്ച് വിറക്കുകയാണ്. എന്തു ചെയ്യും മുഹമ്മദും അനുയായികളും? ഇവിടെ വന്നാൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രതികാരത്തിന്റെ ആ ഒരു നിറഞ്ഞ ദിവസം പ്രതികാരം കാത്തിരിക്കുന്ന മക്കക്കാർക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും വന്നപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു.
പക്ഷേ ലോകത്തിന്റെ അനുഗ്രഹമായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ന് നിങ്ങൾക്ക് പ്രതികാരമല്ല, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇന്ന് നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണെന്ന് പറഞ്ഞപ്പോൾ മക്കക്കാരുടെ മനസ്സുകൾ കുളിർമ കൊണ്ടു. പലരും ഇസ്ലാമിലേക്ക് വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ മക്കക്കാർക്ക് സന്തോഷമായ ദിവസമാണ് ഫത്ഹ് മക്ക. ആ ദിവസം തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം ഉണ്ടായത്. മക്കക്കാർ എല്ലാവരും സന്തോഷമായ ആ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയെ തേടി നടന്നു. വയസ്സായ വയോവൃദ്ധനായ തന്റെ ഉപ്പയെ കണ്ടെത്തുകയും ഉപ്പയുടെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ പറഞ്ഞു, മോനെ, നിന്റെ മതത്തിലേക്ക് എനിക്കും വരണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയെയും കൂട്ടിക്കൊണ്ടുവന്നു. ഉപ്പയെ കൂട്ടിക്കൊണ്ടുവന്നു. നബി തങ്ങളോട് പറഞ്ഞു, എന്റെ ഉപ്പാക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം. എന്റെ ഉപ്പ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഫത്ഹ് മക്ക ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് ഏറ്റു പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. അതങ്ങ് ഏറ്റു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വർഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറെ, എന്തിനാണ് നീ കരയുന്നത്? ഉപ്പ മുസ്ലിം ആകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി ഉണ്ട്. നബിയെ, ഈ എന്റെ ഉപ്പായുടെ സ്ഥാനത്ത് അങ്ങയുടെ ഇളാപ്പ, അങ്ങയുടെ അമ്മ, അങ്ങയുടെ ഇളാപ്പ അബൂ താലിബ് ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറെ, എന്താ നീ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? എന്റെ ഇളാപ്പ ഈ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, അങ്ങേക്ക് ഇഷ്ടം എന്റെ ഉപ്പ ഈ സ്ഥാനത്താവുന്നതിനേക്കാളും അങ്ങയുടെ ഇളാപ്പയായിരുന്നുവല്ലേ, അങ്ങയുടെ ഇളാപ്പ ഈ സ്ഥാനത്താവലല്ലേ ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതായത് എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങയുടെ ഇളയപ്പ മുസ്ലിമാകലല്ലേ നബി അങ്ങേക്ക് ഇഷ്ടം? ഇത് പറഞ്ഞിട്ടാകുമ്പോഴേക്കും നബി തങ്ങൾ പറഞ്ഞു, അതെ അബൂബക്കറെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം, അങ്ങയുടെ മനസ്സിന് ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം, നബി തങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അതായിരിക്കണം നമ്മുടെയും ജീവിതം. നബി തങ്ങളോടുള്ള ഹുബ്ബ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. നബി തങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോട് കാണിച്ച സ്നേഹം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ തോളത്ത് കയറിയിട്ട് ഒട്ടകമാക്കി കളിച്ചിരുന്നു. നബി തങ്ങൾ 4 കാലിൽ അഥവാ 2 കൈയും 2 കാലും കുത്തിയിട്ട് ഒട്ടകത്തിനെ പോലെ, ഒരു ക്യാമലിനെ പോലെ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകും, ഇങ്ങനെ മുന്നോട്ട് നീങ്ങും. ആ സമയത്ത് മുതുകിൽ 2 പേരുണ്ടാകും. ആരെ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. കുട്ടികളായിരിക്കുമ്പോൾ നബി തങ്ങൾ ഒട്ടകമായി ഇങ്ങനെ നടക്കുമ്പോൾ ഇവർ മുതുകിലുണ്ടാവും. ഇങ്ങനെ നബി തങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു മക്കളോട്. ലോകത്തിന്റെ നായകൻ മക്കളോട് കളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. സ്വന്തം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോട് അവരോട് പറയുമായിരുന്നു, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം, നിങ്ങൾ എത്ര നല്ല സവാരിക്കാരാണ് ഒട്ടകത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ കളിക്കുമായിരുന്നു നബി തങ്ങൾ. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നബി തങ്ങൾ സുജൂദിൽ നിന്ന് എണീക്കാൻ ഒരൽപ്പം വൈകിപ്പോയി. സ്വഹാബത്താകെ കാത്തു നിൽക്കുകയാണ് നബി തങ്ങൾ സുജൂദിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട്. പക്ഷേ നബി തങ്ങൾ ഉയരുന്നത് കാണുന്നില്ല. സാധാരണക്കാളും കൂടുതൽ സമയം സുജൂദിൽ കിടക്കുകയും പിന്നീട് എണീറ്റു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല നബിയെ, എന്തുകൊണ്ടാണ് സുജൂദിൽ കൂടുതൽ സമയം കിടന്നത്?
ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മക്കൾ എൻ്റെ മുതുകിലുണ്ടായിരുന്നു, എൻ്റെ പുറത്ത് എൻ്റെ മക്കൾ ഹസൻ ഹുസൈൻ എൻ്റെ മുതുകിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് സുജൂദിൽ ഒരൽപ്പം കൂടി കിടന്നത്, ഒരൽപ്പം കൂടി നിന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം, സുജൂദിലായിരിക്കുമ്പോഴും മക്കൾ കയറിയാൽ അവിടെ നബി തങ്ങൾ അടങ്ങിയിരുന്നിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കാനോ കുട്ടികളെ നോവിക്കാനോ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. എൻ്റെ മകൾ കട്ടാൽ പോലും അവളുടെ കൈവെട്ടുമെന്ന് പഠിപ്പിച്ച ലോകാനുഗൈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ മകളെ അടിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് ചരിത്രം. ഒരിക്കൽ പോലും മകൾ അടിച്ചിട്ടില്ല. നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിലും അടിക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിലാണ് നബി തങ്ങൾ തൻ്റെ മകളെയും മക്കളെയും വളർത്തിയിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷവും വീട്ടിലേക്ക് വരുമ്പോഴും നബി തങ്ങൾ മകളുടെ മുഖത്തേക്ക് ചുംബിക്കുമായിരുന്നു. ഇത്ര മനോഹരമായ രീതിയിലാണ് നബി തങ്ങൾ മക്കളെ വളർത്തിയത്. ഈ മക്കൾക്ക് നബി തങ്ങളുടെ ഹുബ്ബ് പറഞ്ഞു കൊടുത്താലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അബൂ മഹ്സൂർ റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. എല്ലാ വക്തും നിസ്കാരത്തിലെത്തും. നിസ്കാരം, നോമ്പ് എല്ലാം ആ സ്വഹാബിക്കുണ്ട്. പക്ഷേ മുടി മാത്രം വെട്ടുകയില്ല. മുടി നീണ്ട മുടിയാണ്. മുടി വെട്ടാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അത് വീണ്ടും നീണ്ടു വരുമ്പോൾ അതിനെ ചുറ്റി വെക്കുമായിരുന്നു ഈ സ്വഹാബി. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല, നിങ്ങളെന്താ മുടി വെട്ടാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ മുടി എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു പ്രവർത്തനം മാത്രം ഞാൻ ചെയ്യില്ല, ബാക്കി എല്ലാം ചെയ്യാം. മുടി എത്ര നീണ്ടാലും എൻ്റെ മുടി വെട്ടാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുടിയിൽ നബി തങ്ങൾ തലോടിയിട്ടുണ്ട്, എൻ്റെ മുടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്പർശിച്ച മുടി വെട്ടാൻ എനിക്ക് ഇഷ്ടമില്ല. നോക്കണം സ്വഹാബത്തിന്റെ സ്നേഹം, നോക്കണം ആ കാലഘട്ടത്തിൽ നബി തങ്ങളെ സ്നേഹിച്ചവർ, അവർ ജീവിച്ച രീതി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബി സുന്ന എന്നറിയപ്പെട്ടിരുന്ന ആ സ്വഹാബി, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മക്കയിലെ ഒരു മരത്തിലേക്ക് മാത്രം പ്രത്യേകം വെള്ളമൊഴിക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരവും മക്കയിലെ ഒരു മരത്തിലേക്ക് പ്രത്യേകം വെള്ളമൊഴിക്കുമായിരുന്നു. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല അബ്ദുള്ള എന്നവരെ, നിങ്ങൾ എന്തിനാണ് ആ മരത്തിലേക്ക് മാത്രം വെള്ളമൊഴിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ആ മരത്തിന്റെ താഴെ നബി തങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നബി ആ മരത്തിന്റെ താഴെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കുവോളം ആ മരം ഉണങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ മരത്തിലേക്ക് വെള്ളമൊഴിക്കുന്നതെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്നേഹം, ആ ഹുബ്ബ് ഖൽബിലേക്ക് കയറിയാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നബി തങ്ങളെ സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കാൻ എന്ന് ഞങ്ങൾ തയ്യാറാകുന്നുണ്ടോ അന്ന് മുതൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അല്ലെ? ഒരാളെ നമ്മൾ സ്നേഹിച്ചാൽ, ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ആണിനെ സ്നേഹിച്ചാൽ, അവർ തമ്മിലുള്ള പ്രണയം, ആ ഒരു ജീവിത രീതി, അവൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യും. അവളുടെ ഡ്രസ്സ് ഇഷ്ടമായിരിക്കും, അവൾ നടക്കുന്ന രീതി ഇഷ്ടമായിരിക്കും, അവളുടെ വസ്ത്രം, അവളുടെ നടത്തം, അവളുടെ എല്ലാം ഇഷ്ടപ്പെടും. അതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്നെ ചിന്തിച്ചു നോക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാളെ മഹ്ശറിൽ കാത്തിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് എത്രമാത്രമാണ്. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നബി തങ്ങളോട് സ്വഹാബി ചോദിച്ചു, നബിയെ, മഹ്ശറിൽ ഞാൻ നിങ്ങളെ എവിടെയാണ് തിരയേണ്ടത്? ഞാൻ എവിടെയാണ് അങ്ങയെ നോക്കേണ്ടത്? എവിടെ ഉണ്ടാകും അങ്ങ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ ഉണ്ടാകുന്നത് മീസാന്റെ അടുത്തായിരിക്കും, നന്മയും തിന്മയും തൂക്കുന്ന സ്ഥലത്തുണ്ടാകാം. അവിടെയും ഇല്ലെങ്കിലോ, പിന്നീട് പറഞ്ഞത് ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകാം. അവിടെയും ഇല്ലെങ്കിലോ, ഏതായാലും സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് എന്നെ കാണാതെ പോവുകയില്ല.
അവസാനത്തെ ആളും സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമാണ് നബിതങ്ങൾക്ക് സന്തോഷമാകുന്നത്. നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നമ്മൾ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം ഉമ്മയെക്കാളും ഉപ്പയെക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ ഉപ്പ് നമ്മുടെ മക്കളിലേക്ക് ഇട്ടുകൊടുക്കണം. നബി തങ്ങളുടെ അടുത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നബി തങ്ങൾ സ്വന്തം മക്കളെ പഠിപ്പിച്ച രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം ഹസൻ ഹുസൈൻ എന്നവർ, ഒരു വൃദ്ധനായ ഒരാൾ, ഒരു വയസ്സായ ഒരാൾ ഉളു എടുക്കുന്നത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉളു ശരിയല്ല. അപ്പോൾ ഹസൻ ഹുസൈൻ എന്നവർ തീരുമാനിച്ചു, ഇദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? വയസ്സ് മൂത്ത ഒരാൾക്ക് നിങ്ങളെടുത്ത ഉളു ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രകോപിതനാകും. ഉടനെ അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തോട് ഞങ്ങളുടെ ഉളു നോക്കാൻ വേണ്ടി പറയുകയും ചെയ്യാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർ ആ വയസ്സായ വൃദ്ധന്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഉളു എടുക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഉളു ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ ഹസൻ ഹുസൈൻ എന്നവർ രണ്ടുപേരും ഉളു ചെയ്തു. കൃത്യമായി ഉളു ചെയ്തപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, ഇവർ ശരിയായ ഉളുവിന്റെ രീതി എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനെ അദ്ദേഹം അതിന് നന്ദി പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, നബി തങ്ങൾ പഠിപ്പിച്ച ഒരു രീതി, മക്കളെ പഠിപ്പിക്കേണ്ട രീതി, ആ രീതിയിലാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പഠിച്ചത്. അതുകൊണ്ടാണ് അവർ മനോഹരമായ ആ കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ഹുബ്ബ് മനസ്സിലേക്ക് കടന്നു വരണം. നബി തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കാൻ തയ്യാറാകണം. ഹുബ്ബില്ലാതെ നമ്മൾക്ക് ഇത്തിബാ ഉണ്ടാവാൻ കഷ്ടമാണ്. നബി തങ്ങളെ ഫോളോ ചെയ്യണമെങ്കിൽ നബി തങ്ങളെ ഇഷ്ടപ്പെടണം. ആദ്യം ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫോളോ ചെയ്യുക. നബി തങ്ങളെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക. ആ പ്രവാചകൻ എൻ്റെ ജീവിതം ആ രീതിയിലാകണം എന്നൊരു ചിന്ത. എൻ്റെ നബി എന്നൊരു സെൽഫിഷ്നെസ് വരിക. എൻ്റെ നബി എന്നൊരു ചിന്തയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി അത് പഠിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കൾക്ക് നബി തങ്ങളുടെ ഹുബ്ബ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നബി തങ്ങളെ ഇഷ്ടം മനസ്സിലാക്കി കൊടുക്കണം. ആ ഇഷ്ടം ഖൽബിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കൾ മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമയം അല്പം നീണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം കുട്ടികളൊക്കെയും സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിൽ മക്കളൊക്കെ ഇപ്പോൾ സമ്മാനം കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന സമയത്ത് മക്കളെ ബുദ്ധിമുട്ടിച്ചതിൽ മക്കളോട് ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് നന്മ നിറഞ്ഞ നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ 63 വർഷം അതൊരു ഗോൾഡൻ ഏജ് ആയിരുന്നു. ഡാർക്ക് ഏജിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും ഒരു നാടിനെ മൊത്തം, ഒരു സമൂഹത്തിന് മൊത്തം, ഒരു ലോകത്തിന് മൊത്തം ഒരു ഗോൾഡൻ ഏജിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 63 വർഷം ഇനി ഒരിക്കലും ഈ ലോകത്ത് കടന്നു വരികയില്ല. ഇത്രയും മനോഹരമായ വർഷങ്ങൾ അത് പഠിച്ച് നബി തങ്ങളെ മനസ്സിലാക്കിയിട്ട് എത്ര സൂര്യൻ ഉദിച്ചു വന്നാലും എത്ര ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയാലും 63 വർഷം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വർഷമാണ്. അത് മനസ്സിലാക്കിയിട്ട് നബി തങ്ങളെ പഠിക്കുക, A to Z നബി തങ്ങളെ മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാളെ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ, അവിടുന്ന് നബി തങ്ങളോടൊപ്പം മനോഹരമായ സ്വർഗത്തിൽ കഴിയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಬಹುಮಾನ ವಿತರಣೆ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ವೇದಿಕೆಯಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ದಯವಿಟ್ಟು ಎಲ್ಲ ನಮ್ಮ ಕಮಿಟಿ ಸದಸ್ಯರು ವೇದಿಕೆಗೆ ಕಡೆ ಬರಬೇಕು. ಬಹುಮಾನ ವಿತರಣೆಯಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಭಾಗಿಯಾಗಬೇಕಂತ ಹೇಳಿ ನಮ್ಮ ಕಮಿಟಿ ಸದಸ್ಯರಲ್ಲಿ ನಾನು ವಿನಂತಿ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇನೆ.
ನಮ್ಮ ಸದರ್ ಉಸ್ತಾದ್ರವರು ಹೆಸರನ್ನು ಓದಿ ಹೋಗ್ತಾರೆ. പ്രിയമുള്ള ബഹുമാനം നിറഞ്ഞ ഇബ്രാഹിം ഫൈസി ഉസ്താദ് അവർകളെ, അതുപോലെ നമ്മുടെ സുഹൃത്ത് സിറാജ് ഹുദവി അൽ മുദരിബു അവർകളെ, അതുപോലെ എൻ്റെ സുഹൃത്ത് അക്ബർ സയ്യിദി ഉസ്താദ് അവർകളെ, എൻ്റെ സുഹൃത്തായിട്ടുള്ള ബഹുമാനപ്പെട്ട സിറാജ് ഹുദവി മുസ്തഫ മുഹദൂമി ഉസ്താദ് അവർകളെ, ഇവിടെ കൂടിയ കമ്മിറ്റി ഭാരവാഹികളെ, ശിഷ്യം അധ്യക്ഷൻ ആൻഡ് സെക്രട്ടറി അവരുകളെ, ഇവിടെ കൂടിയ രക്ഷിതാക്കളെ, നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ആദരവായ മുത്തുനബിയുടെ ജന്മദിനത്തിനനുബന്ധിച്ച് കൊല്ലത്തിൽ നടത്തിവരുന്ന ഈദ് മിലാദ് പരിപാടി. മാഷാ അല്ലാഹ് വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രൈസ്, മറ്റു ഭാഗത്ത് സീരണി, ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ തുടരുകയാണ് പ്രൈസിന് വേണ്ടി, ഒന്നും സംസാരിക്കുന്നില്ല. ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഈ നാട്ടുകാർ ചെയ്ത ഒരു നന്മയെന്ന്. എല്ലാ നന്മകളുണ്ടോ അതിനെ ഏറ്റുപറയാനുള്ള ഒരു നന്മ. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഉണ്ടാക്കിപ്പെട്ട ഒരു സ്കൂള്, അത് വേറെ നാട്ടിൽ ഇല്ലാത്ത വിഭിന്നമായ ഒരു ഞാൻ കണ്ടതിൽ പറ്റുവെച്ച ഏറ്റവും ഒരു നന്മയാണത്. മുസ്ലിമീങ്ങൾ മാത്രം ഉള്ള ഒരു സ്കൂൾ അല്ലാഹു ഇനിയും അത് ഉയർത്തുമാറാകട്ടെ. നമ്മൾ തുടങ്ങുകയാണ് പ്രൈസ്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇന്ന് ഫസ്റ്റായിട്ട് കഴിഞ്ഞ വർഷം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചിട്ട് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷയിൽ പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം. ആദ്യമായിട്ട് 5ാം ക്ലാസ്സിനെ വിളിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഫാത്തിമ സസ, ഡോക്ടർ ഓഫ് ഷൗക്കത്ത് അലി കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുദരിസ് ഇബ്രാഹിം ഫൈസി അവർ ക്ഷണിച്ചുകൊള്ളുന്നു. ഫാത്തിമ സസ, ഡോക്ടർ ഓഫ് ഷൗക്കത്ത് അലി, കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഫാത്തിമ സസ. നെക്സ്റ്റ് ഞാൻ പേര് വിളിക്കുന്ന ആൾ റെഡി ആവണം. ആയിഷ മെഹറിൻ, ഡോക്ടർ ഓഫ് മുഹമ്മദ് ബഷീർ. ഇസ്മായിൽ അമാൻ, ഹസൻ അൽ ബഷറി. ഫാത്തിമ ഷഹരീൻ, ഡോക്ടർ ഓഫ് മുഹമ്മദ് ബഷീർ. ഫാത്തിമ മിഫ്സ. ശരി, മിഫ്സ. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഫാത്തിമ ഷിസ, ഡോക്ടർ ഓഫ് അബ്ദുൾ റസാഖ്. മറിയം കിൻസ, ഡോക്ടർ ഓഫ് അബ്ദുൽ കരീം. മുഹമ്മദ് ഫസൽ ഷമ്മാസ്, സൺ ഓഫ് അബൂബക്കർ സിദ്ദീഖ്. കഴിഞ്ഞ വർഷം റഹ്മാനിയ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പാസ്സായ അവർക്ക് സർട്ടിഫിക്കറ്റ്. ആയിഷ ഇസ്സ, ആയിഷ ഇസ്സ. ഫാത്തിമ ഐസ സക്കീർ. ഖദീജ തനീഷ. ഫാത്തിമ
إزاي؟ أودين مريم دانيا خان رملا سنا هيبة فاطمة هيبة نور الفدا محمد الأمين مريم دانيا ഇനി പ്രൈസ് കൊടുക്കാൻ വേണ്ടി സിറാജ് സുഹരി ഉസ്താദ് ക്ഷണിച്ചുകൊള്ളുന്നു. ഉസ്താദിൽ നിന്ന് മറിയം നൂറുൽ ഫിദ മുഹമ്മദ് മുഈസ് മുഹമ്മദ് ഇബ്രാഹിം മുബാരിസ് മുഹമ്മദ് സാബിത്ത് സാബിത്ത് മുഹമ്മദ് ഫറാസ് സന്നാഫ് മുഹമ്മദ് ഫാറൂഖ് ഫറാസ് അബ്ദുൽ അസിയബ് സഹൽ ഫറാസ് സഹൽ മുഹമ്മദ് റയാൻ ഇബ്രാഹിം മാസിൻ ഇല്ല അന്ന് താഴ്ന്നില്ലേ ഞാൻ വിളിക്ക താഴ്ന്നില്ലേ മുഹമ്മദ് ഷറഫ് മുഹമ്മദ് അനസ് ഷറഫ് ഇതാരി മുഹമ്മദ് ഷയാൻ മുഹമ്മദ് മുദസ്സിർ അനസ് ഇസ്മായിൽ മുഹമ്മദ് റസീൻ മുഹമ്മദ് ഷമ്മാസ് മുഹമ്മദ് അബൂബക്കർ സാക്കിബ് ബഹുമാനപ്പെട്ട മുദർരിബ് സിറാജ് മുഹമ്മദ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുഹമ്മദ് അബൂബക്കർ സാക്കിബ് ഇബ്രാഹിം അനൂഫ് മുഹമ്മദ് അസ്മാൻ അനൂഫ് ഹനൂൻ മുഹമ്മദ് മുഹമ്മദ്
Muhammad Muiz, son of Imtiaz. Muhammad Al-Amin, son of Abdul Rashid. Muhammad Al-Amin. Maryam Dania Khan, Khatija Tanisha, Haiba Fatima. പേര് വിളിച്ചെനക്കന്നെ എല്ലാവരും വേമേ സ്റ്റേജിലേക്ക് പറഞ്ഞു. ഉസ്താദ് പേര് വിളിച്ചെനക്കന്നെ വേം പറഞ്ഞു. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ റഹ്മാന സ്കൂളിൽ ഉള്ള മക്കൾ ഇപ്പം 8ലുണ്ട്. മുബീൻ സൺ ഓഫ് മുഹമ്മദ് ഇപ്പം 8ലുള്ള ആള് മുബീൻ. മുഹമ്മദ് റാഫി സൺ ഓഫ് സലാം. പ്രൈസ് കൊടുക്കാൻ വേണ്ടി പെരിബൈൽ അബ്ബാസ് ഹാജിയെ ക്ഷണിക്കുന്നു. മുഹമ്മദ് ഫസൽ സൺ ഓഫ് ഹനീഫ്. മുഹമ്മദ് അനാസ് സൺ ഓഫ് മുഹമ്മദ് ഹനീഫ്. മുഹമ്മദ് ആദിൽ സൺ ഓഫ് മുഹമ്മദ് അയാസ്. അബ്ദുൽ നിഷാദ് സൺ ഓഫ് മൻസൂർ. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുസലാം പ്രസിഡന്റ് ക്ഷണിച്ചുകൊള്ളുന്നു. അബ്ദുൽ നിഷാദ്, സൽമാൻ സവാദ്, മുഹമ്മദ് ഷയാൻ സൺ ഓഫ് സലീം. ഇസ്മായിൽ, മുഹമ്മദ് നവാഫ്, ഹമീദ് മുഹമ്മദ് സിനാൻ, മുഹമ്മദ് മുഈൻ സൺ ഓഫ് മുദസ്സിർ. ഫാത്തിമ വാഫിയ, റീഹ ഡോട്ടർ ഓഫ് അബൂബക്കർ. ഫാത്തിമ ഹഫ ഡോട്ടർ ഓഫ് അനീഫ്. നഫീസത്തുൽ മിസ്രിയ ഡോട്ടർ ഓഫ് ഇബ്രാഹിം. മറിയം അലീഫ ഹന. അംന ഐസ. ഫാത്തിമ റിദ. അലീന ഫാത്തിമ. മേവിഷ് ഫാത്തിമ. ആയിഷ സുഹാന. സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ കഴിഞ്ഞ വർഷം ഇനി ഞാൻ സ്കൂളിലെ ഫസ്റ്റ് കാക്കണം. പിന്നെ മദ്രസ ഉണ്ടാക്കി. റഹ്മാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉച്ചിൽ. ಇದರ ಜನರಲ್ ಪ್ರೊಫಿಷಿಯನ್ಸಿ 23-24, UKG to 9th standard. Attendance and studying UKG Fatima Shifa first UKG. Second Muhammad Sahil UKG. Second Muhammad Sahil.
Fatima Shifa. Second, Muhammad Sahil. School. Rahmania English Medium School. ಜಮಾತ್ ಅಧ್ಯಕ್ಷರು ದಯವಿಟ್ಟು ಪ್ರಶಸ್ತಿಯನ್ನು ನೀಡಬೇಕು. ಫಾತಿಮಾ ಶಿಫಾ. ಸೆಕೆಂಡ್, ಮೊಹಮ್ಮದ್ ಸಾಹಿಲ್. ಫಸ್ಟ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮಾರ್ಕ್ಸ್. ಫಸ್ಟ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಸಾರಾ ಅಜ್ಕಾ. ಫಸ್ಟ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಸಾರಾ ಅಜ್ಕಾ. ಫಸ್ಟ್ ಸಾರಾ ಅಜ್ಕಾ. ಸೆಕೆಂಡ್, ಫಾತಿಮಾ ಹಲಿಯಾ. ಫಸ್ಟ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಫಾತಿಮಾ ಅಲಿಯಾ. ಫಾತಿಮಾ ಅಲಿಯಾ. ಸೆಕೆಂಡ್. ಸೆಕೆಂಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಸುಜಾ ಜಕರಿಯಾ. ಸುಜಾ ಜಕರಿಯಾ ಫಾತಿಮಾ ಶರೀನ್. ಫಸ್ಟ್. ಫಾತಿಮಾ ಶರೀನ್ ಫಸ್ಟ್. ಸೆಕೆಂಡ್, ಮೊಹಮ್ಮದ್ ನಿಹಾಫ್. ಮೊಹಮ್ಮದ್ ನಿಯಾಫ್. ಸೆಕೆಂಡ್. ಖತೀಜಾ ಸುಮಯ್ಯ. ಫಸ್ಟ್. ಸೆಕೆಂಡ್. ಫಾತಿಮಾ ಶರೀನ್. ಖತೀಜಾ ಸುಮಯ್ಯ. ಸುಜಾ ಜಕಿಯಾ. ಫಸ್ಟ್. ಸುಜಾ ಜಕರಿಯಾ ಫಸ್ಟ್. ಖತೀಜಾ ಸುಮಯ್ಯ. ಸೆಕೆಂಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಖತೀಜಾ ಸುಮಯ್ಯ. ಥರ್ಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಅಮಾನ್. ಮೊಹಮ್ಮದ್ ಅಮಾನ್. ಥರ್ಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಅಮಾನ್. ಫಸ್ಟ್ ಮೊಹಮ್ಮದ್ ಅಮಾನ್. ಸೆಕೆಂಡ್, ಫಾತಿಮಾ ನಿತ್ ಫಿದಾ. ಫಾತಿಮಾ ಫಿದಾ. ಧನ್ಯವಾದಗಳು ಇಸ್ಮಾಯಿಲ್ ಹಾಜಿ ಅವರಿಗೆ. ಮೊಹಮ್ಮದ್ ಅಲಿ ಜಿ ಅವರು ಮುಂದಿನ ಪ್ರಶಸ್ತಿಯನ್ನು ನೀಡಬೇಕು. ಥರ್ಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಅಮಾನ್ ಫಸ್ಟ್. ಸೆಕೆಂಡ್, ಫಾತಿಮಾ ಫಿದಾ. ಸೆಕೆಂಡ್ ಫಾತಿಮಾ ಫಿದಾ. ಫೋರ್ತ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಆಯಿಷಾ ಹಿಬಾ. ಫಸ್ಟ್. ಆಯಿಷಾ ಹಿಬಾ ಫಸ್ಟ್. ಆಯಿಷಾ ಹಿಬಾ. ಸೆಕೆಂಡ್, ಫಾತಿಮಾ ಅಲೀಜಾ. ಸೆಕೆಂಡ್, ಫಾತಿಮಾ ಅಲೀಜಾ. ಫಾತಿಮಾ ಅಲೀಜಾ. ಫಾತಿಮಾ ಅಲೀಜಾ. ಫಿಫ್ತ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಫಸ್ಟ್, ಫಾತಿಮಾ ತಸ್ಲೀಮಾ. ಫಾತಿಮಾ ತಸ್ಲೀಮಾ ಫಸ್ಟ್. ಸೆಕೆಂಡ್, ಮೊಹಮ್ಮದ್ ಶಹಾನ್. ಮೊಹಮ್ಮದ್ ಶಹಾನ್. ಸೆಕೆಂಡ್, ಮೊಹಮ್ಮದ್ ಶಹಾನ್. ಮೊಹಮ್ಮದ್ ಶಹಾನ್. ಸಿಕ್ಸ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಅನಸ್ ಫಸ್ಟ್. ಮೊಹಮ್ಮದ್ ಅನಸ್. ಸಿಕ್ಸ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಅನಸ್ ಫಸ್ಟ್. ಸೆಕೆಂಡ್, ರಮ್ಲತ್ ಸನಾ. ರಮ್ಲತ್ ಸನಾ ಸೆಕೆಂಡ್. ರಮ್ಲತ್ ಸನಾ. ಸಿಕ್ಸ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ರಮ್ಲತ್ ಸನಾ. ಸೆವೆಂತ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಫಸ್ಟ್, ಖತೀಜಾ ಶಜಾ. ಖತೀಜಾ ಶಜಾ. ಸೆಕೆಂಡ್, ಇರಾಮ್ ಅಬ್ದುಲ್ ಗನಿ ಶೇಖ್. ಇರಾಮ್ ಅಬ್ದುಲ್ ಗನಿ ಶೇಖ್. ಏತ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಹನಾಸ್. ಮೊಹಮ್ಮದ್ ಹನಾಸ್ ಫಸ್ಟ್. ಏತ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಮೊಹಮ್ಮದ್ ಹನಾಸ್ ಫಸ್ಟ್. ಸೆಕೆಂಡ್, ಅಮ್ನಾ ಐಜಾ. ಅಮ್ನಾ ಐಜಾ. ಅಮ್ನಾ ಐಜಾ. ಫಾತಿಮಾ ರಿದಾ. ಅಮ್ನಾ ಐಜಾ ಅಂಡ್ ಫಾತಿಮಾ ರಿದಾ ಸೆಕೆಂಡ್. Ninth standard, Aisha Sharina first. Ninth standard first, Aiza Sharina. Aiza Sharina. Ninth standard, Aiza Sharina. Second, Fatima Afa. First, Aisha Sharina. Second, Fatima Afa.
സെക്കൻഡ് ഫാത്തിമ അഫ. ഓക്കെ, താങ്ക് യു. അതവർ ಕಳೆದ ಸಾಲಿನಲ್ಲಿ SLCಯಲ್ಲಿ ಟಾಪರ್ ಆದಂತಹ 7 ವಿದ್ಯಾರ್ಥಿನಿಯರಿಗೆ ಮೊಮೆಂಟೋ ಇಲ್ಲಿ ವಿತರಿಸಲಾಗಿದೆ. ಹೆಸರು ಕಳೆದಾಗೆ ಅವರು ಬರಬೇಕು. ಮೊಹಮ್ಮದ್ ಮೊಯ್ದೀನ್ ಯಾಸೀನ್ 625 ಅಲ್ಲಿ 593 ಮೊಯ್ದೀನ್ ಯಾಸೀನ್ 593 ಮಾರ್ಕ್ಸ್. ಪ್ಲೀಸ್ ಕಮ್ ಟು ದ ಸ್ಟೇಜ್. ಮೊಯ್ದೀನ್ ಯಾಸೀನ್. ಅಧ್ಯಕ್ಷರು ಜನಾಬ್ ಅಬ್ದುಲ್ ಸಲಾಂ ಇವರವರು ಅದರ ಪ್ರಶಸ್ತಿಯನ್ನು ನೀಡಬೇಕು. ಮೊಹಮ್ಮದ್ ಮೊಯ್ದೀನ್ ಯಾಸೀನ್, ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಮುಹಾಸ್, ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸುಹಾಸ್ 574, 625, 574. ಫಾತಿಮಾ ಅಸ್ನಾ, ಫಾತಿಮಾ ಅಸ್ನಾ, ಫಾತಿಮಾ ಅಸ್ನಾ, ಫಾತಿಮಾ ಅಸ್ನಾ, ಫಾತಿಮತ್ ಸಮಿಯತ್, ಫಾತಿಮತ್ ಸಮಿಯತ್, ನಫೀಸಾ ಸಿದ್ರಾ, ನಫೀಸಾ ಸಿದ್ರಾ. ಒಂದೊಂದಾಗಿ ಬನ್ನಿ, ಒಂದೊಂದಾಗಿ. ಸಾನಿಯಾ, ಸಾನಿಯಾ, ಖತೀಜತುಲ್ ಝಕಿಯಾ, ಖತೀಜತುಲ್ ಝಕಿಯಾ. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ಮಾರ್ಕ್ಸ್ ಮತ್ತು SLCಯಲ್ಲಿ ಟಾಪರ್ಸ್ ಆದಂಥ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಪ್ರೋತ್ಸಾಹ ಬಹುಮಾನವನ್ನು ನೀಡಿದವರು GI ಫ್ಯಾಮಿಲಿ. ಧನ್ಯವಾದಗಳು ಅವರಿಗೆ. ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ മാർക്കാണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് സെക്കൻഡ് ആയവർ. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ് ഫസ്റ്റ് ഫാത്തിമ ആലിയ, ഫാത്തിമ ആലിയ ഫസ്റ്റ്. കൊടുക്കേണ്ടത് പൊടിമോൻ ഹാജി, UVM ഹാജി. സെക്കൻഡ് അബ്ബാസ് മുഹമ്മദ് അൽഫാൻ, അബ്ബാസ് മുഹമ്മദ് അൽഫാൻ മജൽ ഇല്ല. 2ാം ക്ലാസ്സിൽ മുഹമ്മദ് ഇഫ്രാസ്. സെക്കൻഡ് മുഹമ്മദ് മുഫീദ്. ഫസ്റ്റ് 3ാം ക്ലാസ് കിയാൻ അബ്ദുറഹ്മാൻ, കിയാൻ അബ്ദുറഹ്മാൻ ഫസ്റ്റ്. സെക്കൻഡ് സൽമ സനൂം, ഫസ്റ്റ് സലൂം ഫസ്റ്റ്. സൽമ സനൂം, സൽമ സനൂം. 4ാം ക്ലാസ് അബ്ദുൽ വഹാബ് ഷവായിസ്, അബ്ദുൽ വഹാബ് ഷവായിസ് ഫസ്റ്റ് ഇല്ല, വന്നിട്ടില്ല. സെക്കൻഡ് അബ്ദുൽ റാഹിൻ റിയാൻ, 5ാം ക്ലാസ് ഫസ്റ്റ്. ഫാത്തിമ ഷസ, ഫാത്തിമ ഷസ ഫസ്റ്റ്. സെക്കൻഡ് ഷെരീൻ, ഷെരീൻ സെക്കൻഡ്. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ ഷെരീൻ, ഷെരീൻ. 6ാം ക്ലാസ് ഫാത്തിമ ആഫ്രീൻ ഫസ്റ്റ്. ഫാത്തിമ ആഫ്രീൻ. സെക്കൻഡ് മുഹമ്മദ് ഷനീം, മുഹമ്മദ് ഷനീം ഫസ്റ്റ്.
മുഹമ്മദ് ഷനീം 7ാം ക്ലാസ്സിൽ മറിയം കിൻസ, സെക്കൻഡ് ഫാത്തിമ ഷിസ. ഇനി ഇനി ഹാജരിയാണ്. ഹാജരി ഫസ്റ്റ് അയാൻ അഹമ്മദ്. ഫസ്റ്റ് അയാൻ അഹമ്മദ്, കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ അയാൻ അഹമ്മദ്. ಧನ್ಯವಾದಗಳು UPM ರವರಿಗೆ. ಮುಂದಿನ ಮಾನಕ್ಕಾಗಿ ಅಬ್ಬಾಸ್ ಹಾಜಿ ಫೈಬಲ್ ರವರನ್ನು ನಾನು ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇನೆ. അയാൻ അഹമ്മദ് കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ. അബ്ബാസ് മുഹമ്മദ് അൽഫാൻ സെക്കൻഡ്. ഹാജരി വന്നിട്ടില്ല. സെക്കൻഡ് ഫസ്റ്റ് 2ാം ക്ലാസ്സിൽ ആയിഷ ഷിംറ. ആയിഷ ഷിംറ കഴിഞ്ഞ വർഷം ഹാജറിൽ ഫസ്റ്റ് 2ാം ക്ലാസ്സിൽ ആയിഷ ഷിംറ. പേര് വിളിച്ചെടുക്കാൻ എല്ലാവരും ബേമേം പറഞ്ഞു. ഉസ്താദ് പേര് വിളിച്ചെടുക്കുന്ന ബേമേം വന്നിട്ട് അവരെ പ്രൈസിൽ എടുത്തോണ്ട് പോകണു. സെക്കൻഡ് ഫാത്തിമ ജുവൈരിയ. ഫാത്തിമ ജുവൈരിയ. 3ാം ക്ലാസ്സിൽ ഫസ്റ്റ് മുഹമ്മദ് ഹസൻ ഫസൽ. മുഹമ്മദ് ഹസൻ ഫൈസൽ. ഹുസൈൻ ഫൈസൽ. മുഹമ്മദ് ഹസൻ ഫസൽ, മുഹമ്മദ് ಹುಸೈನ್ ಫೈಸಲ್, ಅಮ್ಮಾರ್ ಅಹಮದ್. ಧನ್ಯವಾದಗಳು ಅಬ್ಬಾಸ್ ಹಾಜಿ ಫೈಬಲ್ ರವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಗಾಗಿ ಕಿನ್ಯಾ ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ರೇಂಜಿನ ಅಧ್ಯಕ್ಷರಂತ ಇಬ್ರಾಹಿಂ ಕೊನಾಜೆ ಅವರನ್ನು ನಾನು ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇನೆ. ಇಬ್ರಾಹಿಂ ಕೊನಾಜೆ. ಸಲ್ಮಾ ಸನೂಮ್. സെക്കൻഡ് 4ാം ക്ലാസ്സിൽ ഹാജരി ഫസ്റ്റ് അബ്ദുൽ വഹാബ് ഷവായിസ്. ഇല്ല. ഇബ്രാഹിം ഖലീൽ സെക്കൻഡ്. 5ാം ക്ലാസ്സിൽ ഫാത്തിമ മിഫ്സ ഫസ്റ്റ്. സെക്കൻഡ് ഇസ്മായിൽ അമാൻ ആൻഡ് ഫാത്തിമ ഷസ. സെക്കൻഡ് മിഫ്സ ഫസ്റ്റ്. സെക്കൻഡ് ഇസ്മായിൽ അമാൻ ആൻഡ് ഫാത്തിമ ഷസ. കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ ഫസ്റ്റ് ആയിഷ മുസ്കാന ഫസ്റ്റ്. മുസ്കാന ഇല്ല. സെക്കൻഡ് ഫാത്തിമ ആഫ്രീൻ. സെക്കൻഡ് 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് മറിയം കിൻസ. സെക്കൻഡ് ഫാത്തിമ ഷിസ. റഹ്മാനിയ സ്കൂളിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ്. സെക്കൻഡ് ആളെ മാറ്റി. ಧನ್ಯವಾದಗಳು ಇಬ್ರಾಹಿಂ ಕೊನಾಜಿ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನಕ್ಕಾಗಿ ಸುಲೈಮಾನ್ ಹಾಜಿ ಅವರನ್ನು ನಾನು റഹ്മാനിയ സ്കൂളിൽ ഫസ്റ്റ്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ മാർക്കിൽ ഇബ്രാഹിം ഫർഹാൻ ഫസ്റ്റ്. സെക്കൻഡ് ഖദീജ സുമയ്യ ആൻഡ് ഫാത്തിമ റൈഹാന. സെക്കൻഡ് ഖദീജ സുമയ്യ ആൻഡ് ഫാത്തിമ റൈഹാന. ഖദീജ സുമയ്യ. ആൻഡ് ഫാത്തിമ റൈഹാന. രണ്ടാം ക്ലാസ്സിൽ മുഹമ്മദ് അമാൻ ಫಸ್ಟ್. ಧನ್ಯವಾದಗಳು ಸುಲೈಮಾನ್ ಹಾಜಿ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಗಾಗಿ ನಮ್ಮ ಸಂಸ್ಥೆಯ ಉಪಾಧ್ಯಕ್ಷರಂತ ಹಿದಾಯತ್ ರವರನ್ನು ನಾನು ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದಗಳು. ಫಸ್ಟ್ ನಿಹಾ ಫಾತಿಮಾ ಸೆಕೆಂಡ್. ನಿಹಾ ಫಾತಿಮಾ. ನಿಹಾ ಫಾತಿಮಾ. നിഹാ ഫാത്തിമ. നിഹാ ഫാത്തിമ ഇല്ല, പെൻഡിങ്. നെക്സ്റ്റ് 3ാം ക്ലാസ്സിൽ മുസൈന ഫസ്റ്റ്. മുസൈന
സെക്കൻഡ് മുസ്തഫ, കഴിഞ്ഞ 3ാം ക്ലാസ്സിൽ മുസ്തഫ. സെക്കൻഡ് മുസ്തഫ. ജണ്ട് ബി ആവലെ മുസ്തഫ. ഇനി 3ാം ക്ലാസ്സിൽ ആയിഷ റിംഷ മറിയം. ഫസ്റ്റ് ആയിഷ റിംഷ മറിയം. ആയിഷ റിംഷ മറിയം ഫസ്റ്റ്. ഫാത്തിമ റംസിയ സെക്കൻഡ്. ഫാത്തിമ റംസിയ ആൻഡ് മുഹമ്മദ് ഫഹദ് സനാൻ. സെക്കൻഡ് 3 ബിയിൽ ಫಸ್ಟ್ ಫಾತಿಮಾ ನೈಫಾ ಫಸ್ಟ್. ಧನ್ಯವಾದಗಳು ಹಿದಾಯತ್ರವರಿಗೆ. ಮುಂದಿನ ಮೊಹಮ್ಮದ್ ಅಮೀನ್ ಬಹುಮಾನ ವಿತರಣೆಗಾಗಿ ಅಫೀಫಾ ಫ್ರೆಂಡ್ಸ್ ಅಧ್ಯಕ್ಷ ಸಿದ್ದೀಕ್ ರವರನ್ನ ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇನೆ. ಸೆಕೆಂಡ್ 4ാം ಕ್ಲಾಸಿൽ മുഹമ്മദ് വാരിഫ് ഫസ്റ്റ്. വാരിഫ്. ഖദീജ അബ്ദുൽ ഹമീദ് സെക്കൻഡ്. ഖദീജ അബ്ദുൽ ഹമീദ് സെക്കൻഡ്. ഖദീജ അബ്ദുൽ ഹമീദ്. അഞ്ചാം ക്ലാസ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഖദീജ തനിഷ. തനിഷ ഫസ്റ്റ്. സെക്കൻഡ് നൂറുൽ ഫിദ. 6ാം ക്ലാസ്സിൽ ಹಲೀಮ ರೈಹಾನ. ಧನ್ಯವಾದಗಳು ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಅವರಿಗೆ. ಮುಂದಿನ ಪ್ರಶಸ್ತಿ ನೀಡಲಿಕ್ಕಾಗಿ ಫ್ರೆಂಡ್ಸ್ ಶಿಲಾದ ಅಧ್ಯಕ್ಷರಾದಂಥ ನಾಸಿರ್ ಖಾನ್ ರವರನ್ನು ನಾವು ರೈಹಾನ. ನಾಸಿರ್ ಖಾನ್ ರವರು. ಸೆಕೆಂಡ್ ಶೇಖ್ ಇರಮ್ ಆ್ಯಂಡ್ ಸಾರಾ ರಿಮ್ಷಾ. ഹാജരി കഴിഞ്ഞ വർഷം ഹാജറിൽ ഫസ്റ്റ്. അബൂബക്കർ തൻസീർ. ഫസ്റ്റ്. സെക്കൻഡ് ഇംഷ ഫാത്തിമ ആൻഡ് ഫാത്തിമ റൈഹാന. ഇംഷ ഫാത്തിമ ആൻഡ് ഫാത്തിമ റൈഹാന. സെക്കൻഡ് ഇല്ല. ഫാത്തിമ റൈഹാന കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ ഹാജറിൽ സെക്കൻഡ്. റൈഹാന. പിന്നെ ഇംഷ ഫാത്തിമ ഇല്ല. നെക്സ്റ്റ് 2ാം ക്ലാസ്സിൽ മറിയം നിസ. മറിയം നിസ ഫസ്റ്റ്. മറിയം നിസ. സെക്കൻഡ് മുഹമ്മദ് ഇസിയാൻ ആൻഡ് ആയിഷ ഹംന. ജെൻഡ് ഏല് സെക്കൻഡ് മുഹമ്മദ് ഇസിയാൻ ആൻഡ് ആയിഷ ഹംന. ആയിഷ ഹംന ഇല്ല. ഇനി ജെൻഡ് ബിയിൽ മുഹമ്മദ് ഹനാൻ ഫസ്റ്റ്. സെക്കൻഡ് മുസൈന ആൻഡ് ഖദീജ നിദ. ಧನ್ಯವಾದಗಳು ನಾಸಿರ್ ಖಾನ್ ರವರಿಗೆ. ಮುಂದಿನ ಪ್ರಶಸ್ತಿ ವಿತರಣೆಗಾಗಿ ನಾನು ಕುഞ്ഞമാದ ಹಾಜಿ ಅವರನ್ನು ನಾನು ವಿನಂತಿಸ್ತಾ ಇದ್ದೇನೆ. 3 ಬಿയിൽ ಫಸ್ಟ್ ಮರಿಯಂ ಮಿನ್ನೋ ರಿಮ್ಷಾ ಫಸ್ಟ್. ಈಗ ತಾನೇ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂಥ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿ ಅಂತ ಕುഞ്ഞമാದ ಹಾಜಿ ಅವರಿಗೆ ಸಂಸ್ಥೆ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದಾರೆ. ಫಸ್ಟ್. ಸೆಕೆಂಡ್ ಸದೀಮ್ ಅಮಾನ್.
സദീം. നെക്സ്റ്റ് ആയിഷ റിംഷ മറിയം 3 ಆಯಿಷಾ ರಿಮ್ಷಾ ಮರಿಯಂ. ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದಂಥ ನಮ್ಮ ಜನಾಬ್ ಉಚ್ಚಿಲ ಅಬ್ಬಾಸ್ ಪೋಕರ್ ಉಚ್ಚಿಲ ಇವರಿಗೆ ನಾನು ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ಬಹುಮಾನ ವಿತರಣೆಯನ್ನ ಮುಂದುವರಿಸಲಾಗುವುದು. ನೆಕ್ಸ್ಟ್ ಆಯಿಷಾ ಹಿಬಾ second, Aisha Hiba second, and Shamna Fatima, 9th class, second. ಧನ್ಯವಾದಗಳು ಕುಂಜಮ್ಮದ ಹಾಜಿ ಅವರಿಗೆ. ಮುಂದಿನ ಪ್ರಶಸ್ತಿಗಾಗಿ ನಾನು ಅಬ್ಬಾಸ್ ಪೋಕರ್ ಉಚ್ಚಿಲರವರನ್ನು ನಾನು ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೀನಿ. ಫಾತಿಮಾ ತಸ್ಲೀಮಾ ಫಸ್ಟ್ ಹಾಜರಿ. Second, Ahmad Naeem and Fatima Naswat. Naswa, Fatima Naswa. Second. Dan കൊടുക്കി പോവാ. 5th class Rayhan first, Shayan second. First Rayhan. 6th class Fatima Hunayya first, Hunayya. Second Sara Rimsha. Hunayya. First. Aisha Suhana first 7th class. Aisha Suhana second. Suhana. Second Riha 7th class. കഴിഞ്ഞ വർഷം. Second Suhana. Okay, second. കഴിഞ്ഞ വർഷം 8th ക്ലാസ്സിൽ മൈമുന റിദ ഫസ്റ്റ്. മൈമുന റിദ. Second, Aisha Sharina. First. Maimuna Rida. Second, Aisha Sharina. Maimuna Rida. Maimuna Rida. Second, Aisha Sharina. Sharina second. In last Rasiba കഴിഞ്ഞ ക്ലാസ് കുറച്ച് സരി 9th Rasiba first. Second Sheikh Rida Fatima. First Sheikh Rida Fatima. Second. ഇതോടുകൂടെ നമ്മുടെ മാർക്കും ഹാജരിയുടെ പ്രൈസ് കഴിഞ്ഞു. ബാക്കി ಧನ್ಯವಾದಗಳು ಜನಾಬ್ ಅಬ್ಬಾಸ್ ಪೋಕರ್ ಉಚ್ಚಿಲರವರಿಗೆ. ಮುಂದೆ ನಮ್ಮ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಲೆವೆಲಲ್ಲಿ ಫುಟ್ಬಾಲ್ ಮ್ಯಾಚಲ್ಲಿ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಲೆವೆಲಲ್ಲಿ, ಜಿಲ್ಲಾ ಮಟ್ಟದಲ್ಲಿ, ತಾಲೂಕು ಮಟ್ಟದಲ್ಲಿ, ರಾಜ್ಯ ಮಟ್ಟಕ್ಕೆ ಏರಿದಂಥ ನಮ್ಮ ಫುಟ್ಬಾಲ್ ತಂಡದ ಆಟಗಾರರಿಗೆ ಗೌರವ ಕೊಡುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ. ದಯವಿಟ್ಟು ಎಲ್ಲ ಫುಟ್ಬಾಲ್ ತಂಡದ ಆಟಗಾರರು ಮತ್ತು ಕೋಚ್ ಸಾಹಿಲ್ ರವರು ದಯವಿಟ್ಟು ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಫುಟ್ಬಾಲ್ ತಂಡದ ಆಟಗಾರರು ದಯವಿಟ್ಟು ವೇದಿಕೆ ಬರಬೇಕು. ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳಂತ ಕುಂಜಮಾದ್ ಹಾಜಿ, ಅದೇ ಪ್ರಕಾರ ನಮ್ಮ ಮಸೀದಿ ಅಧ್ಯಕ್ಷರು, ನಮ್ಮ ಫಲಾ ಸಂಸ್ಥೆ ಅಧ್ಯಕ್ಷರು, ಪ್ರಿಬಿಎಲ್ ಶಾಖೆ ಅಧ್ಯಕ್ಷರು, ಉಸ್ತಾದರವರು ನಮ್ಮ ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸಿದ್ದಾರೆ.
ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಕೋಚ್ ಆಗಿ ಕಾರ್ಯನಿರ್ವಹಿಸಿದಂಥ ಸಾಹಿಲ್ರವರು ಅವರಿಗೆ ಸನ್ಮಾನವನ್ನು ಮಾಡಲಿದ್ದೇವೆ ಹಾಗೂ ಅವರಿಗೆ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ಗಳನ್ನು ನೀಡ್ತಾ ಇದ್ದೇವೆ. ಅವರ ಸೇವೆಯನ್ನು ನಾವು ಇಲ್ಲಿ ಸ್ಮರಿಸ್ತಾ ಇದ್ದೇವೆ. ಪ್ರತಿಯೊಬ್ಬ ಆಟಗಾರರು ತಮ್ಮ ಸ್ವೀಕರಿಸಬೇಕು. ಸಾಹಿಲ್ ಕಮ್ ಹಿಯರ್. ಸಾಹಿಲ್ ಇನ್ನು ಕಿಡ್ಡೀಸ್ 114 Rifas. 114 Rifas. Single song. പേരെന്ത്? ഇനി കിറാത്തിൽ അവൻ അവിടുന്നില്ലേ കിറാത്തിൽ ഫസ്റ്റ് മുഹമ്മദ് ഷയാൻ 202 Muhammad Sian first. Second 213. Second 213. Ayash. Speech first 208 Tansir. 208 Tansir first. Second 120 Ashal Rishan. First. Ashal Rishan second. Ashal Rishan. In a group song first 214, 215, 213. Anas, Nifaz, Ayash. Second 127, 126, 128. Shazil, Ahiyad, Izan. Izhan. മൂന്ന് സെക്കൻഡ്. ഇനി കിഡ്നീസ് ഭാഗത്തിൻ്റെ പ്രോത്സാഹനം പ്രോത്സാഹമാണ്. ജെൻഡാം ക്ലാസ് റെഡി ആയിക്കോളി. ജെൻഡാം ക്ലാസ് ജെൻഡ ഇല്ലേ. ഇനി 3, 4 സബ് ജൂനിയർ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൻ്റെ ബോയ്സ് റെഡി ആയിക്കോളി. കൂടെ ലൈനിൽ നിൽക്ക്. 3ഉം 4ന്റെ ബോയ്സ്. 3, 4 ഇതൊക്കെ പറഞ്ഞ
3-4 മീതൊക്കെ പറഞ്ഞ ഇപ്പോൾ ഒന്നിന് മാത്രം അത് ഒന്നിനുണ്ട് ഒന്നിന് മാത്രം ഉസ്താദ് ഒന്ന് തന്നെ മാത്രം മീതൊക്കെ പറഞ്ഞ് 3-4 മീതൊക്കെ പറഞ്ഞ 3-4 മീതൊക്കെ പറഞ്ഞ 1-2 മാത്രം ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആൾക്കില്ല അവ 3-4 Third standard and fourth standard student, please line up. Third standard and fourth standard. Fourth and third. സബ് ജൂനിയർ ഭാഗത്തിന്റെ പ്രോഗ്രാമിലെയും ഖിറാഅത്തിൽ ഫസ്റ്റ് 318 അനസ് 318 only 318 ഖിറാഅത്തിൽ ഫസ്റ്റ് അല്ലേ 318 ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഫായിസ് 415 ഖിറാഅത്ത് 415 ഫായിസ് ഇനി സ്പീച്ചിൽ ഷിസാൻ അബ്ദുൽ ഹമീദ് 408 ഫസ്റ്റ് ഷിസാൻ അബ്ദുൽ ഹമീദ് 408 ഫസ്റ്റ് സെക്കൻഡ് 410 കിയാൻ അബ്ദുറഹ്മാൻ സിംഗിൾ സോങ്ങിൽ ഫസ്റ്റ് ജുനൈദ് 416 ജുനൈദ് സെക്കൻഡ് ഫഹദ് 403 അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ ഉമ്മപെങ്ങന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ബഹുമാനം നിറഞ്ഞ നേതാക്കളെ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിൽ ഓരോ നിമിഷവും നബിത്തങ്ങളുടെ മധു കേൾക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പക്ഷെ അത് കൊണ്ടായിരിക്കാം നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ചെന്നാൽ രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി നാം തേടി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു നന്മ അതൊരു പക്ഷേ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേക്കാം. എത്ര കുറ്റം ചെയ്താലും നമ്മൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണല്ലോ. 99 ആളെ കൊന്ന ആൾ ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരാൾ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഒരു പുരോഹിതന്റെ അടുത്ത് പോയി അദ്ദേഹം ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൗബയില്ല. നിനക്ക് തൗബയില്ല. 99 ആളെ കൊന്ന ആള്, ഒരു നന്മ പോലും ജീവിതത്തിൽ ചെയ്യാത്ത നിനക്ക് എന്ത് തൗബയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും വെട്ടി സെഞ്ചുറി അടിച്ചു, 100 ഫുള്ളാക്കി. അദ്ദേഹം 100 ഫുള്ളാക്കി. 100 പേരെ കൊന്ന ശേഷം അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാരാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആലിമിനെ കണ്ടെത്തി. ആലിമിന്റെ അടുത്ത് പോയി അദ്ദേഹം ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ആലിമായ പണ്ഡിതനായ ആൾ പറഞ്ഞു, 100 പേരെ കൊന്ന നിനക്ക് തൗബയുണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണം. ആ നാട്ടിൽ പോയാൽ അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ജനങ്ങളുണ്ട്. അവിടെ കൂടെ നീ എന്താക്കണം? ആരാധിക്കണം, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നാട് വിട്ടു പോകാൻ വേണ്ടി അദ്ദേഹത്തോട് അവിടുത്തെ ആ പണ്ഡിതൻ പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം അദ്ദേഹം നാട് വിടുകയാണ്. അള്ളാഹുവിലേക്ക് എല്ലാം ഖേദിച്ചുകൊണ്ട്, ചെയ്തു പോയ തെറ്റിന് മാപ്പ് തേടിക്കൊണ്ട്
ഇന്നേ വരെ നന്മ ചെയ്യാത്ത ആ മനുഷ്യൻ ആ നാട് വിട്ട് ഈ പണ്ഡിതൻ പറഞ്ഞ മറ്റൊരു നാട്ടിലേക്ക് നീങ്ങുമ്പോൾ വഴിവക്കിൽ വെച്ച് റോഡിന്റെ പകുതിയിലെത്തിയപ്പോൾ ആ നാട്ടിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു, മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിന്റെ റൂഹ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റഹ്മത്തിന്റെ മലക്കുകളും അതുപോലെ തന്നെ അദാബിന്റെ മലക്കുകളും വന്നു. പരസ്പരം തർക്കിച്ചു. ഇദ്ദേഹത്തിന്റെ റൂഹ് ഞങ്ങൾ കൊണ്ടുപോകും എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറയുമ്പോൾ അദാബിന്റെ മലക്കുകൾ പറയുന്നു, ഇന്നേ വരെ ഒരു നന്മ പോലും ചെയ്യാത്ത ഈ മനുഷ്യന്റെ റൂഹ് ഞങ്ങളാണ് കൊണ്ടുപോവുക. തർക്കമായി. ഈ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ തർക്ക വിഷയം അറിഞ്ഞ ശേഷം അദ്ദേഹം അവർക്കിടയിൽ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇദ്ദേഹം വന്ന നാടും ഇനി പോകാനുള്ള നാടും ഇത് തമ്മിലുള്ള ദൂരം നിങ്ങളൊന്ന് മെഷർമെന്റ് എടുക്കണം, ഒരു അളവെടുക്കണം. അങ്ങനെ മലക്കുകൾ ഈ അദ്ദേഹം വന്ന നാട് മുതൽ ഇതുവരെയുള്ളതും ഇനി അങ്ങോട്ടേക്കുള്ള ദൂരവും അവർ അളവെടുത്തപ്പോൾ ഒരൽപ്പം കൂടുതലായിരുന്നു ഇനി പോകാനുള്ള നാട്ടിലേക്കുള്ള, ഒരൽപ്പം കുറവായിരുന്നു ഇനി പോകാനുള്ള നാട്ടിലേക്കുള്ള ദൂരം. അതായത് ആ നാട്ടിലേക്ക് അദ്ദേഹം അടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി കൊണ്ടുപോകേണ്ടത് റഹ്മത്തിന്റെ മലക്കുകളാണ്. നോക്കൂ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു നന്മ പോലും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു മനസ്സിന്റെ അകത്ത് നന്മ കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം നടന്നാൽ അതൊരു പക്ഷേ രക്ഷപ്പെടാനുള്ള വഴിയായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു പ്രകീർത്തനങ്ങൾ പറയുന്ന ഈ ഒരു സദസ്സിൽ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോഴും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കാരണം ദിക്റിന്റെ മജ്ലിസിൽ, നന്മ ചൊരിയുന്ന മജ്ലിസിൽ ഇരിക്കുന്നത് പോലും ഗുണമാണ്. അള്ളാഹുവിന്റെ ഒരു കൂട്ടം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്താണ്? ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുണ്ടോ, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുണ്ടോ എന്നിങ്ങനെ സ്മരിക്കുന്ന സദസ്സുണ്ടോ എന്നിങ്ങനെ അവരിങ്ങനെ നാടുനീളെ ഇങ്ങനെ നടക്കും. ആ സമയത്ത് കുറച്ച് മലക്കുകൾക്ക് ഒരു സദസ്സ് കാണും. ആ സദസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ, ബാക്കിയുള്ള മലക്കുകളെല്ലാം വിളിക്കും, ഇങ്ങോട്ടേക്ക് വരൂ, ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന സദസ്സ് ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ മലക്കുകളും അവിടെ ഒരുമിച്ച് കൂടും. ഈ ദിക്ർ ചെല്ലുന്ന മജ്ലിസിന് ചുറ്റും അവർ ആകാശം വരെ വട്ടമായി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല മലക്കുകളെ, എൻ്റെ അടിമകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹ്ക്ക് അറിയാം എന്താണ് ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, അവർ നിന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിന്റെ ദിക്റാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ഒരുപാട് ദിക്റുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല മലക്കുകളെ, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? അവർ എന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറഞ്ഞു, ഇല്ല, അവർ നിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടാൽ അവർ എങ്ങനെയായിരിക്കും? എന്നെ കണ്ടാൽ അവർ എങ്ങനെയായിരിക്കും? ഉടനെ മലക്കുകൾ മറുപടി പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ ഇതിനേക്കാളും കൂടുതൽ സദാസമയവും ദിക്റിൽ മുഴുകുന്നവരായിരിക്കും ഈ ഉമ്മത്ത്. വീണ്ടും അല്ലാഹു തആല മലക്കുകളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല മലക്കുകളെ, അവർ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ എന്നോട് എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുന്നുണ്ട്, അവർ ചോദിക്കുന്നത് സ്വർഗത്തിനെയാണ്, ജന്നാത്തുൻ നഈമിനെയാണ് അവർ ചോദിക്കുന്നത്, മനോഹരമായ സുഖങ്ങളുള്ള സ്വർഗത്തിനെയാണ് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, അല്ല മലക്കുകളെ, അവർ ആ സ്വർഗം കണ്ടിട്ടുണ്ടോ? അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകളുടെ റീപ്ലൈ ഇല്ല, നോ, കണ്ടിട്ടില്ല എന്നൊരു ആൻസറാണ് കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ച് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അല്ല മലക്കുകളെ, അവരെങ്ങാനും ആ സ്വർഗത്തിനെ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ഉടനെ മലക്കുകൾ പറയുന്നൊരു മറുപടി ഉണ്ട്, അല്ലാഹുവേ, അവർ സ്വർഗത്തിനെ കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ശക്തമായി അതിലേക്ക് ആഗ്രഹിക്കുമായിരുന്നു. അവരുടെ ജീവിതം അത്യാഗ്രഹമായി സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ മനോഹരമായ സ്വർഗം, ഈ
ഈ ഗാർഡനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഇതിൻ്റെ ഒരു സൗന്ദര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഇതിൽ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നാളെ ജന്നാത്തുൻ നഈമിൽ ആ മനോഹരമായ ഗാർഡൻ, ആ മനോഹരമായ സ്വർഗം, അതിൽ അരുവികൾ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ സീറ്റുകൾ, വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ കളർഫുള്ളായ ആ ഒരു ലോകത്തേക്ക് എത്തിയാൽ അത് എത്രമാത്രം മനോഹരമായിരിക്കും. അതെങ്ങാനും അവർ കണ്ടാൽ എങ്ങനെയായിരിക്കും അവരോട് ചോദ്യമെന്ന് അല്ലാഹു തആല ചോദിച്ചപ്പോൾ ഉടനെ മലക്കുകൾ മറുപടി പറഞ്ഞത്, അല്ലാഹുവേ, അവർ സ്വർഗമെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തേട്ടം അതാകുമായിരുന്നു. തിരിച്ച് വീണ്ടും അല്ലാഹു തആലയുടെ ചോദ്യം, മലക്കുകളെ അവർ എന്തിനെ തൊട്ടാണ് കാവൽ തേടുന്നത്, എന്തിനെ തൊട്ടാണ് അവർ രക്ഷ തേടുന്നത്? ഉടനെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മലക്കുകളുടെ മറുപടി, അല്ലാഹുവേ, അവർ രക്ഷ തേടുന്നത് നരകത്തിനെ തൊട്ടാണ്, നരകത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷ തേടുന്നത്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മലക്കോട് ചോദിക്കുന്നുണ്ട്, അവർ നരകം കണ്ടിട്ടുണ്ടോ? നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. മലക്കുകൾ മറുപടി പറഞ്ഞു, ഇല്ല, കണ്ടിട്ടേ ഇല്ല. വീണ്ടും അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ആ നരകത്തിനെ എങ്ങാനും അവർ കണ്ടാൽ അവർ എങ്ങനെയായിരിക്കും അതിന് ചോദിക്കുന്നത്? ഉടനെ അല്ലാഹു തആലയുടെ മലക്കുകളുടെ മറുപടി, നരകമെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അവർ അതിൽ നിന്ന് പേടിച്ചോടുമായിരുന്നു, അതിൽ നിന്ന് അവർ പേടിച്ചു ഓടുമായിരുന്നു, അവർ അതിനെ തൊട്ട് പായുമായിരുന്നു എന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്നാൽ ആ മജ്ലിസിലേക്ക് മലക്കുകൾ വരികയും ഇവിടെ ചുറ്റും മലക്കുകൾ വലയം ചെയ്തിട്ടുണ്ട്. നമുക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി, നമ്മുടെ ദുആ കേൾക്കാൻ വേണ്ടി മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് മലക്കുകളുടെ, ഞാൻ ആ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, അവരുടെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തെന്ന് പറയുമ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ആ കൂട്ടത്തിൽ ദിക്റിന് വേണ്ടി അല്ലാതെ വന്ന ഒരാളുണ്ട്, അയാളുടെ ഉദ്ദേശം ദിക്റല്ല, സീർണിയാണ്, അല്ലെങ്കിൽ വേറെങ്കിലും ആവശ്യത്തിനാണ് അദ്ദേഹം വന്നത്, എന്തോ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാൾ ഈ സദസ്സിലുണ്ടല്ലോ എന്ന് തിരിച്ച് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. അദ്ദേഹം ദിക്റിന് വേണ്ടി വന്നതല്ല, നബി തങ്ങളുടെ സദസ്സിലേക്ക് വന്നത് നബി തങ്ങളുടെ സ്നേഹം വെച്ചുകൊണ്ടല്ല, വേറെ എന്തോ ആവശ്യത്തിന് വന്നതാണ്. ഈ രീതിയിൽ മലക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുന്നു, അവർ കൂട്ടുകാരാണ്, അവർ ഫ്രണ്ട്സാണ്, അവരുടെ കൂട്ടുകാരൻ ഒരിക്കലും പരാജിതനാവുകയില്ല, അവരോടൊപ്പം ഇരിക്കുന്ന ആൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട വിഷയം, ഒരു ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോൾ, ഒരു ദിക്റിന്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ദിക്ർ അല്ല എങ്കിൽ പോലും, നമ്മുടെ ഉദ്ദേശം ദിക്ർ അല്ല എങ്കിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കുണ്ട്, അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് വേണം. എന്തുദ്ദേശമാണെങ്കിലും നിങ്ങളുടെ സമയം ആ സദസ്സിൽ ഇരുന്നുവല്ലോ എന്ന് തന്നെ അല്ലാഹു തആലയുടെ റഹ്മത്ത് വരാനുള്ള വലിയ കാരണമാണ്. പടച്ചോന്റെ റഹ്മത്ത് അത്ര വലുതാണ്. റഹ്മാനും റഹീമുമായ തമ്പുരാൻ, സർവശക്തനായ അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുമ്പോൾ അടിമ ചിന്തിക്കേണ്ട വിഷയം, എൻ്റെ തിന്മകൾക്കപ്പുറം അള്ളാഹു അവൻ്റെ നന്മയാണ്. പടച്ചോന്റെ വളവിനേക്കാളും കൂടുതലാണ് അള്ളാഹിന്റെ റഹ്മത്ത്. അള്ളാഹിന്റെ ദേശം അത് താഴെയാണ്, അള്ളാഹിന്റെ റഹ്മത്ത് മീത്തയാണ്. റഹ്മത്ത് മേലെയും ദേശം താഴെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് നന്മ ചെയ്താൽ 70,000 ഇരട്ടി പ്രതിഫലവും. നന്മ ചെയ്യാൻ വിചാരിച്ചു, ഒരാള് ഒരു 10 രൂപ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഒരു 10 രൂപ സംഭാവന, ഈ സദസ്സിലേക്ക് ഒരു 10, ഉദാഹരണം, ഈ സദസ്സിലേക്ക് ഒരു 10 രൂപ സംഭാവന ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. കുറച്ച് കഴിയുമ്പോൾ തോന്നി വേണ്ട, പുറത്ത് ഐസ്ക്രീം ഉണ്ടല്ലോ, നമുക്ക് ഐസ്ക്രീം തിന്നാണ്ട് വിചാരിച്ചു. 10 രൂപ ഒരു ഐസ്ക്രീം എടുക്കാം, വെറുതെ കൊടുക്കുന്നത്, സദസ്സിലേക്ക് വെറുതെ 10 രൂപ കൊടുക്കുന്നതിന് നമുക്കൊരു ഐസ്ക്രീം തിന്നാലോ. അങ്ങനെ വിചാരിച്ച അയാൾ പോക്കറ്റിലേക്ക് ഇട്ടു, പൈസ കൊടുത്തില്ല. ഇയാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചല്ലോ, ഈ ഉദ്ദേശിച്ചത് കാരണം അയാൾക്ക് അല്ലാഹു തആല ഒരു ഹസനത്ത് കണക്കാക്കുന്നു, ഒരു നന്മ അല്ലാഹു തആല എഴുതുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 1 പോയിന്റ് കിട്ടി. എന്ത് കാരണം? വിചാരിച്ചത് കാരണം. കൊടുത്തിട്ടില്ല, അയാൾ കൊടുത്തിട്ടില്ല, ഐസ്ക്രീമാണ് തിന്നത്. ഇനി നേരെ മറിച്ച് കൊടുത്താലോ, അത് 70,000 അങ്ങോട്ടേക്ക് അതിന്റെ ഇരട്ടി കൂടും. ഇഖ്ലാസിനനുസരിച്ച്, നിയ്യത്തിനനുസരിച്ച്. കൊടുക്കുന്നത് 10 രൂപയാണെങ്കിലും മനസ്സിലെ നിയ്യത്ത് നന്നായിരിക്കണം.
10,000 കൊടുത്ത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിയ്യത്ത് ഡൗൺ ആണ്. കൊടുക്കുന്നത് 100 രൂപയാണെങ്കിലും ഇഖ്ലാസോട് കൂടി കൊടുക്കണം. അതിന് ഇരട്ടിയാണ് പ്രതിഫലം. അപ്പോൾ ചെയ്താൽ അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം. വിചാരിച്ചാൽ തന്നെ ഒരു കൂലി. ഇതാണ് അത്ഭുതം, ഇസ്ലാമിന്റെ അത്ഭുതം. ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാലോ, ഒരാൾ ഒരു കള്ള് കുടിക്കാൻ വിചാരിച്ചു. കള്ള് കുടിക്കാൻ, ചങ്ങായിമാരെല്ലാം കള്ള് കുടിക്കുമ്പോൾ ഒരാഗ്രഹം, എനിക്കും കുടിക്കണം. അവനെന്താക്കി, കള്ള് കുടിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ മദ്യ ഷോപ്പിലേക്ക് പോയി, ബാറിലേക്ക് പോയി, ചങ്ങായിമാരെല്ലാം ചുറ്റിയിരുന്ന്, ഓനും ഇരുന്ന് ഗ്ലാസ്സെല്ലാം വെച്ച് കുടിക്കാൻ അതിലേക്ക് ഒഴിച്ച സമയത്ത് മനസ്സിനെന്തോ ഒരു ചേഞ്ച്, മനസ്സിലൊരു മാറ്റം. വേണ്ട, കുടിക്കുന്ന വേണ്ട. എപ്പോൾ മരിക്കുന്നു പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഈ തിന്മ ചെയ്യുന്ന സമയത്ത് മരിച്ചാലോ എന്നൊരു ബോധം വന്നു. ഒരു തിന്മ ചെയ്യുന്ന സമയത്ത് മരിച്ചാലോ, കള്ള് കുടിക്കുന്ന സമയത്ത് മരിച്ചു പോയാലോ എന്തു ചെയ്യും? അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു, ആ ബാറിൽ നിന്നും ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിന് ഈ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ബാറിൽ പോയി ഇരിക്കുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച ഈ വ്യക്തിക്ക് അല്ലാഹു തആല നൽകുന്നത് ഒരു നന്മയാണ്, ഒരു കൂലിയാണ്. കാരണം ചെയ്യാൻ വിചാരിച്ച തിന്മ ചെയ്യാത്തത് കാരണം അല്ലാഹു നൽകുന്ന ഓഫർ. ഇനി ചെയ്താലോ, ഒരു തിന്മ ചെയ്താൽ അള്ളാഹു കൊടുക്കുന്നു ആ ചെയ്തതിന്റെ ശിക്ഷ മാത്രം. അതിന് ഡബിളില്ല, ട്രിബിളില്ല, അതിന് ഇരട്ടി ശിക്ഷയില്ല, ഒരു ശിക്ഷ. ഇതാണ് പടച്ചോന്റെ റഹ്മത്ത്. നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു, നമ്മൾ അത്യധികം സ്നേഹിക്കുന്നവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങണം, അള്ളാഹിനെ പേടിക്കാൻ തുടങ്ങരുത്. അള്ളാഹുവിനെ പേടിച്ചോടുകയല്ല വേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നാം റബ്ബിനെയും സ്നേഹിക്കണം. പടച്ചോനെ പേടിക്കുന്നത് കന്നുകാലികൾ അല്ലെങ്കിൽ സിംഹത്തിനെയോ പേടിക്കുന്നത് പോലെ പടച്ചോനെ പേടിക്കേണ്ടതല്ല. അള്ളാഹുവിനെ പേടിക്കേണ്ട ഒരു മുസ്ലിമിന്റെ ജീവിതം റഹബത്ത് റഹബത്ത് ഇതിന്റെ ഇടയിലാണ്. പ്രതീക്ഷ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു പേടി, ചെറിയൊരു പേടി. ഞാൻ നിസ്കരിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷിക്ക. അതോടൊപ്പം തന്നെ ചെറിയൊരു പേടിയും, എന്തേ സ്വീകരിക്കാതിരിക്കുമോ, എൻ്റെ വല്ല തെറ്റും വരുമോ എന്നൊരു പേടി. മുസ്ലിമിന്റെ ജീവിതം റഹബത്ത് റഹബത്ത് എന്നതിന്റെ ഇടയിലാണ് പോകേണ്ടത്. എപ്പോഴും മക്കൾക്ക് അള്ളാഹിനെ പേടിക്കണം, അള്ളാഹിനെ പേടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കരുത്. അള്ളാഹിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ആദ്യം സ്നേഹിക്കേണ്ടതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഒരു ഗുഹ, ഒരു വലിയൊരു ഗുഹ. ആ ഗുഹയുടെ ഉള്ളിൽ ഒരു സന്യാസി അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഗുഹയുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം അകത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പുറത്ത് വേറെ ഒരു ഇദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ ചങ്ങായി ഈ ഗുഹയുടെ പുറത്താണ്. ചങ്ങായി വിളിച്ചു പറയുന്നുണ്ട്, ഓ അകത്തിരിക്കുന്ന സുഹൃത്തെ, പുറത്തേക്ക് കടന്നു വരൂ. ഇവിടെ ഇതാ മനോഹരമായ കാഴ്ചകൾ കാണാം. അസ്തമിക്കുന്ന സൂര്യന്റെ ചെഞ്ചായം, ഇവിടെ മനോഹരമായ ദൃശ്യങ്ങൾ. ഇങ്ങോട്ടേക്ക് കടന്നു വരൂ. എന്തിനാണ് അകത്തിരിക്കുന്നത്? ഈ ഗുഹയുടെ അകത്ത്, അതിന്റെ ഉള്ളിൽ പോയിട്ട് എന്തിനായിരിക്കുന്നത്? പുറത്തേക്ക് വരൂ എന്ന് ഈ സുഹൃത്ത് പറയുമ്പോൾ അകത്തിരിക്കുന്ന സുഹൃത്ത് പറയുന്നു, ഓ സുഹൃത്തെ, അകത്തേക്ക് കടന്നു വരൂ. ഇവിടെ ആ ചെഞ്ചായമണഞ്ഞ സൂര്യനെയും ആ സൺസെറ്റിനെയും ആ സൺറൈസിനെയും അവിടെ മനോഹരമായ കാഴ്ചകളൊക്കെയും പടച്ച രക്ഷിതാവിന്റെ സൗന്ദര്യം ഞാൻ കാണുന്നുണ്ട്, സൃഷ്ടാവിന്റെ സൗന്ദര്യം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് വരൂ. അള്ളാന്റെ സൗന്ദര്യം, ഈ കാണുന്ന ലോകത്തിന്റെ എല്ലാ കാഴ്ചകളും, ഏത് ബീച്ചിൽ പോയിരുന്നാലും അവിടെ കാണുന്ന സൗന്ദര്യം, ഏത് മലകളിൽ പോയാലും അവിടെ കാണുന്ന സൗന്ദര്യം, ഇവിടെ എത്ര മനോഹരമായ കാഴ്ചകൾ. ഇതൊക്കെ പടച്ച രക്ഷിതാവിന്റെ സൗന്ദര്യം അതെത്രമാത്രം വലുതായിരിക്കും. സ്വർഗത്തിലേക്ക് എത്തിയാൽ ഒരു മുഅ്മിന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണ്? എല്ലാ സൗകര്യവും അള്ളാഹു കൊടുക്കും സ്വർഗത്തിൽ. എല്ലാ സൗകര്യവും എല്ലാം കൊടുത്ത് അവസാനമായി അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്,
നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു സന്തോഷം ഞാൻ തരട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം തരട്ടെയോ എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗവാസികൾക്ക് അത്ഭുതം, ഇതിനേക്കാൾ മനോഹരമായി എന്താണ് കിട്ടാനുള്ളത്? ഇത്രയെല്ലാം സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു തന്നല്ലോ, ഇതിനേക്കാൾ അപ്പുറം എന്താണ് ഇനി കിട്ടാനുള്ളത്? അവർ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ അല്ലാഹു തആല അവന്റെ ആ സത്ർ, ആ മറ നീക്കുന്നു. അവൻ മറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥ മാറുന്നു. അള്ളാഹുവിനെ ഡയറക്റ്റ് കാണുന്നു മുഅ്മിനീങ്ങൾ. സ്വർഗത്തിൽ അള്ളാഹുവിനെ ഡയറക്റ്റ് കാണുമ്പോൾ അവർക്ക് ഇന്നേ വരെ കിട്ടാത്ത ആഹ്ലാദം, ആ സ്വർഗത്തിൽ എന്ത് സുഖമുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം ടേസ്റ്റിയായ ഒരു ലദ്ദത്ത് അവർക്ക് കിട്ടുന്നുണ്ട് അള്ളാഹുവിനെ കാണുമ്പോൾ. അതാണ് മുഅ്മിന്റെ സന്തോഷം. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ ലിഖാഇനെയാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് അള്ളാഹുവിനെ കാണലാണ്. ആ ഒരു ലിഖാ നമ്മൾക്ക് കിട്ടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടതും അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതും. അള്ളാഹുവിനെ കാണണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഇടയിലുള്ള ഒരു ഡയറക്റ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഏതുവരെ സ്വന്തം സന്താനത്തെക്കാളും സ്വന്തം ഉപ്പയെക്കാളും സ്വന്തം ഉമ്മയെക്കാളും എല്ലാ ജനങ്ങളെക്കാളും അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. നമ്മുടെ ഈമാനൊന്ന് തുലാസിൽ തൂക്കി നോക്കണം. നമ്മുടെ ഈമാനൊന്ന് തൂക്കി നോക്കണം. എൻ്റെ ഈമാൻ റസൂലിനോടുള്ള ഹുബ്ബിൽ വന്നതാണോ, നബി തങ്ങളുടെ സ്നേഹത്തിൽ വന്നതാണോ എന്ന് നമ്മൾ നോക്കണം. യഥാർത്ഥ സ്നേഹം ഉണ്ടോ, അതല്ല വെറും അഭിനയം മാത്രമാണോ? റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നബി തങ്ങളായിരിക്കണം നമ്മുടെ റോൾ മോഡൽ. നമ്മൾക്ക് മോഡൽ നബി തങ്ങളായിരിക്കണം. നബി തങ്ങൾ എങ്ങനെ ചിരിച്ചു അങ്ങനെ ചിരിക്കണം. നബി തങ്ങൾ എങ്ങനെ നടന്നു അങ്ങനെ നടക്കണം. നബി തങ്ങൾ എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നബി തങ്ങളുടെ സ്നേഹം. അത് വേണമെങ്കിൽ ആദ്യം അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിച്ചാലേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ നബിയിലേക്ക് എത്തുകയും അതിലൂടെ അള്ളാഹുലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും ഒരു സൽക്കാരത്തിന് വിളിച്ചു. നമ്മൾക്ക് വീട്ടിലേക്ക് ഉസ്താദുമാര് റബീഉൽ അവ്വൽ വിളിക്കുമല്ലോ, റബീഉൽ അവ്വലും അല്ലാത്തപ്പോഴും വിളിക്കണം. വീട്ടിൽ സദസ്സുണ്ടാക്കിയിട്ട് മനോഹരമായി മൗലൂദ് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നബി തങ്ങളുടെ ഹുബ്ബ്, നബി തങ്ങളുടെ ഇഷ്ക് നമ്മൾ പ്രവർത്തനത്തിൽ കാണിച്ചു കൊടുക്കുക. ഇഷ്ക് കാണിക്കാനുള്ളതാണ്, മനസ്സിൽ വെക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരാൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്ക് അയാളോട് നല്ല ഇഷ്ടമാണ്, എനിക്ക് ആ മനുഷ്യനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നീ അയാളോട് അത് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, നീ പോയി പറയണം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഐ ലവ് യു. അഥവാ അതൊരു നെഗറ്റീവ് മീനിങ് അല്ല, പോസിറ്റീവ് മീനിങ്ങിലാണ്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പോയി പറയണം എന്ന് നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബി പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. മനസ്സിനകത്ത് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. എനിക്ക് എൻ്റെ മോനോട് നല്ല ഇഷ്ടമാണ് എന്നും പറഞ്ഞ് മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അത് കാണിച്ചു കൊടുക്കണം. മക്കളെ സ്നേഹിക്കുമ്പോൾ മക്കളെ ചുംബിക്കണം, മക്കളെ നല്ല തലോടണം, മക്കൾക്ക് വേണ്ട സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം. സ്നേഹം പ്രകടിപ്പിക്കണം, എന്നാലേ സ്നേഹം പുറത്തു വരികയുള്ളൂ. അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കണം. അതാണ് റബീഉൽ അവ്വൽ 12 ജാഥയായിട്ടും ഇതുപോലെയുള്ള മനോഹരമായ സദസ്സായിട്ടും ഇന്നത്തെ ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ കയ്യിൽ ഒരു പതാക കൊടുത്തത് കൊണ്ട്, മക്കൾ ഒരു ബലൂണും പിടിച്ച് റോഡിലൂടെ റാലി പോയത് കൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഹുബ്ബാണ്, അത് ഇഷ്കാണ്, അത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് മാനദണ്ഡങ്ങൾ എന്താണുള്ളത്? മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അത് റാലി ആയിട്ടാണെങ്കിലും അത് സദസ്സിലായിട്ടാണെങ്കിലും മക്കൾക്ക് സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബിയും സഹാബത്തും കടന്നു വരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു സൽക്കാരത്തിന് വേണ്ടിയിട്ട് ആടറുത്തിട്ടുണ്ട്. ആട്
ആട് അറുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു അതൊക്കെ ആ ഇറച്ചൊക്കെ പാകം ചെയ്ത് തൻ്റെ ഭാര്യയോട് കൊടുത്ത് എല്ലാം ഒരുക്കാൻ വേണ്ടി പറഞ്ഞ് ജാബിർ റളിയല്ലാഹു അൻഹു പുറത്തു പോയി, നബിയെയും സഹാബത്തിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയ സമയത്തുണ്ട് തൻ്റെ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തൻ്റെ വലിയ മകൻ, അദ്ദേഹത്തിന് 2 മക്കളാണ്, വലിയ മകൻ ചെറിയ മകനെ അറുത്ത് ആ തലയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, എൻ്റെ ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ എൻ്റെ അനിയനെയും അറുത്തു എന്ന് പറഞ്ഞു. ചെറിയ അനിയനെ അറുത്തു. ഉപ്പ ആടറുക്കുന്നത് കണ്ടിട്ടാണ് ഇദ്ദേഹം ചെയ്തത്. ഈ കുട്ടി ചെയ്തു, ഉപ്പ ആടറുക്കുന്നത് കണ്ടിട്ട് സ്വന്തം അനിയനെ അറുത്തു. ഉമ്മാകെ ആശ്ചര്യപ്പെട്ടു, ഉമ്മാകാകെ ബേജാറായി, മനസ്സിനകത്ത് ദുഃഖം തളം കെട്ടി നിന്നു. എന്തു ചെയ്യും? കൊച്ചുമകന്റെ തലയുമായിട്ടാണ് മൂത്ത മകൻ നിൽക്കുന്നത്. ഉമ്മ വിഷമത്തിലായപ്പോൾ, ഉമ്മയുടെ പേടി കണ്ടപ്പോൾ, ഉമ്മയുടെ മുഖം ചേഞ്ച് ആകുന്നത് കണ്ടപ്പോൾ മൂത്ത മകൻ ഓടി, മേലേക്ക് ഓടി. അവിടെ നിന്നും താഴെ വീണ് ആ കുട്ടിയും മരിച്ചു. 2 പേരും മരിച്ചു. ഈ വീട്ടിലാണ് സൽക്കാരം നടക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാര്യ ചിന്തിച്ചു, എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ, സൽക്കാരത്തിന് വേണ്ടി വരുമ്പോൾ, ഇവിടെ സദ്യ ഉണ്ണാൻ വേണ്ടി വരുമ്പോൾ നബിക്കൊരു വിഷമകരമായ ഒരു വാർത്ത അറിയിക്കുന്നത് ശരിയല്ല. എൻ്റെ മക്കൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നബിക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു വിഷയവും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ 2 മക്കളുടെ മയ്യത്തും മറ്റൊരു റൂമിൽ കൊണ്ടുപോയി അവിടെ ഒരു വെള്ളത്തുണിയും പുതച്ച് ആ റൂമിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നു, അടുക്കളയിലേക്ക് വന്നു. എല്ലാ സൗകര്യങ്ങളും, എല്ലാ സൽക്കാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരംഭ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും ആ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യ ഒരുക്കിയ സദ്യകളെല്ലാം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചു. നബി തങ്ങൾ ഉടനെ ചോദിച്ചു, ജാബിറെ, നിന്റെ 2 മക്കളെവിടെ? നബി തങ്ങൾ ചോദിച്ചു, ജാബിറെ, നിന്റെ മക്കളെവിടെ? ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു അകത്തേക്ക് പോയി ഭാര്യയോട് ചോദിച്ചു, എവിടെ നമ്മുടെ പൊന്നാര മക്കൾ എവിടെ പോയി? ഭാര്യ പറഞ്ഞു, അവർ അപ്പുറത്തുണ്ട്. അദ്ദേഹം തിരിച്ചു നബി തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി തങ്ങളുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കൾ അപ്പുറത്തുണ്ട്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവല്ലോ, വീട്ടിലേക്ക് ആരെങ്കിലും വന്നെങ്കിൽ ഉസ്താമാർ ഒരു കുട്ടികളെന്താക്കും, വേറെ പേർക്കെല്ലാം പോവും അല്ലേ? അപ്പൊ വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, എവിടെയാണ് മക്കൾ? ജാബിർ റളിയല്ലാഹു അൻഹു വീണ്ടും വന്നു ഭാര്യയോട് ചോദിച്ചു, അല്ല, മക്കൾ എവിടെ പോയി? വീണ്ടും ഭാര്യ പറഞ്ഞു, അവർ അപ്പുറത്തുണ്ട്. വീണ്ടും നബിയുടെ അടുത്തേക്ക് പോകുന്നു. നബി തങ്ങളോട് പറയുന്നു, മക്കൾ അപ്പുറത്തുണ്ട്. നബി തങ്ങൾ നിർത്തിയില്ല, 3ാമതും ചോദിച്ചു, എവിടെയാണ് ജാബിർ നിന്റെ 2 മക്കൾ? അദ്ദേഹം അത് അകത്തേക്ക് പോകുന്നു. ഭാര്യയോട് ചോദിക്കുന്നു, സത്യം പറയണം, നമ്മുടെ പൊന്നാര മക്കൾ എവിടെ പോയി? നമ്മുടെ 2 മക്കൾ എവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. ഉടനെ ഭാര്യ പറഞ്ഞു, നമ്മുടെ മക്കൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു.